നമസ്തേ. ജനൻ ഡിബേറ്റിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. ഏവർക്കും ഹൃദയം നിറഞ്ഞ ക്രിസ്മസ് ആശംസകളോടെ ഇന്നത്തെ ജനൻ ഡിബേറ്റിലേക്ക് കടക്കട്ടെ. സ്നേഹവും സൗഹാർദ്ദവുമാണ് യേശുദേവൻ മുന്നോട്ട് വെക്കുന്നതെന്നും ഇത് ശക്തിപ്പെടുത്താൻ ഒന്നിച്ചു നിൽക്കണമെന്നുമാണ് കാത്തലിക് ബിഷപ്പ് കൗൺസിൽ ഒരുക്കിയ ക്രിസ്മസ് ആഘോഷത്തിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി പറഞ്ഞത്. ഇത് ക്രൈസ്തവ സഭകൾ ഒന്നടങ്കം സ്വാഗതം ചെയ്യുകയും ഉണ്ടായി. എന്നിട്ടും ഹാപ്പി ക്രിസ്മസ് അൺഹാപ്പി എന്ന് വിശേഷിപ്പിക്കാനാണ് ചിലരുടെ ശ്രമം. ജനൻ ഡിബേറ്റ് ഈ വിഷയം ചർച്ച ചെയ്യുന്നു. നമ്മുടെ ഇന്നത്തെ ചർച്ചയിൽ പങ്കെടുക്കുന്നത് രാഷ്ട്രീയ നിരീക്ഷകൻ ഡോക്ടർ മോഹൻ വർഗീസ്, BJPയിൽ നിന്ന് ശ്രീ B രാധാകൃഷ്ണ മേനോൻ, കോൺഗ്രസിൽ നിന്ന് ശ്രീ വസന്ത് സിറിയക്, ക്രൈസ്തവ സംഘടനയായ കാസയുടെ പ്രതിനിധി ശ്രീ കെവിൻ പീറ്റർ എന്നിവരാണ് നമ്മുടെ ഈ ചർച്ചയിൽ പങ്കെടുക്കുന്നത്. എല്ലാ പ്രേക്ഷകർക്കും ഈ ചർച്ചയിലേക്ക് സ്വാഗതം. ആദ്യം രാഷ്ട്രീയ നിരീക്ഷകൻ ഡോക്ടർ മോഹൻ വർഗീസിലേക്ക് നമുക്ക് പോകാം. സ്വാഗതം ഡോക്ടർ മോഹൻ വർഗീസ്. ഇന്നലെ നമ്മൾ കണ്ടതാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ക്രൈസ്തവ സഭകൾ ഒരുക്കിയ പ്രധാനപ്പെട്ട ക്രിസ്മസ് ആഘോഷത്തിൽ മുഖ്യാതിഥിയായി പങ്കെടുക്കുന്നു. അദ്ദേഹം യേശുദേവൻ്റെ അല്ലെങ്കിൽ ആ തിരുസ്വരൂപത്തിന് മുമ്പിൽ തൊഴുകയോടെ നിൽക്കുന്നു, മെഴുകുതിരി കത്തിക്കുന്നു, കരോൾ ആസ്വദിക്കുന്നു. എല്ലാ ബിഷപ്പുമാർക്കും ഒപ്പം അദ്ദേഹം ക്രിസ്മസ് ആഘോഷത്തിൽ പങ്കെടുക്കുന്നു. അവർക്ക് രാജ്യത്ത് നിങ്ങൾ സുരക്ഷിതരാണ്, യേശുദേവൻ്റെ സന്ദേശം നമുക്ക് ശക്തിപ്പെടുത്തണം എന്നുള്ള വലിയൊരു സന്ദേശം അദ്ദേഹം കൈമാറിയ ശേഷമാണ് അദ്ദേഹം അവിടെ നിന്ന് മടങ്ങുന്നത്. ക്രൈസ്തവ സഭകൾ ഒന്നടങ്കം അതിനെ സ്വാഗതം ചെയ്യുകയും ഉണ്ടായി. എന്നിട്ടും ഹാപ്പി ക്രിസ്മസ് രാജ്യത്ത് അൺഹാപ്പി ക്രിസ്മസ് ആണ് എന്ന് പ്രചരിപ്പിക്കാൻ മനഃപൂർവ്വം ചിലർ ശ്രമിക്കുകയല്ലേ ഡോക്ടർ മോഹൻ വർഗീസ്? ക്രിസ്തുമസ് തീർച്ചയായും സന്തോഷത്തിൻ്റെ സമയമാണ്. അതിനേക്കാൾ സമാധാനത്തിൻ്റെ ഉത്സവമാണ്. അത്യുന്നതങ്ങളിൽ ദൈവത്തിന് മഹത്വം, ഭൂമിയിൽ ദൈവപ്രസാദമുള്ളവർക്ക് സമാധാനം എന്നതാണ് ക്രിസ്തുമസിൻ്റെ പ്രധാനപ്പെട്ട സന്ദേശം. അവിടെ അസമാധാനത്തിൻ്റെ ഘടനകൾ ഉണ്ടാകുന്നു എന്ന് പറയുമ്പോൾ തികച്ചും ദൗർഭാഗ്യകരമായ ഒരു കാര്യമാണ്. ഇന്ത്യയുടെ പ്രധാനമന്ത്രി തീർച്ചയായും ക്ഷണിക്കപ്പെട്ടു. കാത്തലിക് ബിഷപ്സ് കോൺഫറൻസ് ഓഫ് ഇന്ത്യയുടെ ചുമതലക്കാർ ഡൽഹിയിൽ അവരൊരുക്കിയ ഒരു ക്രിസ്മസ് വിരുന്നിന് വേണ്ടി ഇന്ത്യൻ പ്രധാനമന്ത്രിയെ ക്ഷണിച്ചു. അതിൽ ഔപചാരികമായ ഒരു ക്ഷണം എന്നതിൽ കവിഞ്ഞ് പ്രത്യേകമായ യാതൊരു കാര്യസാധ്യവും അതിനകത്ത് ആരോപിക്കാനാവില്ല. കാരണം ക്രിസ്തുമസ് ഒരു സെലിബ്രേഷൻ്റെ സമയമാണ്. അതിലേക്ക് രാഷ്ട്രീയം കൂട്ടിക്കുഴയ്ക്കേണ്ട കാര്യമൊന്നും തന്നെയില്ല. ഉത്സവത്തിൻ്റെ, അത് ഈദാകട്ടെ, ക്രിസ്മസ് ആകട്ടെ, മറ്റെന്തെങ്കിലും ഉത്സവങ്ങളാകട്ടെ, അതിലൊക്കെ രാഷ്ട്രീയ നേതാക്കൾ വരുന്നതും പ്രധാനമന്ത്രി തന്നെ വരുന്നതും ഭരണകർത്താക്കൾ വരുന്നതുമൊക്കെ സ്വാഭാവികമാണ്. ഇവിടെ വന്ന വിഷയമെന്ന് പറയുന്ന പ്രധാനമന്ത്രിയുടെ സന്ദർശനം തികച്ചും ക്രിസ്തുമസുമായി ബന്ധപ്പെട്ട സന്ദേശമാണ് പ്രധാനമന്ത്രി നൽകിയത്. വന്നതും സംസാരിച്ചതുമെല്ലാം 5 മിനിറ്റ് സംസാരിക്കുമെന്നാണ് പ്രതീക്ഷിക്കപ്പെട്ടിരുന്നത്. പക്ഷേ പ്രധാനമന്ത്രി ശ്രീ നരേന്ദ്രമോദി 15 മിനിറ്റോളം സംസാരിച്ചു. കത്തോലിക്ക സഭയുടെ പ്രധാനപ്പെട്ട 300ഓളം ക്ഷണിക്കപ്പെട്ട അതിഥികളും ബിഷപ്പുമാരും ഒക്കെ അവിടെ ഉണ്ടായിരുന്നു. അത് നല്ല ഊഷ്മളമായി നടന്ന ഒരു സമ്മേളനം തന്നെയാണ്. പക്ഷേ ആ സമ്മേളനം അവസാനിച്ചു കഴിഞ്ഞപ്പോൾ ഇവിടെ ആ സമ്മേളനത്തിൽ തന്നെ അതിൻ്റെ പ്രധാന കാർമ്മികൻ എന്ന് പറയുന്നത് ആർച്ച് ബിഷപ്പ് ആൻഡ്രൂസ് താഴത്താണ്. മാർ ആൻഡ്രൂസ് താഴത്ത്, കത്തോലിക്ക സഭയുടെ ഇപ്പോഴത്തെ CBCIയുടെ അധ്യക്ഷനും അതുപോലെ തൃശ്ശൂർ രൂപതയുടെ അധ്യക്ഷനുമൊക്കെയായ മാർ ആൻഡ്രൂസ് താഴത്ത് തൻ്റെ സംസാരത്തിൽ, തൻ്റെ അധ്യക്ഷ പ്രസംഗത്തിൽ ക്രൈസ്തവ സമുദായം അഭിമുഖീകരിക്കുന്ന ചില ആശങ്കകൾ അത് പ്രധാനമന്ത്രിയെ ഭംഗ്യാന്തരേണ അറിയിക്കുകയും ഒക്കെ ചെയ്തു. അതൊക്കെ സ്വാഭാവികമായ കാര്യങ്ങളാണ്. അത് ഒരുപക്ഷെ ആ ക്രിസ്മസ് ആഘോഷവേളയിൽ വലിയ ഒരു തോതിൽ അങ്ങനെ പരിഭവങ്ങൾ പറയാനുള്ള വേദിയല്ല. എന്നിട്ട് പോലും അങ്ങനെ പറഞ്ഞു. അതൊക്കെ ഒരു തീർച്ചയായും ഒരു സൗഹാർദ്ദപരമായ അന്തരീക്ഷത്തിൽ നടന്ന കാര്യമാണ്. പക്ഷേ അതിനുള്ള പ്രതികരണങ്ങൾ ഇവിടെ തൃശ്ശൂർ രൂപതയിൽ നിന്ന് തന്നെ ഉണ്ടായി. അത് കത്തോലിക്ക സഭയുടെ അല്ല, മറിച്ച് മലങ്കര ഓർത്തഡോക്സ് സഭയുടെ തൃശ്ശൂർ രൂപതയുടെ തൃശ്ശൂർ ഭദ്രാസനത്തിൻ്റെ അധിപൻ മിലിത്തിയോസ്, യുഹാനോൻ മാർ മിലിത്തിയോസ് തിരുമേനിയുടെ ഭാഗത്ത് നിന്നുണ്ടായ ചില പ്രസ്താവന എന്ന് പറയാനാവില്ല, ഫേസ്ബുക്ക് കുറിപ്പാണ്. പ്രധാനമന്ത്രി അവിടെ സമാധാനത്തെക്കുറിച്ച് സംസാരിക്കുമ്പോൾ, അവിടെ പുൽത്തൊട്ടിലിൽ ഉള്ള ആ ഒരു പുൽത്തൊട്ടലിൻ്റെ ആഘോഷം അല്ലെങ്കിൽ ആ ക്രിബിനെക്കുറിച്ച് സംസാരിക്കുമ്പോൾ, ക്രിസ്മസ് ആഘോഷിക്കുമ്പോൾ ഇവിടെ ഈ ക്രിസ്മസ് ട്രീ, ക്രിസ്മസ് വിരുന്ന്, ക്രിസ്മസ് ആഘോഷങ്ങൾ, ക്രിസ്മസ് കരോൾ മുതലായവ ആക്രമിക്കപ്പെടുന്നു എന്ന ഒരു കാര്യം, അതിനെ എന്താണ് അവിടെ ഒരു നയവും ഇവിടെ മറ്റൊന്നും എന്ന രീതിയിൽ മലയാളത്തിൽ പ്രത്യേകിച്ച് അതിനൊരു പദപ്രയോഗമുണ്ടല്ലോ എന്ന് പറഞ്ഞുകൊണ്ട് അർത്ഥോക്തിയിൽ നിർത്തുകയാണ് ബിഷപ്പ്. അപ്പോൾ ഇവിടെ
പ്രതിഷേധം തീർച്ചയായും എന്ത് ചെയ്താലും എന്ത് നന്മ ചെയ്താലും രണ്ട് അഭിപ്രായങ്ങളുണ്ടാകുമല്ലോ. യേശു ക്രിസ്തു വ്യക്തമായി പറയുന്ന ഒരു കാര്യമുണ്ട് തൻ്റെ പരസ്യ ശുശ്രൂഷയുടെ സമയത്ത്, സീസറിനുള്ളത് സീസറിനും ദൈവത്തിനുള്ളത് ദൈവത്തിനും കൊടുക്കുക, അത് തമ്മിൽ കൂട്ടിക്കുഴയ്ക്കേണ്ടതില്ല. രാഷ്ട്രവും ക്രിസ്തു പറയുന്ന രാഷ്ട്രവും അതായത് ദൈവരാജ്യവും യഥാർത്ഥ പൊളിറ്റിക്കൽ ഓർഡറും രണ്ടും ഒന്നല്ല, ഇത് വ്യത്യസ്തമായ കാര്യങ്ങളാണ്. അതുകൊണ്ട് ഭരണകർത്താവ് എന്ന നിലയിൽ ഇന്ത്യയുടെ ഭരണാധികാരിയെ പ്രധാനമന്ത്രി എല്ലാവരുടെയും പ്രധാനമന്ത്രിയാണ്. അത് ഹിന്ദുക്കളുടെ മാത്രമല്ല, ക്രൈസ്തവരുടെയും മുസ്ലിങ്ങളുടെയും നിരീശ്വരവാദികളുടെയും എല്ലാം പ്രധാനമന്ത്രിയാണ്. ഒരു മതവുമായി ബന്ധപ്പെട്ട ആചാരങ്ങളിൽ, അനുഷ്ഠാനങ്ങളിൽ, ആഘോഷങ്ങളിൽ പ്രധാനമന്ത്രിയോ മുഖ്യമന്ത്രിയോ പ്രതിപക്ഷ നേതാവോ ഒക്കെ വരുന്നതിൽ യാതൊരു കുഴപ്പമില്ല. അവിടെ കേരളത്തിൻ്റെ ഗവൺമെൻറ്റിൻ്റെ ഔദ്യോഗിക പ്രതിനിധി KV തോമസ് സാറിനെ, പ്രൊഫസർ KV തോമസിനെ ആ സദസ്സിൽ ആ വേദിയിലേക്ക് ക്ഷണിക്കുകയുണ്ടായി. അതുപോലെ BJPയുടെ കേരളത്തിലെ നേതാക്കൾ, നമ്മുടെ കേന്ദ്രമന്ത്രി കുര്യൻ സാർ ഉൾപ്പെടെ ഉള്ള ആളുകൾ അവിടെ പോയി. ഇവിടുന്നുള്ള ഒരുപക്ഷെ ക്രിസ്ത്യൻ മുഖങ്ങളാണ്, രാജീവ് ചന്ദ്രശേഖർ ഒഴികെയുള്ള മറ്റ് ആളുകൾ ഇവിടെ, അനൂപ് ആൻ്റണി പോയി, AK ആൻ്റണിയുടെ മകൻ അനിൽ ആൻ്റണി ക്ഷണം സ്വീകരിച്ച് അവിടെ എത്തി. അതുപോലെ BJPയുടെ അൽഫോൻസ് കണ്ണന്താനം ആ സമ്മേളനത്തിൽ ഉണ്ടായിരുന്നു. അത് സ്വാഭാവികമാണ്. ഒരു ഭരിക്കുന്ന കക്ഷിയുടെ പ്രധാനമന്ത്രി വരുന്നു, ഭരിക്കുന്ന രാഷ്ട്രീയ കക്ഷിയുടെ കേരളത്തിലെ നേതാക്കൾ, സ്വാഭാവികമായി ക്രിസ്ത്യൻ നേതാക്കൾ പ്രത്യേകിച്ചും ക്ഷണിക്കപ്പെട്ടു എന്നത് വളരെ സ്വാഭാവികമായ കാര്യമാണ്. ഒരുപക്ഷെ പ്രതിപക്ഷത്തു നിന്ന് കോൺഗ്രസ് പാർട്ടിയുടെ നേതാക്കളെ കൂടെ വേണമെങ്കിൽ ഉൾപ്പെടുത്താമായിരുന്നു, അല്ലെങ്കിൽ മറ്റ് കക്ഷികളുടെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ നേതാക്കളെയും ഉൾപ്പെടുത്താമായിരുന്നു. അതൊക്കെ അതത് സഭകൾ തീരുമാനിക്കേണ്ട കാര്യമല്ലേ. കത്തോലിക്ക സഭ, കാത്തലിക് ബിഷപ്പ് കോൺഫറൻസ് ഓഫ് ഇന്ത്യക്ക് അറിയാമല്ലോ ആരെ ക്ഷണിക്കണം, എന്താണ് ഔചിത്യം. മറ്റൊരവസരത്തിൽ തീർച്ചയായിട്ടും ക്ഷണിക്കും. ഈ ക്ഷണമെന്ന് പറയുന്നത് യഥാർത്ഥത്തിൽ ഒരു സീരീസ് ഓഫ് ഈവൻസിൻ്റെ ഒരു തുടർച്ചയാണ്. അതായത് പ്രധാനമന്ത്രി ഈസ്റ്റർ സമയത്ത്, കഴിഞ്ഞ വർഷത്തെ ഈസ്റ്റർ സമയത്ത് ക്രൈസ്തവ മത മേലധ്യക്ഷന്മാരിൽ കുറച്ച് പേരെ ഡൽഹിയിൽ തൻ്റെ ആസ്ഥാനത്തേക്ക് ക്ഷണിക്കുകയും നല്ലൊരു ഈസ്റ്റർ സദ്യ ഒരുമിച്ച് ഭക്ഷിക്കുകയും ചെയ്ത ഒരു നല്ല ഊഷ്മളമായ ഒരു അന്തരീക്ഷം. അതിനു മുൻപ് കഴിഞ്ഞ വർഷം പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ കേരള സന്ദർശന വേളയിൽ ബിഷപ്പുമാരെ കാണണമെന്നുള്ള താല്പര്യം പ്രകടിപ്പിച്ചു. മാർത്തോമ, യാക്കോബ, ഓർത്തഡോക്സ്, കത്തോലിക്ക ബിഷപ്പുമാരെ കാണണമെന്ന ആഗ്രഹം പ്രകടിപ്പിച്ചു. ക്ഷണം ലഭിച്ച മിക്ക ബിഷപ്പുമാരും അതിൽ പങ്കെടുക്കുകയും ചെയ്തു. അവിടെയും വളരെ ഊഷ്മളമായിട്ട് തന്നെയാണ് പെരുമാറിയത്. ഇവിടെ വിഷയമെന്ന് പറയുന്നത് മണിപ്പൂരിലും മറ്റു ചില ഇടങ്ങളിലും സംഭവിക്കുന്ന ക്രിസ്ത്യാനികൾ നേരിടുന്ന ചില ബുദ്ധിമുട്ടുകൾ, അതെന്തുകൊണ്ട് സഭ പ്രധാനമന്ത്രിയുടെ ശ്രദ്ധയിൽപ്പെടുത്തിയില്ല എന്നതാണ് ചോദ്യം. ഇതെല്ലാം പെടുത്താനുള്ള ഒരു സാഹചര്യമുണ്ട്, സമയമുണ്ട്, എന്തിനും ഒരു വേദിയുണ്ട്. അത് ക്രിസ്തുമസ് അല്ലെങ്കിൽ ന്യൂ ഇയർ അല്ലെങ്കിൽ ഈസ്റ്റർ ആഘോഷവേളയല്ല. അതിനായി പ്രത്യേകമായി നിവേദനങ്ങൾ കൊടുക്കാം, പ്രത്യേകമായി പ്രക്ഷോഭങ്ങൾ നടത്താം, പ്രത്യേകമായി ഏത് രൂപത്തിൽ വേണമെങ്കിലും അതിനെ ആർട്ടിക്കുലേറ്റ് ചെയ്യാം, പാർലമെൻറ്റിൽ ഉന്നയിക്കാം, എന്ത് വേണമെങ്കിലും ചെയ്യാമല്ലോ. അതൊക്കെയുള്ള ജനാധിപത്യ ഭാരതത്തിൽ അതിനെല്ലാമുള്ള വേദികൾ ഉണ്ടായിരിക്കെ സഭകളുമായും സമുദായങ്ങളുമായും ന്യൂനപക്ഷ വിഭാഗങ്ങളുമായും ഒരു പാലം തീർക്കുന്ന ഭരണകർത്താക്കളുടെ നിലപാട്, അതിനെ സംശയത്തോടുകൂടി കാണുന്ന ന്യൂനപക്ഷങ്ങളുടെ ഒരു ചെറിയ ഭാഗം, അത് ദൗർഭാഗ്യകരമായ ഒരു കാര്യമാണ്. അതുകൊണ്ടാണ് ഇതൊരു യാതൊരു വിവാദവും, ക്രിസ്തുമസ് എന്ന് പറയുന്നത് സമാധാനത്തിൻ്റെ ഉത്സവമാണെന്ന് പറഞ്ഞല്ലോ, അവിടെ ഒരു വിവാദം മനഃപൂർവ്വമായി ഉണ്ടാക്കിയെടുക്കുമ്പോൾ അസമാധാനത്തിൻ്റെ ഘടനകളാണ് ഉണ്ടാകുന്നത്. അങ്ങനെയുള്ള സാഹചര്യം ഒഴിവാക്കാവുന്ന സാഹചര്യങ്ങളായിരുന്നു. അതുമാത്രമല്ല, എന്തിനും ഏതിനും രാഷ്ട്രീയം കാണുന്ന ഒരു കാര്യം. ഇപ്പം ഭരണകർത്താക്കൾ അല്ലെങ്കിൽ രാഷ്ട്രീയ നേതാക്കൾ ഈ സമുദായങ്ങളുമായി സംവദിക്കണ്ടേ? നമ്മുടെ രാജ്യം ബഹുല സമൂഹമാണ്, നാനാജാതി മതസ്ഥരുള്ള ഒരു രാജ്യമാണ്. എല്ലാ മതവിഭാഗങ്ങളുമായും സമരസപ്പെട്ട് പോകണം എന്നത് രാഷ്ട്രീയ മേൽധ്യക്ഷന്മാരുടെ ആവശ്യമാണ്. അതിനെ കേവലം വോട്ട് ബാങ്ക് പൊളിറ്റിക്സ് എന്ന നിലയിലേക്ക് മാത്രം കാണുന്നത് എങ്ങനെയാണ്? ഇവിടെ തൃശ്ശൂർ സുരേഷ് ഗോപിയുടെ വിജയത്തിന് പിന്നിൽ സഭകളുടെ പ്രവർത്തനം ഉണ്ടായിരുന്നു എന്നത് തീർച്ചയായും സത്യമാണ്. എത്ര വോട്ടാണ് കത്തോലിക്ക സഭ സുരേഷ് ഗോപിക്ക് നൽകിയത് എന്നത് മറ്റൊരു കാര്യം. അത് സഭാവിശ്വാസികൾ, സഭാ നേതൃത്വം പറയുന്നതനുസരിച്ചൊന്നും ആയിരിക്കില്ല വോട്ട് ചെയ്യുന്നത്. അവരുടെ മനസാക്ഷി അനുസരിച്ച് വോട്ട് ചെയ്യും. അവർക്കെല്ലാം സ്വതന്ത്രമായ രാഷ്ട്രീയ നിലപാടുകൾ എടുക്കാനുള്ള അവകാശമുണ്ട്. സഭ ഒരിക്കലും ഒരു നിലപാട് വിശ്വാസികളെ അടിച്ചേൽപ്പിക്കുന്നത് ശരിയല്ല. കാരണം അതല്ല ദൈവവിശ്വാസത്തിന് രാഷ്ട്രീയം എന്നതൊന്നില്ല. രാജ്യത്തിൻ്റെ കാര്യം വേറെ വിടുക, ദൈവത്തിൻ്റെ കാര്യം വേറെയും രാജ്യത്തിൻ്റെ കാര്യം വേറെയും എന്ന് ക്രിസ്തുദേവൻ പറഞ്ഞതുകൊണ്ട് തീർച്ചയായും ആ ഒരു ഉദാത്തമായ മാതൃക നമ്മുടെ ക്രൈസ്തവ വിഭാഗങ്ങളും സ്വീകരിക്കുകയാണ്. പക്ഷേ ഇവിടെ രാഷ്ട്രീയം കാണുന്നു. കേരളത്തിലെ ജനസംഖ്യയുടെ, കേരളത്തിലെ 3.5 കോടി ജനങ്ങളിൽ 61 ലക്ഷം ക്രൈസ്തവരാണുള്ളത്. 61 ലക്ഷം ക്രൈസ്തവരുടെ ഏതാണ്ട് പകുതിയോളം കത്തോലിക്ക സഭയാണ്. 3 റീത്തുകളിലായി ഉൾപ്പെട്ടിരിക്കുന്ന കത്തോലിക്ക സഭയുടെ ആളുകൾ 30 ലക്ഷത്തിൽ കൂടുതൽ ആളുകൾ വരും. ആ ഒരു വിഭാഗം ഒരൊറ്റ വോട്ട് ബാങ്കായി കണ്ടുകൊണ്ട് മൊത്തത്തിൽ ഏതെങ്കിലും ഒരു പാർട്ടിയിലേക്ക് ചേക്കേറും എന്ന ഭയപ്പാടാണ് പലപ്പോഴും ചില
ചില പ്രസ്താവനകളിലേക്ക് ആളുകളെ നയിക്കുന്നത്. അങ്ങനെയൊന്നും ഒരിക്കലും സംഭവിക്കില്ല. ഈ ചരിത്രം ഒരു വലിയ വഴികാട്ടിയാണല്ലോ. ഒരു രാഷ്ട്രീയ കക്ഷി അല്ലെങ്കിൽ അതിൻ്റെ നേതൃത്വം ദീർഘമായ അടിസ്ഥാനത്തിൽ സഭയുടെ താല്പര്യങ്ങൾ, സഭാമക്കളോടുള്ള നിലപാടുകൾ ഇതെല്ലാം പ്രകടിപ്പിക്കുന്നതിൻ്റെ അടിസ്ഥാനത്തിൽ ഔചിത്യബോധത്തോടുകൂടി രാഷ്ട്രീയ നിഗമനങ്ങളിലെത്താനും രാഷ്ട്രീയ തീരുമാനങ്ങൾ എടുക്കാനും വോട്ടവകാശം വിനിയോഗിക്കാനുമുള്ള പക്വതയും പാകതയും ഒരുപക്ഷെ കേരളത്തിലെ ക്രൈസ്തവ സമൂഹത്തിന് വളരെ എഡ്യൂക്കേറ്റഡാണ്. ക്രൈസ്തവ സമൂഹം പൊതുവെ എഡ്യൂക്കേറ്റഡ് വിഭാഗങ്ങളാണ്. അവർക്ക് സാധിക്കും എന്നതുകൊണ്ട് അതിൽ രാഷ്ട്രീയ മുതലെടുപ്പിനുള്ള കാര്യങ്ങളൊന്നും കാണുന്നില്ല. ഇനി അങ്ങനെ രാഷ്ട്രീയ മുതലെടുപ്പ് വിതിൻ കോട്ട്സ് മുതലെടുപ്പ് എന്നത് തന്നെ ആലോചിച്ചാൽ പോലും എല്ലാ കക്ഷികളും ന്യൂനപക്ഷങ്ങളെ അല്ലെങ്കിൽ മറ്റ് മതവിഭാഗങ്ങളെ ചെയ്യുന്ന പതിവുണ്ടല്ലോ. BJP മാത്രമല്ല, കോൺഗ്രസ് പാർട്ടിയും ചെയ്യും. അരമനകളിൽ പോകുന്നത് കോൺഗ്രസ് നേതാക്കളും പോകും, ചില ഇടതുപക്ഷ നേതാക്കളും പോകും, എല്ലാവരും പോകും. BJP നേതാക്കളും പ്രധാനപ്പെട്ട ആഘോഷങ്ങൾ നടക്കുമ്പോൾ പ്രത്യേകിച്ചും ഭരണപക്ഷത്തുള്ള ആളുകൾ പോകും. അത് സ്വാഭാവികമാണ്. എന്തിനാണ് അതിനകത്ത് വർഗീയത കാണുന്നത്? കോൺഗ്രസ് പ്രതിനിധിയിൽ നിന്ന് തന്നെ നമുക്ക് ചോദിക്കാം. ശ്രീ വസന്ത് സിറിയക്ക്, എന്തുകൊണ്ടാണ് രാജ്യത്തിൻ്റെ പ്രധാനമന്ത്രി പ്രധാനപ്പെട്ട അല്ലെങ്കിൽ ക്രൈസ്തവരുടെ ഒരു ആഘോഷ ദിനത്തിൽ അവരുടെ പ്രധാനപ്പെട്ട സഭയുടെ പരമാധ്യക്ഷന്മാർ വിളിച്ച ഒരു ചടങ്ങിൽ മുഖ്യാതിഥിയായി അദ്ദേഹം പങ്കെടുക്കുമ്പോൾ അതിലെന്താണ് രാഷ്ട്രീയം കാണുന്നത്? അദ്ദേഹം പ്രധാനമന്ത്രിയാണ്, എല്ലാവരുടെയും പ്രധാനമന്ത്രിയാണ്. അതിലെന്തിനാണ് രാഷ്ട്രീയം കാണുന്നത്? അതിൽ രാഷ്ട്രീയം കാണേണ്ട കാര്യമില്ല. അദ്ദേഹം പോകാതിരിക്കുന്നുവെങ്കിൽ നിങ്ങൾക്ക് വിമർശിക്കാം. രാജ്യം ഭരിക്കുന്ന പ്രധാനമന്ത്രി ഏതെങ്കിലും ഒരു സമുദായത്തിൻ്റെ മാത്രമല്ല, ഏതെങ്കിലും ഒരു മതത്തിൻ്റെ മാത്രമല്ല, എല്ലാ വിഭാഗം ജനങ്ങളുടെയും. ഇവിടെ നേരത്തെ ഡോക്ടർ മോഹൻ വർഗീസ് പറഞ്ഞതുപോലെ നിരീശ്വരവാദികളുടെ കൂടി പ്രധാനമന്ത്രിയാണ് അദ്ദേഹം. അതുകൊണ്ട് അദ്ദേഹം അവരുടെ ചടങ്ങിൽ പോകുന്നു, ആ ക്രിസ്മസ് ആഘോഷത്തിൽ പങ്കെടുക്കുന്നു. അതിൽ രാഷ്ട്രീയം ആരോപിക്കേണ്ട കാര്യം എന്താണ്? വസന്ത് സിറിയക്, നോക്കൂ, ഈ രാജ്യം ഒരു സെക്യുലർ രാജ്യമാണ്. നമ്മുടെ സെക്യുലറിസം മറ്റ് സെക്യുലറിസ്റ്റ് സ്റ്റേറ്റുകളെ സംബന്ധിച്ച് വ്യത്യാസം എന്ന് പറഞ്ഞാൽ മതങ്ങളെ എല്ലാം ഒരു പടിക്ക് വെളിയിൽ നിർത്തിയിട്ട് ഉള്ള ഭരണമോ അങ്ങനെയുള്ളതല്ല, മറിച്ച് ഒരു ഇൻക്ലൂസീവ് സെക്യുലറിസം എന്ന ഐഡിയ ആണ് രാജ്യം വിഭാവനം ചെയ്യുന്നത്. അതായത് എല്ലാവരെയും ഒരുപോലെ കാണുന്ന, എല്ലാവരെയും ഒരുപോലെ സ്വീകരിക്കുന്ന, ഉൾക്കൊള്ളുന്ന ഒരു മതേതര രാജ്യമാണ് ഇന്ത്യ. നോക്കൂ, പ്രധാനമന്ത്രി CBSEയുടെ പരിപാടിയിൽ പങ്കെടുത്തതിനെ ഞങ്ങളാരും വിമർശിച്ചിട്ടില്ല കേട്ടോ. അത് നിങ്ങളുടെ ഭാഷ്യമാണ്. ഞങ്ങൾ പറഞ്ഞത് BJP നേതാക്കൾ കേക്കുകളുമായി വീടുകളിലേക്ക് വരുന്നതും പ്രധാനമന്ത്രിയുടെ ക്രിസ്തുമസ് സന്ദേശത്തിനിടയിൽ രാജ്യത്തൊട്ടാകെ പ്രത്യേകിച്ച് കേരളത്തിലടക്കം ക്രിസ്മസ് ആഘോഷങ്ങൾക്ക് നേരെയും കരോൾ സംഘത്തിന് നേരെയും സ്കൂളുകളിലെ, അതും ക്രിസ്ത്യൻ മാനേജ്മെന്റുകളിലെ സ്കൂളുകളിലെ ക്രിസ്മസ് ആഘോഷത്തിന് നേരെയും പരിവാർ സംഘടനകൾ സംഘപരിവാർ നേതൃത്വത്തിൽ അഴിച്ചുവിടുന്ന ആക്രമണങ്ങളെ ചോദ്യം ചെയ്യും എന്നാണ് പറഞ്ഞത്. സ്വാഭാവികമായും പ്രധാനമന്ത്രി നരേന്ദ്രമോദി കഴിഞ്ഞ ദിവസം കേന്ദ്രമന്ത്രി ന്യൂനപക്ഷ കാര്യം കൂടി കൈകാര്യം ചെയ്യുന്ന ജോർജ് കുര്യന്റെ വീട്ടിലെ ക്രിസ്മസ് ആഘോഷത്തിൽ പങ്കെടുക്കുന്നു. നല്ല കാര്യം. അങ്ങനെ ക്രിസ്മസ് ആഘോഷത്തിൽ പങ്കെടുക്കുന്ന പ്രധാനമന്ത്രി മധ്യപ്രദേശ് മുഖ്യമന്ത്രിയെ വിളിച്ചു പറയണം, നോക്കൂ, നിങ്ങളുടെ സർക്കാർ ഒരു ജിയോ ഇറക്കിയിട്ടില്ല, ഒരു ഗവൺമെന്റ് ഓർഡർ. നിങ്ങളുടെ സംസ്ഥാനത്ത് സ്കൂളുകളിൽ, അത് പ്രൈവറ്റ് സ്കൂൾ ആണെങ്കിൽ പോലും, ക്രിസ്ത്യൻ മാനേജ്മെന്റിന്റെ സ്കൂൾ ആണെങ്കിൽ പോലും ക്രിസ്മസ് ആഘോഷം സംഘടിപ്പിക്കുകയും അതിൽ വിദ്യാർത്ഥികളെ പങ്കെടുപ്പിക്കുകയും ചെയ്യുന്നെങ്കിൽ അതിന് രക്ഷിതാക്കളുടെ ക്ലിയർ സ്റ്റേറ്റ്മെന്റ്, ഒരു റിട്ടേൺ സ്റ്റേറ്റ്മെന്റുമായി വന്നാൽ മാത്രമേ അങ്ങനെ ഒരു ആഘോഷം നടത്താൻ പറ്റൂ. അതിനിപ്പോ ക്രിസ്ത്യൻ കുട്ടിയാണെങ്കിൽ പോലും എന്ന് നിങ്ങളുടെ ഗവൺമെന്റിന്റെ വിദ്യാഭ്യാസ വകുപ്പും ബാലാവകാശ കമ്മീഷനും ഒരു ഓർഡർ ഇറക്കിയിട്ടുണ്ട്. അത് ക്രിസ്തുമസ് ആഘോഷങ്ങളെ അലങ്കോലപ്പെടുത്തുന്ന ശ്രമമാണ്, അത് പിൻവലിക്കണം എന്ന് മധ്യപ്രദേശ് മുഖ്യമന്ത്രിയോട് പറയണ്ടേ? ഇനി ബസ്തർ ജില്ലയിൽ 400ഓളം ആദിവാസി ക്രിസ്ത്യൻ കുടുംബത്തിന് നേരെ പരിവാർ സംഘടനകൾ ആക്രമണം അഴിച്ചുവിടുകയും അതുമായി ബന്ധപ്പെട്ട് അവർ ബസ്തർ പോലീസ് സ്റ്റേഷനിൽ എത്തുകയും അവിടുത്തെ SHOയോട്, ഛത്തീസ്ഗഡ് ബസ്തറിലെ SHOയോട് കേസെടുക്കണമെന്ന് പറയുമ്പോൾ കേസെടുക്കാതെ അവരെ മടക്കി വിട്ട് അവരുടെ പേരിൽ ആരാണോ പരാതിയുമായി വന്നത്, ഏത് ആദിവാസി ക്രിസ്ത്യൻ സമൂഹമാണോ അവിടെ പരാതിയുമായി വന്നത്, അവരുടെ പേരിൽ മറിച്ച് കേസെടുക്കുകയും ചെയ്ത ബസ്തർ SHOയെ അവിടെ നിന്ന് സ്ഥലം മാറ്റണ്ടേ? എന്നിട്ട് അവരുടെ പരാതിന്മേൽ ഒരു FIR ഇടാൻ പ്രധാനമന്ത്രിയുടെ ഓഫീസ് നേരിട്ട് ഇടപെട്ടാൽ മതി, പ്രശ്നം തീർന്നു. ഇനി കേരളത്തിലേക്ക് വന്നാൽ പാലക്കാട് VHP എന്ന് പറയുന്നത് എന്താണ്? VHP പരിവാർ സംഘടന അല്ല എന്ന് നിങ്ങൾ പറയുമോ? BJPയും പരിവാർ സംഘടനയാണ്. അതായത് പരിവാർ സംഘടനയുടെ രാഷ്ട്രീയ ഫോമാണ് എന്ത്? BJP, RSSന്റെ രാഷ്ട്രീയ ഫോം. അതേ RSSന്റെ മറ്റൊരു സാമൂഹിക പ്രവർത്തനങ്ങളിൽ ഇടപെടാൻ വേണ്ടിയാണ് എന്ന് പറഞ്ഞാണ് നിങ്ങൾ VHP ഉണ്ടാക്കിയിരിക്കുന്നത്. നല്ല സാമൂഹിക പ്രവർത്തനമാണ്. കരോൾ സംഘത്തെ ആക്രമിക്കുക, ഏതെങ്കിലും സ്കൂളുകളിൽ ക്രിസ്മസ് ആഘോഷം ഉണ്ടെങ്കിൽ അവിടുത്തെ പുൽക്കൂടുകൾ തട്ടി താഴെയിടുക. അതിനുശേഷം ഇന്നലെ ആലപ്പുഴയിൽ എന്താണ് ഉണ്ടായത്? അതും ക്രിസ്മസ് ആഘോഷങ്ങൾക്ക് നേരെ നടന്ന അഴിഞ്ഞാട്ടമാണ്. ഇവിടെ FIR ഇട്ടു കേട്ടോ. എന്തോ പിണറായി വിജയന്റെ പോലീസിന് ഒരു നിമിഷത്തേക്ക് നിങ്ങളോടുള്ള സ്നേഹമൊക്കെ മാറിയെന്ന് തോന്നുന്നു. ഇവിടെ FIR ഇട്ടു. അതുകൊണ്ടാണല്ലോ ബാംഗ്ലൂർ ആർച്ച് ബിഷപ്പ് ശ്രീ പീറ്റർ മച്ചാഡോ ഇന്ന് കൃത്യമായി പറഞ്ഞില്ലേ, പ്രധാനമന്ത്രി അടക്കമുള്ളവർ CBSEയുടെ പരിപാടിയിൽ പങ്കെടുക്കുന്നതിനെ എതിർക്കുന്നത് കോൺഗ്രസ് അല്ല,
ഞങ്ങൾ പറഞ്ഞത് പ്രധാനമന്ത്രി പങ്കെടുക്കുമ്പോൾ അദ്ദേഹത്തോട് ഈ രാജ്യത്തെ ക്രിസ്ത്യൻ സമൂഹം അനുഭവിക്കുന്ന പീഡനങ്ങൾ, പ്രത്യേകിച്ച് ഭരണത്തിലിരിക്കുന്ന BJP-യുടെയും പരിവാർ സംഘടനകളുടെയും നേതൃത്വത്തിൽ ഉണ്ടാവുന്ന ആക്രമണങ്ങളെ പറ്റി പറയണമെന്നാണ്. അത് തന്നെയാണ് ബാംഗ്ലൂർ ബിഷപ്പ് പീറ്റർ മച്ചാഡോ പറഞ്ഞത്. ഇനി തൃശൂർ ഭദ്രാസന ബിഷപ്പ് മിലാത്യോസിന്റെ സ്റ്റേറ്റ്മെന്റ് എന്തായിരുന്നു? അദ്ദേഹം കുറച്ചുകൂടി ഇപ്പൊ ശ്രീ മോഹൻ വർഗീസ് സാർ പറഞ്ഞതുപോലെ ഏതെങ്കിലും ഒരു വെറുതെ ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് അല്ല, അതിൽ ക്ലിയർ കട്ടായ ഒരു രാഷ്ട്രീയം അദ്ദേഹം കൃത്യമായി പറയുന്നുണ്ട്. അതായത് ഡൽഹിയിൽ കേക്കും ഈ നമ്മുടെ കേരളത്തിൽ തോക്കും എന്നുള്ള നിലപാട് ശരിയല്ല എന്നത് വളരെ കൃത്യമായി അദ്ദേഹം പറഞ്ഞു പോവുകയാണ്. നോക്കൂ, നേരത്തെ വിനോദ് അടക്കം പറഞ്ഞില്ലേ, കഴിഞ്ഞ വർഷവും പ്രധാനമന്ത്രി അദ്ദേഹത്തിന്റെ വേദിയിലേക്ക്, ക്രിസ്മസ് ആഘോഷ വേദിയിലേക്ക് മെത്രാന്മാരെ വിളിച്ചു, ബിഷപ്പുമാർ അതിൽ പങ്കെടുത്തു. പക്ഷെ ആ കഴിഞ്ഞ വർഷം ടു ഈ വർഷം, കഴിഞ്ഞ ക്രിസ്മസ് തൊട്ട് ഈ ക്രിസ്മസ് വരെ യുണൈറ്റഡ് ക്രിസ്ത്യൻ ഫോറത്തിന്റെ കണക്ക് ശരിയാണെങ്കിൽ 784 കേസുകൾ ഈ രാജ്യത്ത് രജിസ്റ്റർ ചെയ്തിട്ടുണ്ട് ക്രിസ്ത്യാനികൾക്കെതിരായ ആക്രമണം. അതിൽ 70% പരിവാർ സംഘടനകളുടെ ഭാഗത്ത് നിന്നാണ് എന്നതാണ് ഞെട്ടിക്കുന്ന കണക്ക്. നോക്കൂ, കേസ് രജിസ്റ്റർ ചെയ്യപ്പെട്ടതാണ് ഈ 784, രജിസ്റ്റർ ചെയ്യപ്പെടാത്ത എത്ര കേസുകളുണ്ട്. അപ്പോൾ ഞങ്ങൾ പറയുന്നത് പ്രധാനമന്ത്രിയോ അമിത്ഷായോ രാജ്നാഥ് സിംഗോ ആരെങ്കിലും ഒക്കെ പങ്കെടുക്കട്ടെ, നിർമ്മലാ സീതാരാമനോ ആര് പങ്കെടുത്താലും ഞങ്ങൾക്ക് പ്രശ്നമില്ല, അവരെല്ലാം വിളിക്കട്ടെ. ഇപ്പൊ ഇവിടെ നിന്ന് അനിൽ ആന്റണിയെ വിളിച്ചു എന്ന് പറയുന്നു, എന്താണ് അൽഫോൺസ് കണ്ണന്താനത്തെ വിളിച്ചു എന്ന് പറയുന്നത് നല്ല കാര്യം. നാളെ വിനോദിനെയോ മോഹൻ വർഗീസിനെയോ ആരെ വിളിച്ചാലും പ്രശ്നമില്ല, രാധാകൃഷ്ണ മേനോനെയോ ആരെ വിളിച്ചാലും നല്ല കാര്യം. അവിടെ പോകുക, പങ്കെടുക്കുക, കേക്ക് കഴിക്കുക, ക്രിസ്മസ് കാരോൾ പാടുക, മടങ്ങിപ്പോരുക. പക്ഷേ അതൊക്കെ സംഘടിപ്പിക്കുമ്പോൾ തന്നെ രാജ്യത്തുടനീളം നടക്കുന്ന ക്രിസ്ത്യൻ സമൂഹത്തിന് നേരെ നടക്കുന്ന ആക്രമണങ്ങളിൽ കണ്ണടച്ചു നിൽക്കുകയും എന്നാൽ വലിയ വാക്കിൽ ക്രിസ്മസ് സന്തോഷം നൽകുകയും ചെയ്യുന്നത് ഒരു ഭരണാധിപനെ ചേർന്നതല്ല എന്നാണ് ഞങ്ങൾ പറഞ്ഞു വെക്കുന്നത്. അതാണ് ഞങ്ങളുടെ വിമർശനം. അത് രാഷ്ട്രീയ വിമർശനമാണ്. അത് ഇതുവരെ പറഞ്ഞു, ഇനിയും പറഞ്ഞുകൊണ്ടേ ഇരിക്കുകയും ചെയ്യും. അപ്പോൾ നമ്മൾ കണക്കുകൾ കൂടി പരിശോധിക്കണം. നമ്മൾ നേരത്തെ ഒരു കണക്കൊക്കെ, ഇപ്പോൾ വസന്ത് സിറിയൊക്കെ ഒരു കണക്കൊക്കെ പറഞ്ഞു, ഈ കലാപങ്ങൾ ഉണ്ടായതിൻ്റെ കണക്ക് പറഞ്ഞു. എൻ്റെ കയ്യിൽ മറ്റൊരു ഔദ്യോഗികമായൊരു കണക്ക് നമ്മുടെ കയ്യിൽ ഈ അവസരത്തിലുണ്ട്. നമുക്ക് പറയാൻ കഴിയുന്നത് NDA സർക്കാർ ഭരിച്ചപ്പോൾ ഉണ്ടായ വർഗീയ കലാപങ്ങളും അതിനുശേഷം നരേന്ദ്രമോദി സർക്കാർ ഭരിച്ചപ്പോൾ ഉണ്ടായ വർഗീയ കലാപങ്ങളും, രാജ്യത്ത് ഭരണകർത്താക്കൾ ഭരിക്കുമ്പോൾ അത് കൃത്യമായി പാർലമെൻറ്റിലെ എംപിമാരടങ്ങുന്ന സംഘത്തിൻ്റെ നേതൃത്വത്തിൽ നടത്തിയ കണക്കെടുപ്പിൽ UPA ഭരണകാലത്ത് 2013 823 വർഗീയ കലാപങ്ങളാണ് രാജ്യത്തുണ്ടായത്. 2013 അന്ന് UPA സർക്കാരിൻ്റെ ഭരണകാലമാണ്. 2014 നരേന്ദ്രമോദി സർക്കാർ ഭരണത്തിൽ വന്നപ്പോൾ അത് 644 കുറഞ്ഞു. ഇത് BJP-യുടെ കണക്കല്ല. പാർലമെൻറ്റിൽ കോൺഗ്രസ് MP ആയിട്ടുള്ള ഭട്ടാചാര്യ 2015 ഭട്ടാചാര്യയുടെ നേതൃത്വത്തിലുള്ള MP-മാരുടെ സമിതി കണ്ടെത്തിയ കണക്കാണ്, വെറുതെ പറയുന്നതല്ല. അപ്പോൾ വർഗീയ കലാപങ്ങളെല്ലാം ഉണ്ടാകുന്നു, ക്രൈസ്തവർ സമ്പൂർണ്ണമായി ആക്രമിക്കപ്പെടുന്നു എന്നുള്ള തരത്തിൽ പറഞ്ഞ ആ കണക്കിനോട് യോജിക്കാനാവില്ല. രാധാകൃഷ്ണ മേനോൻ, ഇവിടെ ഒരു സംശയം, വസന്ത് സിറിയക്ക് അടക്കമുള്ള ആളുകൾ പറഞ്ഞ ഒരു പ്രധാനപ്പെട്ട കാര്യം, നരേന്ദ്രമോദി ഇന്നലെ ക്രൈസ്തവ സഭാ മേലധ്യക്ഷന്മാരുടെ ക്രിസ്മസ് ആഘോഷത്തിൽ പങ്കെടുത്തുകൊണ്ടിരിക്കുമ്പോൾ പാലക്കാട് ഒരു സ്കൂളിലുണ്ടായ ഒരു പ്രാദേശികപരമായിട്ടുണ്ടായ ഒരു സംഭവത്തെയാണ് ഇവരൊക്കെ ചൂണ്ടിക്കാട്ടുന്നത്. അത് അക്കാര്യത്തിൽ BJP സംസ്ഥാന അധ്യക്ഷൻ K. സുരേന്ദ്രൻ കൃത്യമായി ഇന്നലെ അവിടെ ബിഷപ്പിനെ കണ്ട ശേഷം, വയനാട് ബിഷപ്പിനെ കണ്ട ശേഷം അക്കാര്യത്തിൽ കൃത്യമായ മറുപടിയും പറഞ്ഞു. എന്തുകൊണ്ടാണ് BJP-യുടെ അല്ലെങ്കിൽ BJP മാത്രം ക്രൈസ്തവ പുരോഹിതരെ കാണുമ്പോൾ അത് വർഗീയമായി ഉയർത്തിക്കാട്ടപ്പെടുന്നത് എന്തുകൊണ്ടാണ്? രാധാകൃഷ്ണൻ, ഇത് ഇപ്പോൾ ഉണ്ടാവുന്ന ആരോപണങ്ങൾ, ഇത് ഇപ്പോൾ പെട്ടെന്നുണ്ടായ ആരോപണമോ പെട്ടെന്നുണ്ടായ ഒരു പ്രചരണ പരിപാടിയോ അല്ല. BJP-ക്കെതിരായിട്ട് ഭാരതീയ ജനതാ പാർട്ടിയുമായി ബന്ധപ്പെട്ട സംവിധാനം, ആ സംവിധാനം രൂപപ്പെട്ട കാലം മുതൽ കോൺഗ്രസും അതുമായി ബന്ധപ്പെട്ട ആളുകളും നടത്തി വരുന്ന പ്രചരണങ്ങളുടെ ഒരു തുടർച്ച എന്നതിനപ്പുറത്ത് ഇപ്പോൾ ഇവർ നടത്തുന്ന ഈ പ്രചരണത്തിന് ഒരർത്ഥവുമില്ല. ആകെയുണ്ടായ വ്യത്യാസം, ഇവര് പണ്ടുകാലം മുതൽ ഇങ്ങനെ BJP-യെയും സംഘപരിവാറിനെയും ഒക്കെ ക്രിസ്ത്യൻ വിരുദ്ധരാണ്, മുസ്ലിം വിരുദ്ധരാണ്, അവർക്കെല്ലാം എതിരാണ് എന്നൊക്കെ ഒരു ഭീതി പരത്തിയിട്ട് സമൂഹത്തിൽ മറ്റു വിഭാഗങ്ങളെ BJP-യിൽ നിന്ന് അകറ്റി നിർത്തിക്കൊണ്ട് തങ്ങളുടെ വോട്ട് ബാങ്കാക്കി നിലനിർത്തുന്ന ഒരു സമീപനമായിരുന്നു കാലങ്ങളായി ഈ കോൺഗ്രസ് പാർട്ടിയും ആ സ്വഭാവമുള്ള കക്ഷികളും കേരളത്തിലും ഭാരതത്തിലും എല്ലാം സ്വീകരിച്ചു വന്നിരുന്നു. അടുത്ത കാലത്ത് ഭാരതീയ ജനതാ പാർട്ടി അധികാരത്തിൽ വരുന്ന സമയത്തും ഇവരിതേ പ്രചരണം തന്നെ തുടർന്നു. BJP-യെ സംബന്ധിച്ചിടത്തോളം ഭരണത്തിൽ വന്നാലും ഭരണത്തിൽ വന്നില്ലെങ്കിലും
ഇവിടുത്തെ പൊതുസമൂഹത്തോട് ഒരേ സമീപനമുള്ള പാർട്ടിയാണ്. ഇപ്പൊ ഞാൻ ഇന്നലെ ഇവിടെ പുൽക്കൂട്ട് തകർത്തു അല്ലെങ്കിൽ ബിഷപ്പ് ഹൗസിൽ അങ്ങനെയാണ് എന്നൊക്കെ പറയുന്നു. ഇന്നലെ ഞാൻ വൈകുന്നേരം പങ്കെടുത്ത് ഒരു ബിഷപ്പിനെ കണ്ടത് കോട്ടയം ഭദ്രാസന ബിഷപ്പാണ്. അദ്ദേഹം യാക്കോബ സഭയുടെ കോട്ടയത്തെ ബിഷപ്പാണ്, തിമോത്തിയോസിൽ. ഞാൻ ഓർക്കുന്നു 25 വർഷം മുമ്പ് അടൽ ബിഹാരി വാജ്പേയി വന്നപ്പോ കുമരകത്ത് അദ്ദേഹത്തിന്റെ അധീനതയിലുള്ള പള്ളിയുടെ ഓഡിറ്റോറിയത്തിലാണ് അടൽജി പൊതു പരിപാടിയിൽ പങ്കെടുത്തത്. അടൽജിക്ക് പൊതുപരിപാടി നടത്താൻ അന്നത്തെ കാലത്ത് കുമരകത്ത് ഒരു സ്ഥലമില്ലാഞ്ഞിട്ട് ഞങ്ങൾ അദ്ദേഹത്തോട് അഭ്യർത്ഥിച്ചു. അദ്ദേഹവും അദ്ദേഹത്തിന്റെ ഇടവകയും പള്ളിയും എല്ലാം ഒരുമിച്ച് ആ കാര്യം വളരെ സന്തോഷപൂർവ്വം ആ പള്ളിയുടെ പാരിഷ് ഹാള് അതിനായി തുറന്നു വന്നു. അപ്പൊ ഇന്നലെ ഞാൻ അദ്ദേഹത്തെ പോയി കണ്ടപ്പോൾ അദ്ദേഹം അത് അനുസ്മരിച്ചു. ഞാൻ എന്റെ കൂടെ പാർട്ടിയുടെ ജില്ലാ ജനറൽ സെക്രട്ടറി ബിജുവും വൈസ് പ്രസിഡന്റ് ഭുവനേഷ് ജില്ലാ പ്രസിഡന്റ് അങ്ങനെയുള്ള ആളുകളുണ്ട്. അപ്പൊ ഞാൻ സൂചിപ്പിച്ചത് ഇത് ഒരു പെട്ടെന്ന് അടുത്ത കാലത്ത് ബിഷപ്പിനെ കാണാൻ വേണ്ടി BJP-ക്കാർ പോകുന്നു, ക്രിസ്ത്യൻ വീടുകളിൽ പോകുന്നു എന്നുള്ളതാണ്. BJP-യെ സംബന്ധിച്ച് എല്ലാ കാലത്തും ഈ സമൂഹത്തോടുള്ള സമീപനം ഇത് തന്നെയാണ്. എന്നാൽ ഇപ്പോ BJP ഭരണത്തിൽ വന്നപ്പോ നരേന്ദ്രമോദി പ്രധാനമന്ത്രിയായപ്പോ, അതിനു മുമ്പ് അടൽ ബിഹാരി വാജ്പേയി പ്രധാനമന്ത്രി ആയപ്പോഴും ഇതേ രീതിയിൽ എല്ലാ ആളുകളോടും ഒരുപോലെ ഇടപെട്ടിട്ടുണ്ട്. എല്ലാവർക്കും തുല്യമായി അവകാശം കൊടുത്തിട്ടുണ്ട്. ആരും പ്രധാനമന്ത്രിയോ അല്ലെങ്കിൽ ഭരണമോ ഇല്ലാത്ത കാലത്ത് മുരളി മനോഹർ ജോഷി ഈ കോട്ടയം അടക്കം തിരുവല്ല അടക്കം ഈ നാട്ടിലുള്ള സകല ബിഷപ്പ് ഹൗസുകളിലും അദ്ദേഹം ദേശീയ അധ്യക്ഷൻ എന്നുള്ള നിലയിൽ വന്നിട്ടുണ്ട്. അപ്പൊ ഇങ്ങനെ അടിസ്ഥാനപരമായി ക്രൈസ്തവ സമൂഹത്തോടും ഇതര സമാജത്തോടുമെല്ലാം തുല്യനീതിയും തുല്യ സമീപനവും സ്വീകരിക്കുന്ന ഭാരതീയ ജനതാ പാർട്ടി ഇന്ന് രാജ്യത്തെ ഭരണകക്ഷിയായി മാറിയപ്പോൾ കൂടുതൽ ഉത്തരവാദിത്തമുണ്ട്. എല്ലാ വിഭാഗം ജനങ്ങളോടും നീതി പുലർത്തുന്നു എന്ന് അവരെ കൂടി ബോധ്യപ്പെടുത്താനുള്ള ബാധ്യതയുണ്ട്. അപ്പോൾ എല്ലാ കാലത്തും ആ നീതി പുലർത്തുന്നുണ്ടെങ്കിലും അത് അവർക്ക് കൂടി ബോധ്യം വരുന്ന രീതിയിൽ അവരിലേക്ക് എത്തിക്കാൻ വേണ്ടിയുള്ള പരിശ്രമമാണ് ഇപ്പോ BJP പ്രവർത്തകർ, അതല്ലെങ്കിൽ നേതൃത്വം, ഗവൺമെന്റ്, ഇവരൊക്കെ കൂടുതൽ ഈ എല്ലാ വിഭാഗങ്ങളോടും കൂടുതൽ അടുപ്പത്തിൽ പ്രവർത്തിച്ചു തന്നെ അവർക്ക് അനുഭവപ്പെടുത്തുന്ന സമീപനം സ്വീകരിച്ചത്. അപ്പൊ ഇത് പെട്ടെന്ന് ഒരു സുപ്രഭാതത്തിൽ തുടങ്ങിയതല്ല. അടിസ്ഥാനപരമായ സമീപനത്തെ അധികാരത്തിന്റെ പശ്ചാത്തലത്തിൽ ജനങ്ങളിൽ, എല്ലാ വിഭാഗം ജനങ്ങളിലും കൂടുതൽ ബോധ്യപ്പെടുത്താനുള്ള പരിശ്രമത്തിന്റെ ഭാഗം കൂടിയാണ് BJP-യുടെ നേതാക്കൾ കേക്കുമായി അല്ലെങ്കിൽ ആശംസയുമായി വീടുകളിൽ പോകുന്നത്. പിന്നെ പുൽക്കൂട് എന്ന് പറയുന്നത് ഞാൻ മനസ്സിലാക്കുന്നത് പാലക്കാട് BJP ഓഫീസിലും കോട്ടയം BJP ഓഫീസിലും ഒക്കെ ഇപ്പൊ പുൽക്കൂട് ഉണ്ടാക്കിയിട്ടുണ്ട്. പുൽക്കൂട് നിർമ്മിച്ച്, കാരണം ക്രൈസ്തവ സമാജത്തിൽപ്പെട്ട ധാരാളം ആളുകൾ ഇന്ന് BJP-യുടെ പ്രവർത്തകരാണ്. കഴിഞ്ഞ കാലത്ത് BJP-യിൽ ക്രൈസ്തവ വിഭാഗത്തിൽപ്പെടുന്ന ആളുകളുടെ എണ്ണം ഒരുപാടുണ്ട് എന്നൊന്നും ഞാൻ അവകാശപ്പെടുന്നില്ല. പക്ഷെ ഇന്നിപ്പോ ചർച്ചയിൽ പറഞ്ഞ നമ്മുടെ കോൺഗ്രസിന്റെ നേതാവ് വിനോദം ഒക്കെ പരാമർശിച്ച, ഇപ്പോ ഇന്നലെ പ്രധാനമന്ത്രി പങ്കെടുത്ത പരിപാടി സംഘടിപ്പിച്ച ശ്രീ ജോർജ് കുര്യൻ, അദ്ദേഹമൊക്കെ എത്രയോ 80-ൽ BJP രൂപപ്പെട്ട കാലം മുതൽ ഭാരതീയ ജനതാ പാർട്ടിയുടെ ഭാഗമായി പ്രവർത്തിക്കുന്ന ആളുകളാണ്. ഇപ്പൊ ക്രൈസ്തവ സമാജത്തിൽപ്പെട്ട ആളുകൾ ഈ പാർട്ടി രൂപീകൃതമായ കാലം മുതൽ ഇതിനോടൊപ്പമുണ്ട്, ജനസംഘത്തിലുമുണ്ട്. പക്ഷെ ഇന്ന് ഭരണത്തിലുള്ളപ്പോ ആ വിഭാഗത്തിലും ഇതര വിഭാഗത്തിലും എല്ലാം പെട്ട ആളുകൾ ധാരാളമായി കൂടുതലായി BJP-യിലുണ്ട്. അപ്പൊ അവരെല്ലാം വന്നു ചേരുമ്പോ അവരെല്ലാം നടത്തുന്ന ആഘോഷങ്ങൾ കൂടുതൽ ഭംഗിയായി ഞങ്ങളുടെ സംഘടനാപരമായി സംഘടനയുടെ ഓഫീസിലും ഞങ്ങൾ ഒരുമിക്കുമ്പോഴും എല്ലാം സംഘടിപ്പിക്കേണ്ട ബാധ്യതയുണ്ട്. ആ ബാധ്യത ഏറ്റെടുത്തുകൊണ്ടാണ് ആ ആശംസകളും അതേപോലെ ആഘോഷങ്ങളും ഒക്കെ സംഘടിപ്പിക്കുന്നത്. ഇന്ന് കോട്ടയത്ത് BJP ഓഫീസിൽ ക്രിസ്മസ് ആഘോഷം ഉണ്ടായിരുന്നു, ന്യൂനപക്ഷ മോർച്ചയാണ് സംഘടിപ്പിച്ചത്. അപ്പൊ ന്യൂനപക്ഷ വിഭാഗങ്ങൾ ആ നിലയിൽ കൂടുതലായി വരുമ്പോൾ അത്തരം ആഘോഷങ്ങൾ സംഘടിപ്പിക്കുകയും കൂടുതൽ ന്യൂനപക്ഷങ്ങൾ BJP-യിലേക്ക് കടന്നു വരികയും ചെയ്യുമ്പോൾ അസ്വസ്ഥമാകുന്നത് അവരെ സ്ഥിരം വോട്ട് ബാങ്കായി നിലനിർത്താൻ ആഗ്രഹിച്ച ആ നിലയിൽ ഒരു കമ്പാർട്ട്മെന്റ് നിർമ്മിച്ച് അവരെ ചേർത്ത് പിടിച്ച് കൂട്ടിപ്പിടിച്ച് അടക്കിപ്പിടിച്ച് വെച്ചിരുന്ന കോൺഗ്രസിന്, ആ കോൺഗ്രസുമായി ബന്ധപ്പെട്ട രാഷ്ട്രീയത്തിന് അവർക്കിപ്പോ ഒരുപാട് അസ്വസ്ഥത ഉണ്ടായിട്ടുണ്ട്. ആ അസ്വസ്ഥതയാണ് ആ കോൺഗ്രസിന്റെ സ്വഭാവമുള്ള ആളുകള് ഇപ്പൊ ക്രൈസ്തവ സഭ ഇപ്പോ സമാജത്തിന്റെ ഭാഗമാണ്. പിതാക്കന്മാരായാലും അച്ഛന്മാരായാലും ക്രൈസ്തവ വിഭാഗമായാലും മുസ്ലിം വിഭാഗമായാലും ഇമാംമാരായാലും എല്ലാവരും
അപ്പൊ ആ സമാജത്തിന്റെ ഉള്ളിൽ വരുന്ന ആ വിഭാഗത്തിൽ എല്ലാ ആളുകൾക്കും അവരവരുടേതായ അഭിപ്രായം പറയാനുള്ള അവകാശമുണ്ട്. അവരവരുടേതായ നിലപാടുകൾ ഉണ്ടാവും. അവർക്കൊക്കെ അത് പറയാനുള്ള അവകാശം. അവർ വ്യത്യസ്ത അഭിപ്രായങ്ങൾ പ്രകടിപ്പിക്കുന്നുണ്ടാവും. അതിലൊന്നും തെറ്റില്ല. പക്ഷെ ഗവൺമെന്റിനെ സംബന്ധിച്ച്, അതുപോലെ ഭരണം നടത്തുന്ന രാഷ്ട്രീയ പാർട്ടി എന്നുള്ള നിലയിൽ BJPയെ സംബന്ധിച്ച് ഈ നിലയിൽ എല്ലാ വിഭാഗത്തോടും ഒരേ സമീപനം സ്വീകരിക്കുന്നതിന്റെ തുടർച്ചയായി ക്രൈസ്തവ വിഭാഗത്തെ, പ്രത്യേകിച്ച് നരേന്ദ്രമോദിയുടെ ഭരണം ഈ പ്രാവശ്യം കഴിഞ്ഞ 10 വർഷമായി തുടരുന്ന ആ ഭരണത്തിന്റെ ഭാഗമായി കൂടുതൽ ഉത്തരവാദിത്തത്തോടെ പ്രവർത്തിക്കാൻ ആരംഭിച്ചപ്പോ ആളുകളുമായി ചേർന്ന് ക്രൈസ്തവ ഭവനങ്ങളിലേക്ക് വരെ BJP ക്രിസ്മസ് കാലത്ത് കടന്നു ചെല്ലാൻ, ആ മെസ്സേജ് എത്തിക്കാൻ അവര് BJPയെ കുറിച്ച് കോൺഗ്രസുകാരും മറ്റുള്ളവരും ഉണ്ടാക്കിയിരുന്ന ഭീതി, ആ ഭീതിയിൽ അർത്ഥമില്ല എന്ന് തിരിച്ചറിഞ്ഞുകൊണ്ട് BJPയുടെ ഭാഗത്തേക്ക് ചേർന്ന് നിൽക്കാൻ, അതിനെല്ലാം ബിഷപ്പുമാരും പിതാക്കന്മാര് അടക്കം എല്ലാ വിഭാഗം ആളുകളും കടന്നു വരുന്ന ഒരു സാഹചര്യം. അതേപോലെ ഇപ്പൊ പാലാ ബിഷപ്പിനെ അടക്കം ആക്രമിക്കാൻ വേണ്ടി തീവ്രവാദികൾ തയ്യാറാകുമ്പോൾ അതിനെല്ലാം എതിരെ ഒരക്ഷരം ഉരിയാടാനുള്ള ശക്തിയില്ലാതെ നിലപാടെടുത്ത ആളുകളുണ്ട്. സഭയ്ക്കുള്ളിൽ തന്നെയുണ്ട്, സഭയ്ക്ക് പുറത്ത് രാഷ്ട്രീയ പാർട്ടി എന്നുള്ള നിലയിൽ ഈ പറയുന്ന കോൺഗ്രസിന്റെ നേതാവ് VD സതീശൻ അവരൊക്കെ അതെന്തോ പിതാവിന്റെ കുഴപ്പം കൊണ്ടുണ്ടായതാണ് എന്നാണ് അന്ന് പ്രചരിപ്പിച്ചത്. അത്തരം പ്രചാരണങ്ങളൊക്കെ നമ്മുടെ കയ്യിലുണ്ട്. ഭരണകർത്താക്കളായിട്ടുള്ള പിണറായി വിജയനും MA ബേബിയും ഒക്കെ എന്തൊക്കെയാണ് വൈദികരെ പറഞ്ഞത് അടക്കമുള്ള അതൊക്കെ ഏത് കൊച്ചുകുട്ടിക്കും അറിയാവുന്നതാണ്. നമുക്ക് അതെ, അത് തന്നെ ആക്ഷേപിച്ച് അതിരൂപത എന്ന് പറഞ്ഞത് MA ബേബിയാണ്. അപ്പൊ ഇങ്ങനെയൊക്കെയുള്ള പ്രസ്താവനകൾ ആരും മറക്കാതെ ഉണ്ട്. ക്രൈസ്തവ സംഘടനയുടെ പ്രതിനിധിയും ഈ ചർച്ചയിലുണ്ട്. നമുക്ക് അദ്ദേഹത്തിലേക്ക് വരേണ്ടതുണ്ട്. കാസയുടെ പ്രതിനിധിയുണ്ട്. ക്രൈസ്തവ സംഘടനയായ കാസയുടെ പ്രതിനിധി ശ്രീ കെവിൻ പീറ്റർ പങ്കെടുക്കുന്നു. ശ്രീ കെവിൻ പീറ്റർ, നമ്മൾ കണ്ടതാണ് കേട്ടതാണ് പ്രധാനമന്ത്രി വൈദിക ശ്രേഷ്ഠർ സംഘടിപ്പിച്ച പ്രധാനപ്പെട്ട ക്രിസ്മസ് ആഘോഷത്തിൽ പങ്കെടുക്കുന്നതും അദ്ദേഹം ആ ചടങ്ങിൽ സമ്പൂർണ്ണമായി പങ്കെടുത്തുകൊണ്ട് അതിൽ സംസാരിക്കുന്നതും അദ്ദേഹം നൽകിയ സന്ദേശവും ഒക്കെ കേട്ടതാണ്. ഇതിൽ എന്തെങ്കിലും രാഷ്ട്രീയമുണ്ടോ? അല്ലെങ്കിൽ ഇത് ക്രൈസ്തവരെ സംബന്ധിച്ച് രാജ്യം ഭരിക്കുന്ന ഒരു രാജ്യത്തെ പ്രധാനമന്ത്രി അവരുടെ ആഘോഷത്തിൽ, അവരുടെ ഏറ്റവും പ്രധാനപ്പെട്ട മതപരമായി അവരുടെ വിശ്വാസത്തിൽ ഏറ്റവും കത്തിജ്വലിച്ച് നിൽക്കുന്ന ഒരു പ്രധാനപ്പെട്ട ആഘോഷത്തിൽ പങ്കെടുത്ത് നിങ്ങൾക്കൊപ്പമുണ്ട്, രാജ്യം എല്ലാവരുടെയും സുരക്ഷയാണ് ആഗ്രഹിക്കുന്നത്, യേശുദേവൻ്റെ സന്ദേശം നമുക്ക് ഒന്നിച്ച് കൈപിടിച്ച് മുന്നോട്ട് കൊണ്ടുപോകാം എന്ന് പ്രധാനമന്ത്രി പറയുമ്പോൾ അതിൽ എന്തെങ്കിലും സംശയം കാണേണ്ട കാര്യമുണ്ടോ ശ്രീ കെവിൻ പീറ്റർ? ഞാൻ പറയുന്ന കേൾക്കാവല്ലോ അല്ലേ? കേൾക്കാം. അത്യുന്നതങ്ങളിൽ ദൈവത്തിന് മഹത്വം, ഭൂമിയിൽ സന്മനസ്സുള്ളവർക്ക് സമാധാനം. ജനം TV ടീമിനും ചർച്ചയിൽ പങ്കെടുക്കുന്നവർക്കും ചർച്ച കണ്ടിരിക്കുന്ന പ്രേക്ഷകർക്കും എന്റെ ക്രിസ്മസ് ആശംസ. ഞാൻ ഈ പറഞ്ഞ വാക്കിൽ സന്മനസ്സുള്ളവർക്ക് സമാധാനം എന്നാണ് പറയുന്നത്. അതായത് സന്മനസ്സില്ലാത്തവർക്ക് ഈ ക്രിസ്മസ് ദിനത്തിലും അസംതൃപ്തിയും അസമാധാനവും ഉണ്ടാകുക സ്വാഭാവികമാണ്. അപ്പൊ അത് നമുക്ക് ആരെയും കുറ്റം പറയാൻ പറ്റില്ല. ഇപ്പൊ ഒരു രാജ്യത്തിന്റെ നിലപാട് എന്ന് പറയുന്നത് അത് പ്രധാനമന്ത്രിയുടെ നിലപാടാണ്. പ്രധാനമന്ത്രി BJP എന്ന് പറയുന്ന ഭരണകക്ഷിയുടെ ഏറ്റവും പ്രധാന ഉയർന്ന നേതാവുമാണ്. ഇപ്പൊ BJPയുടെയും ഭരണകൂടത്തിന്റെയും നിലപാടാണ് പ്രധാനമന്ത്രി അദ്ദേഹം അധികാരത്തിലിരുന്ന ഈ 15ാമത്തെ ടൈമിലും കാണിക്കുന്നത്. അതുതന്നെയാണ് ക്രൈസ്തവരെ ചേർത്ത് പിടിക്കുന്ന നിലപാടാണ് ഇതുവരെ ശ്രീ നരേന്ദ്രമോദി എടുത്തിട്ടുള്ളത്. അത് തന്നെയാണ് ഇപ്പോൾ കണ്ടതും. അപ്പോൾ അതിൽ ഒരു രാഷ്ട്രീയവും കാണേണ്ട കാര്യമില്ല. രാജ്യം ഭരിക്കുന്നവരുടെയും നിലപാടാണ് പ്രധാനമന്ത്രിയെ കാണിച്ചിരിക്കുന്നത്. ക്രൈസ്തവ സമുദായത്തെ ചേർത്ത് നിർത്തുക എന്നുള്ളതാണ്. അപ്പൊ അതിലും ഈ ലോക്കൽ പ്രശ്നങ്ങളുടെ പേരിൽ തെറ്റിദ്ധാരണയും പ്രശ്നങ്ങളും ഉണ്ടാക്കി അതിലും രാഷ്ട്രീയം കലർത്തുന്നവരുടെ ലക്ഷ്യം സമാധാനമൊന്നുമല്ല. അവർക്ക് ഈ രാജ്യത്ത് കിട്ടുന്ന ഏതൊരു അവസരത്തിലും അസ്ഥിരതയും അസംതൃപ്തിയും പ്രശ്നങ്ങളും ഉണ്ടാക്കുക എന്നുള്ളതാണ്. അത് തെറ്റിദ്ധാരണ ഉണ്ടാക്കുന്നത് രാഹുൽ ഗാന്ധി മുതൽ ഇപ്പോൾ നമ്മളോട് സംസാരിച്ച എന്റെ പ്രിയപ്പെട്ട സ്നേഹിതനായ വസന്ത് സിറിയക്ക് ഉൾപ്പെടെയുള്ളവർ അത് തന്നെയാണ്, തെറ്റിദ്ധാരണ തന്നെയാണ് പുലർത്തുന്നത്. അപ്പൊ ഇത് ഈ ലോക്കൽ പ്രശ്നങ്ങളുടെ പേരിലാണ് ഈ ചെയ്യുന്നതല്ല. അല്ലാതെ ഇത് രാജ്യത്തിന്റെ പ്രധാനമന്ത്രിയുടെ നിലപാടിനെതിരെയുള്ള അദ്ദേഹം പങ്കെടുത്തതിലുള്ള മറ്റ് കാര്യങ്ങൾ കൊണ്ടല്ല ഇത് കാണിക്കുന്നത്. ഇപ്പോൾ ഇദ്ദേഹം പറഞ്ഞു, മൈക്കൽ സാറ്, മോഹൻ വർഗീസ് സാറും സൂചിപ്പിച്ചു, വസന്തും സൂചിപ്പിച്ചു യൂഹാനോൻ മാർ മിലിത്തിയോസിനെ കുറിച്ച്. ആരാണ് യൂഹാനോൻ മാർ മിലിത്തിയോസ്?
യാക്കോബ സഭയെ പറ്റിച്ച് മറുകണ്ഠം ചാടിയ ഒരു തിരുമേനി. ഏത് ക്രൈസ്തവർക്ക് ഏതൊരു വിഷയം ഉണ്ടായാലും പൊളിറ്റിക്കൽ ഇസ്ലാം എപ്പോഴെങ്കിലും പ്രതിരോധത്തിലാകുന്നു, ആ സമയത്ത് സ്വന്തം സമുദായത്തെ പിന്നിൽ നിന്നും കുത്തിക്കൊണ്ട് എത്തുന്ന ഒരു ക്രൈസ്തവ സമുദായത്തിലെ സന്ദീപാനന്ദഗിരി അഥവാ ശിവസ്വാമിയാണ് ഈ യൂഹാനോന്മാർ മിലിത്തിയോസ്. അദ്ദേഹം ലവ് ജിഹാദ് ഇല്ല എന്ന് പറഞ്ഞ വ്യക്തിയാണ്. ക്രിസ്ത്യാനികൾക്ക് സംവരണത്തിന്റെ ആവശ്യമില്ല എന്ന് പറഞ്ഞ വ്യക്തിയാണ്. ഏറ്റവും അവസാനം ഹമാസിനെ ന്യായീകരിച്ചുകൊണ്ട് അവരെ വെള്ളപൂശാനായി രംഗത്തെത്തിയ ഒരു വ്യക്തിയാണ്. അപ്പൊ അദ്ദേഹം പ്രസ്താവനയെ ഉച്ചത്തോടു കൂടി തള്ളിക്കളയുകയാണ്. അദ്ദേഹത്തിന്റെ ആ പ്രസ്താവനയെ വളരെ പുച്ഛത്തോടുകൂടി തള്ളിക്കളയും. അദ്ദേഹം ഇത് ആദ്യമായിട്ടൊന്നുമല്ല. ക്രൈസ്തവ സമുദായം ഏതൊക്കെ വിഷയങ്ങളിൽ അതിന്റെ പ്രതിസ്ഥാനത്ത് വരുന്നത് മുസ്ലിം സമുദായത്തിലെ മതമൗലികവാദികളാണോ ഉടനെ അവരുടെ രക്ഷയ്ക്ക് വേണ്ടി എത്തുന്ന വ്യക്തിയാണ്. അപ്പൊ അതുകൊണ്ട് അദ്ദേഹത്തിന്റെ കാര്യങ്ങളൊന്നും ഇതിനകത്തേക്ക് വലിച്ചടിച്ച് വലിയ ഒരു സംഭവമാക്കി എടുത്തു കാണിക്കുന്നുണ്ട്. പിന്നെ മറ്റൊന്ന് കാണുന്നത്, ഇപ്പോൾ ആൻഡ്രൂസ് താഴത്തെ പിതാവ് ഇന്ന് മാധ്യമങ്ങളോട് പ്രധാനമന്ത്രി വന്നതിനെ കുറിച്ച് വിശദീകരിക്കേണ്ട അവസ്ഥ വന്നു. എന്താണ് ഒരു സമുദായത്തിലെ മതമേലധ്യക്ഷത എന്തുകൊണ്ടാണ് രാജ്യത്തിന്റെ പ്രധാനമന്ത്രിയെ ക്ഷണിച്ചതെന്നും അവിടെ എന്താണ് സംഭവിച്ചതെന്നും മാധ്യമങ്ങളോടും മറ്റു മതസ്ഥരോടും വിശദീകരിക്കേണ്ട ആവശ്യം എന്താണ്? അത് തുറന്നു കാണിക്കുന്നത് അത്ര ഒരു അവസ്ഥയിൽ എത്തി നിൽക്കുന്നു ഈ കേരളം എന്നുള്ളതാണ്. അല്ലെങ്കിൽ എന്തിനാണ് ആൻഡ്രൂസ് താഴത്തെ പിതാവിന് വിശദീകരണം കൊടുക്കേണ്ട ആവശ്യം? രാജ്യത്തെ എല്ലാ വിഭാഗം ജനങ്ങളുടെ എല്ലാ ആഘോഷങ്ങളും പങ്കെടുക്കുന്ന പ്രധാനമന്ത്രി ക്രൈസ്തവ സമുദായത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ആഘോഷത്തിൽ വന്ന് പങ്കെടുത്തു. അദ്ദേഹം പൂർണ്ണ മനസ്സോടെ പൂർണ്ണമായി തന്നെ അതിൽ ഉൾക്കൊണ്ട് അതിലെല്ലാ കാര്യങ്ങളും ചെയ്തു. അതിന്റെ വിശദീകരണം കൊടുക്കേണ്ട ആവശ്യം എന്താണ്? അപ്പൊ അത്തരം ഒരു അവസ്ഥയിലേക്ക് എത്തി നിൽക്കുകയാണ് ഈ കേരളത്തിലെ സ്ഥിതി എന്നുള്ളത്. എന്തെങ്കിലും ഒരു രാജ്യത്തിന്റെ പ്രധാനമന്ത്രിയെ കണ്ടാൽ കൂടി അത് എന്തിനു വേണ്ടിയിട്ടാണെന്ന് മറ്റുള്ളവരോട് വിശദീകരിക്കേണ്ട അവസ്ഥയാണ്. അപ്പൊ ഇദ്ദേഹം ഈ വസന്ത് സിറിയക്ക് പറഞ്ഞ ഒത്തിരി തെറ്റിദ്ധരിപ്പിക്കുന്ന കാര്യങ്ങളുണ്ട്. അദ്ദേഹം മധ്യപ്രദേശിലെ കാര്യത്തെക്കുറിച്ച് പറയുകയുണ്ടായി. മധ്യപ്രദേശിൽ എന്താ പ്രശ്നം? മധ്യപ്രദേശിൽ മാതൃകാപരമായ ഇതാണ്. ഇവിടുത്തെ രാജ്യത്തെ അവസ്ഥ എന്ന് പറയുന്നത് ഏതൊരു ചെറിയൊരു വിഷയത്തിന്റെ കിട്ടുന്നത് പോലും അത് ഊതിപ്പെരിപ്പിച്ച് വർഗീയത ഉണ്ടാക്കി രാജ്യത്തെ അസ്ഥിരത ഉണ്ടാക്കുക എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ ആ സ്കൂളുകളിൽ കഴിഞ്ഞ വർഷവും ഉണ്ടായിരുന്നത് നല്ലൊരു കാര്യമാണ്. ആ കാര്യം എന്ന് പറയുന്നത് രക്ഷിതാക്കളുടെ സമ്മതപത്രം വാങ്ങിക്കൊണ്ട് വന്നാൽ ക്രൈസ്തവരല്ലാത്ത കുട്ടികൾ ക്രിസ്മസ് ആഘോഷങ്ങളിൽ പങ്കെടുക്കണമെന്നുണ്ടെങ്കിൽ മാതാപിതാക്കളുടെ സമ്മതപത്രമായിട്ട് വന്നിരുന്നോ മാത്രം പങ്കെടുത്തുകൊള്ളുക. ഇത് ആരെയും ഇല്ലാതെ എല്ലാ കുട്ടികളെയും വെച്ച് പങ്കെടുത്തു കഴിയുമ്പോൾ ഏതെങ്കിലും ഒരു മുസ്ലിം മതസ്ഥൻ വരുന്നു, എന്നോട് ചോദിക്കാതെ എന്റെ വിശ്വാസത്തിന് എതിരായിട്ട് നിൽക്കുന്ന മറ്റൊരു വിശ്വാസത്തിന്റെ ഇതിൽ എന്റെ മകനെ പങ്കെടുപ്പിച്ചു, അല്ലെ മകളെ പങ്കെടുപ്പിച്ചു, അല്ലെങ്കിൽ ഹൈന്ദവ വിശ്വാസി വരുന്നു എന്റെ മകനെ മറ്റൊരു സാന്താക്ലോസിന്റെ വേഷം ധരിപ്പിച്ച് ക്രിസ്മസ് ആഘോഷത്തിൽ പങ്കെടുത്തു എന്ന് പറയും. അങ്ങനെ ഒരു പ്രശ്നങ്ങളുടെ ആവശ്യമില്ല. അതുകൊണ്ട് വളരെ മാതൃകാപരമാണ്. ഇന്നത്തെ രാജ്യത്തിന്റെ അവസ്ഥയിൽ ഏതൊരു ചെറിയ വിഷയം ഊതിപ്പെരിച്ച് വർഗീയ കലാപം ഉണ്ടാക്കാൻ രാജ്യത്തിലെ ശത്രുക്കൾ ഈ രാജ്യത്തിനുള്ളിൽ സർവ്വതും നിർത്തി പണിയെടുക്കുന്ന അവസ്ഥയിൽ അത്തരത്തിലൊരു ലെറ്റർ വളരെ നല്ലതാണ്. അതിന്റെ അടിസ്ഥാനത്തിൽ ഇടയ്ക്ക് കയറരുത്. ഞാൻ താങ്കൾ പറഞ്ഞപ്പോൾ ഞാൻ ഇടയ്ക്ക് കയറിയില്ല. വസന്ത് ഇടയ്ക്ക് കയറും. വസന്ത് ഇടയ്ക്ക് കയറും. ഞാൻ പറഞ്ഞു കഴിയട്ടെ. കുട്ടികൾക്ക് എക്സെപ്ഷൻ ഇല്ല ശ്രീ കെവിൻ പീറ്റർ. ഇല്ല, ഏത് കുട്ടികളായിക്കൊള്ളട്ടെ ക്രിസ്ത്യൻ സമുദായത്തിൽ തന്നെ കരോൾ ആഘോഷിക്കാത്ത പ്രൊട്ടസ്റ്റന്റ് വിഭാഗങ്ങൾ താങ്കൾ ഇടയ്ക്ക് കയറരുത്. താങ്കൾ ഇടയ്ക്ക് കയറിയാൽ താങ്കൾ സംസാരിക്കുമ്പോൾ ഞാനും കൗണ്ടർ ചെയ്യും. താങ്കൾ ഇടയ്ക്ക് കയറിയാൽ അതുപോലെ തന്നെ ഞാൻ ഇല്ല. താങ്കൾക്ക് ഇത്ര അസംഷണൽ എന്താണ്? ഞാൻ സത്യങ്ങൾ തിരിച്ചു പറയുമ്പോൾ താങ്കൾ ഇടയ്ക്ക് കയറുന്നു. അങ്ങേക്ക് ഖണ്ഡിക്കാം. അദ്ദേഹം പറയട്ടെ. ഞാൻ പറയുമ്പോൾ ഇടയ്ക്ക് കയറരുത്. ഇപ്പോൾ അദ്ദേഹം പറഞ്ഞു ക്രിസ്ത്യൻ കുട്ടികൾ ഉൾപ്പെടെയുള്ളവർ ലെറ്റർ മേടിച്ചുകൊണ്ട് വരണമെന്ന് പറഞ്ഞു. ശരിയായിരിക്കാം. എന്തുകൊണ്ടാണ് ക്രിസ്ത്യൻ സമുദായത്തിൽ പ്രൊട്ടസ്റ്റന്റ് വിഭാഗങ്ങളിൽ ഈ കരോളും പുൽക്കൂട്ടൊന്നും വെക്കാത്ത ആൾക്കാരുണ്ട്. അപ്പൊ അവരുടെ കൂടെ മക്കളുടെ കൺസെന്റ് മേടിച്ചുകൊണ്ട് വരണമെന്ന് പറഞ്ഞില്ല. എന്തെങ്കിലും തെറ്റ്? ഒരു തെറ്റുമില്ല വസന്ത്. ഇങ്ങനെയൊന്നും പറഞ്ഞു പോകല്ലേ. അതുപോലെ തന്നെ വസന്ത് മറ്റൊരു കാര്യം പറഞ്ഞു. പീറ്റർ മെച്ചറോയുടെ കാര്യം പറഞ്ഞു. പീറ്റർ മെച്ചറോ ആരാണ്? രാജ്യം നിരോധിക്കപ്പെട്ട പോപ്പുലർ ഫ്രണ്ട് ഓഫ് ഇന്ത്യ എന്ന് പറയുന്ന രാഷ്ട്രീയകാര്യ സംഘടനയായ SDPയുടെ എടുത്ത് കന്യാസ്ത്രീകളുടെ കയ്യിൽ കൊടുത്ത് ആ രാജ്യദ്രോഹികളുമായിട്ട് ഒരു ലെഫ്റ്റിസ്റ്റ് ആയിട്ടുള്ള ഒരു ബിഷപ്പാണ് പീറ്റർ മെച്ചറോ. അപ്പൊ അദ്ദേഹം ക്രൈസ്തവ സമുദായത്തിന്റെ പ്രതിനിധിയൊന്നുമല്ല. ഇവിടെ നമ്മൾ വീഡിയോ സന്ദർഭത്തിൽ കണ്ടതാണ്. ഇവിടുത്തെ പോപ്പുലർ ഫ്രണ്ട് ഓഫ് ഇന്ത്യയുടെ ആളുകളെ വിളിച്ചു വരുത്തിയിട്ട് സ്വീകരിച്ചു. സ്വീകരിച്ച ആൾ ഉൾപ്പെടെ ഇന്ന് തീഹാർ ജയിലിൽ കിടക്കുകയാണ്. ആ സമരത്തിന് പേര് വീണത് രാജ്യദ്രോഹികളുടെ സമരം എന്നായിരുന്നു. അതുപോലെ തന്നെ നാളെ പീറ്റർ മെച്ചറുടെ പേരിലും ഇതുപോലെ രാജ്യദ്രോഹ ആരോപണങ്ങൾ വരാൻ സാധ്യതയുണ്ട്. അപ്പോൾ അത്തരം SDP പോലുള്ള രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളുമായി സഹകരിക്കുന്ന പീറ്റർ മെച്ചറോയൊന്നും ക്രൈസ്തവ സമുദായത്തിന്റെ പ്രതിനിധിയൊന്നുമില്ല. അതൊന്നും പറഞ്ഞിട്ട് പറയേണ്ട കാര്യമില്ല. അടുത്തത് മറ്റൊരു കാര്യം അദ്ദേഹം പറഞ്ഞു. ടോൾ ഫ്രീ നമ്പറിൽ യുണൈറ്റഡ് ക്രിസ്ത്യൻ ഫെഡറേഷൻ UCF കുറിച്ച് പറഞ്ഞു. ആരാണ് UCF?
ഏതാണ് UCF എന്ന് പറയുന്ന സംഘടന? ജോൺ ദയാൽ എന്ന് പറയുന്നതും മൈക്കിൾ എന്ന് പറയുന്നതുമായിട്ടുള്ള ഇടതുപക്ഷ അർബൻ നക്സലുകൾ കൂടെ ചേർന്നിട്ടുള്ള രാജ്യദ്രോഹ സംഘടനകളുമായി ചേർന്ന് പ്രവർത്തിക്കുന്ന ഒരു പ്രസ്ഥാനമാണ് യുണൈറ്റഡ് ക്രിസ്ത്യൻ ഫെഡറേഷൻ, UCF. അവരുടെ ടോൾ ഫ്രീ നമ്പറിൽ വന്നിട്ടുള്ള പരാതികളുടെ അടിസ്ഥാനത്തിലാണ് ആ കണക്കുകൾ വന്നിട്ടുള്ളത്. ജോൺ ദയാൽ എന്ന് പറയുന്ന വ്യക്തി ഇപ്പോൾ അകത്ത് കിടക്കുന്ന പോപ്പുലർ ഫ്രണ്ട് ഓഫ് ഇന്ത്യയുടെ അകത്ത് കിടക്കുന്ന കോയ പ്രസിഡന്റ് ആയിട്ടുള്ള ഒരു മനുഷ്യാവകാശ സംഘടനയിലെ വൈസ് പ്രസിഡന്റ് ആണ്. പല രാജ്യം ഉണ്ടായിട്ടുള്ള കർഷക സമരമാകട്ടെ, CA വിരുദ്ധ സമരമാകട്ടെ, മറ്റ് പ്രധാനപ്പെട്ട സമരമാകട്ടെ, ഈ സമരങ്ങളിലെല്ലാം മറ്റ് രാജ്യദ്രോഹ സംഘടനകൾക്കൊപ്പം അർബൻ നക്സലുകൾക്കൊപ്പം വേദി പങ്കിടുകയും സമരങ്ങളിൽ പങ്കെടുക്കുകയും ചെയ്തിട്ടുള്ള ആളാണ് ജോൺ ദയാലും മൈക്കിളും. അവർ പ്രതിനിധീകരിക്കുന്ന യുണൈറ്റഡ് ക്രിസ്ത്യൻ ഫോറം എന്ന ക്രൈസ്തവരുടെ മേലെ കൊണ്ട് വെക്കാൻ വേണ്ടിയിട്ട് വസന്ത് തെങ്ങമ്പള്ളി തിരികെ ശ്രമിക്കേണ്ട ആവശ്യമില്ല. ഞാൻ അടുത്തതിലേക്ക് വരാം. മറ്റൊരു കാര്യം കൂടെ പറഞ്ഞുകൊള്ളട്ടെ. വേറൊരു കാര്യം അദ്ദേഹം പറഞ്ഞു, ഇവിടുത്തെ പുൽക്കൂട് തകർത്ത വിവരത്തെ കുറിച്ച് പറഞ്ഞു. എന്താണ് പാലക്കാട് സംഭവിച്ചത് എന്ന് വളരെ വ്യക്തമായി വിവരങ്ങൾ പുറത്തു വന്നു കഴിഞ്ഞു. പക്ഷെ അത് തെറ്റിദ്ധരിപ്പിക്കാനുള്ള ശ്രമമാണ്. കൃത്യമായി അവിടെ സംഭവിച്ചത് രാഷ്ട്രീയവും പോലീസും ചേർന്നിട്ടുള്ള കളി മാത്രമായിരുന്നു. അവിടെ സംഭവിച്ചത് എന്താണെന്ന് വളരെ വ്യക്തമായി വന്നു കഴിഞ്ഞു. പക്ഷെ ഈ കേരളത്തിലെ എന്തിനേയും വിവാദമാക്കി മാറ്റാൻ ശ്രമിക്കുന്ന ഇത്തരം ഒരു സവിശേഷ സാഹചര്യം, ഏത് കാര്യത്തിലും വർഗീയത കുത്തിക്കയറ്റിക്കൊണ്ട് രാഷ്ട്രീയ മുതലെടുപ്പിന് വേണ്ടി ശ്രമിക്കുന്ന ഒരു സാഹചര്യം നിലനിൽക്കെ ആ VHPയുടെ പ്രവർത്തകർ കാണിച്ചത് സമ്പൂർണ്ണമായ വിഡ്ഢിത്തരമായിരുന്നു. അതൊരിക്കലും പാടില്ലാത്തതായിരുന്നു. സംഘടനാ നേതൃത്വം ശ്രീ കെവിൻ പീറ്റർ അത് സംഘടനാ നേതൃത്വം തള്ളി പറഞ്ഞിട്ടുമുണ്ട്. സംഘടനയുടെ പ്രധാനപ്പെട്ട നേതാക്കൾ എല്ലാം അക്കാര്യം തള്ളി പറഞ്ഞിട്ടുമുണ്ട്. നമുക്ക് കെവിൻ പീറ്ററിലേക്ക് വരാം. തീർച്ചയായിട്ടും അല്ല ഞാൻ പറഞ്ഞ് അവസാനിപ്പിച്ചുകൊള്ളട്ടെ. എനിക്ക് വസന്തിനോട് പറയാനുള്ളത് പറഞ്ഞ് അവസാനിപ്പിച്ചുകൊള്ളട്ടെ. അത് കഴിഞ്ഞിട്ട് എനിക്ക് അടുത്ത ആളിലേക്ക് പോയിക്കോളൂ. ഞാൻ 3 പേര് പറഞ്ഞപ്പോൾ ക്ഷമാപൂർവ്വം കേട്ടിരുന്ന ആളാണ്. അപ്പോൾ ഇപ്പൊ ഇതിന്റെ പേരിൽ കരോൾ സംഘടിപ്പിക്കുന്ന DYFIക്കാരോടും യൂത്ത് കോൺഗ്രസ്സുകാരോടും വസന്ത് ഉൾപ്പെടെയുള്ള യൂത്ത് കോൺഗ്രസ്സുകാരോടും എനിക്ക് ചോദിക്കാനുള്ളത്, നിങ്ങൾ കഴിഞ്ഞ അങ്ങേ വർഷം കാസർഗോഡ് മുസ്തഫ എന്ന് പറയുന്ന ഒരു മതഭ്രാന്തൻ അവിടുത്തെ കമ്മ്യൂണിറ്റി ഹെൽത്ത് സെന്ററിൽ ഇരുന്ന പുൽക്കൂട് എടുത്തുകൊണ്ടുപോയി അതിൽ തിരുസ്വരൂപങ്ങൾ ഉൾപ്പെടെ തോട്ടിലെറിഞ്ഞു. നിങ്ങൾ അങ്ങോട്ട് പ്രതിഷേധിച്ചോ? ആ പുൽക്കൂട് കൊണ്ട് പുനഃസ്ഥാപിച്ചോ? അവിടെ നിങ്ങൾ ചെയ്തില്ലല്ലോ, നിങ്ങൾ അനങ്ങിയില്ലല്ലോ. അതേ മുസ്തഫ ഏതാനും മാസങ്ങൾക്ക് ശേഷം വിശുദ്ധ ബൈബിൾ ഡീസൽ ഒഴിച്ച് കത്തിച്ചു. നിങ്ങൾ പ്രതികരിച്ചില്ലല്ലോ. ഏതാനും ആഴ്ചകൾക്ക് മുമ്പ് തലശ്ശേരി രൂപതയിൽ ഒരു പള്ളിയിൽ നിസ്കരിക്കാൻ ഇടം കൊടുക്കാത്തതിന്റെ പേരിൽ കന്യാസ്ത്രീകളെ ഭീഷണിപ്പെടുത്തുകയും അവരെ അസഭ്യം പറയുകയും ചെയ്തു. അവിടെ കുമ്പസാരെ കൊടുക്കുന്ന വിശുദ്ധ ഉറാറയെടുത്ത് കക്കൂസ് എറിഞ്ഞു. നിങ്ങൾ പ്രതികരിച്ചോ? ഇല്ലല്ലോ. അപ്പൊ ഈ കിട്ടുന്ന അവസരത്തിൽ നിങ്ങൾ രാഷ്ട്രീയ മുതലെടുപ്പിന് വേണ്ടിയിട്ടല്ലേ പാലക്കാട് നിങ്ങൾ കരോള് കളിക്കാൻ പോയത്? ഞാൻ മറ്റു സ്ഥലം കൂടെ പറയാം. കൽപ്പറ്റയ്ക്കടുത്ത് പനമരം എന്ന് പറയുന്ന സ്ഥലത്ത്, വയനാട് ജില്ലയിലെ കൽപ്പറ്റയ്ക്കടുത്ത് പനമരം എന്ന് പറയുന്ന സ്ഥലത്ത് 4 ദിവസത്തിന് മുൻപ് അവിടുത്തെ കോപ്പറേറ്റീവ് ബാങ്കിൽ ഇരുന്ന്, അവിടെ കോപ്പറേറ്റീവ് ബാങ്ക് ഭരിക്കുന്നത് UDF ആണ്. UDFന്റെയും കൂടെ മാറിയാണ് അവിടുത്തെ നേതൃത്വം കൈയാളുന്നത്. ഈ പറയുന്ന പനമരത്തെ കോപ്പറേറ്റീവ് ബാങ്കിൽ പുൽക്കൂടും ക്രിസ്മസ് ട്രീയും സ്ഥാപിച്ചിരുന്നു. അവിടുത്തെ മതമൗലികവാദികൾ, UDFന്റെ കൂടെ നിൽക്കുന്ന മതമൗലികവാദികളുടെ എതിർപ്പ് കാരണം ആ ക്രിസ്മസ് ട്രീയും പുൽക്കൂടും എടുത്ത് മാറ്റേണ്ടതായിട്ട് വന്നു. നിങ്ങൾ എന്തുകൊണ്ടാണ് ആ വിവരം അറിഞ്ഞിട്ട് അങ്ങോട്ട് നിങ്ങൾ മാർച്ച് നടത്താതിരുന്നത്? നിങ്ങളുടെ മാധ്യമങ്ങൾ എന്തുകൊണ്ടാണ് ചർച്ച ചെയ്യാതിരുന്നത്? അവിടെ ഇപ്പോൾ ആൾക്കാരുടെ പ്രതിഷേധവും സോഷ്യൽ മീഡിയയിൽ ആ വിവരങ്ങൾ വന്നതിനെ തുടർന്ന് രണ്ടാമത് ട്രീ കൊണ്ട് സ്ഥാപിച്ചിട്ടുണ്ട്. ഇപ്പോഴും പുൽക്കൂട് അവിടെ വെച്ചിട്ടില്ല. ഞാനിതിപ്പോൾ ജനം ടിവിയിലൂടെ പറഞ്ഞതിന്റെ പേരിൽ നാളെ രാവിലെ ചിലപ്പോൾ അവിടെ പുൽക്കൂട് വരാം. പക്ഷേ ഈ 4 ദിവസത്തിന് മുമ്പ് അവിടുന്ന് മതമൗലികവാദികളുടെ ഭീഷണിക്ക് വഴങ്ങിക്കൊണ്ട് അവിടുത്തെ ക്രിസ്ത്യാനി കൂടിയായിട്ടുള്ള ആ ബാങ്കിന്റെ ചുമതലക്കാരായ പ്രധാനപ്പെട്ട വ്യക്തിയുടെ നിർദ്ദേശപ്രകാരം തന്നെ ക്രിസ്മസ് ട്രീയും അവിടുത്തെ പുൽക്കൂടും എടുത്ത് മാറ്റുകയുണ്ടായി. അപ്പൊ ഇതൊക്കെ ഇവിടെ നടക്കുന്നുണ്ട്. നിങ്ങളിപ്പോ പറഞ്ഞല്ലോ സാന്താക്ലോസിന്റെ വേഷം ധരിച്ചാണെന്ന്. ഒരു ക്രിസ്ത്യൻ പരിപാടിയിൽ കറുത്ത വസ്ത്രം ധരിച്ചുകൊണ്ടാണ് പറഞ്ഞു. അതിന്റെ പേരിൽ 4 കുട്ടികൾ വീട്ടിൽ നിന്നും വന്ന് പർദ്ദയിട്ടുകൊണ്ട് വന്നു. ആ പർദ്ദയിട്ട കുട്ടികളെ ആ പരിപാടിയിൽ പങ്കെടുപ്പിച്ചതിന്റെ പേരിൽ മതമൗലികവാദികൾ ആ സ്കൂളിൽ കയറി അവിടുത്തെ ഹെഡ്മിസ്ട്രസിനെയും മാനേജറെയും ഭീഷണിപ്പെടുത്തി അവരെ കൊണ്ട് മാപ്പ് പറയിച്ച് ആ വീഡിയോ ചിത്രീകരിച്ച് പ്രചരിപ്പിക്കുകയും ചെയ്തു. അവിടോട്ട് നിങ്ങൾ മാർക്ക് നടത്തിയോ? ഈ കരോള് കളിക്കാൻ കോളേജിൽ ശ്രീ കെവിൻ പീറ്റർ കോളേജിൽ ഒരു ക്വസ്റ്റ്യൻ പേപ്പർ തയ്യാറാക്കിയതിന്റെ പേരിൽ ഒരു കോളേജ് അധ്യാപകന്റെ കൈ വെട്ടിക്കളഞ്ഞ നാടാണ് കേരളം. അപ്പോൾ അതിലൊന്നും വലിയ പ്രതിഷേധമോ വലിയ ഹർത്താലോ ഒന്നും കേരളത്തിൽ ഈ പറയുന്ന പാർട്ടികളുടെ പേരിലൊന്നും കണ്ടില്ല. ശ്രീ നമുക്ക് കെവിൻ പീറ്ററിലേക്ക് വരാം. ഡോക്ടർ മോഹൻ വർഗീസ് ഇവിടെ പ്രധാനപ്പെട്ട കാര്യം കാസയുടെ പ്രതിനിധി പറഞ്ഞ കാര്യം, അത് അദ്ദേഹം ക്രൈസ്തവ സംഘടനകളുടെ പ്രതിനിധിയാണ് കാസ. അതിൻ്റെ പ്രതിനിധി പറയുന്നത് അവർക്ക് വിശ്വാസമാണ് ക്രൈസ്തവ സമൂഹത്തിന് അല്ലെങ്കിൽ ആ സഭാ നേതൃത്വത്തിന്
സമ്പൂർണ്ണമായി വിശ്വാസമാണ് ഈ സർക്കാരിൽ, സർക്കാർ പറയുന്ന കാര്യത്തിൽ, അവർ നൽകുന്ന ഉറപ്പിൽ ഒക്കെ അവർക്ക് വിശ്വാസമുണ്ട്. പക്ഷേ ചില ആശങ്കകളുമുണ്ട്. ഡോക്ടർ മോഹൻ വർഗീസ് പറഞ്ഞതുപോലെ ചില ആശങ്കകളുമുണ്ട്. അത് അവർ കൃത്യമായി രേഖപ്പെടുത്തിയിട്ടുമുണ്ട്. അവർക്ക് ഈ ഭരണ നേതൃത്വത്തിൻ്റെ കീഴിൽ അവർ സുരക്ഷിതരാണ് എന്ന ബോധം അവരുടെ ഉള്ളിലുണ്ട്. അത് തന്നെയല്ലേ ഇന്നലെ പ്രകടമായത് ഡോക്ടർ മോഹൻ വർഗീസ്? ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട പ്രധാനപ്പെട്ട കാര്യമെന്ന് പറയുന്നത് കേരളത്തിലെ അല്ലെങ്കിൽ ഭാരതത്തിലെ ക്രൈസ്തവ വിഭാഗത്തിൻ്റെ വൈവിധ്യങ്ങൾ, അത് ഒരുപാട് വിഭാഗങ്ങളുണ്ട്. കത്തോലിക്ക വിഭാഗമുണ്ട്, പ്രോട്ടസ്റ്റൻ്റ് വിഭാഗങ്ങളുണ്ട്, അതുപോലെ മലങ്കര വിഭാഗങ്ങളുണ്ട്, അതുമല്ലാത്ത ഇൻഡിപെൻഡൻറ്റ് ചർച്ചസ് ഉണ്ട്, പാറ ചർച്ചസ് ഉണ്ട്. ഇതെല്ലാം തന്നെ ഒരു ഏകശിലാത്മക രൂപത്തിൽ കാര്യങ്ങളോട് പ്രതികരിക്കണമെന്ന് പറഞ്ഞാൽ നടക്കില്ല. അത് നടക്കില്ല, ഒരിക്കലും നടക്കില്ല. അവാന്തര വിഭാഗങ്ങൾ അവരുടേതായ പ്രതികരണ ഘടനകൾ രൂപപ്പെടുത്തും. ഒരു വിഭാഗത്തിലെ തന്നെ കത്തോലിക്ക സഭയിലെ തന്നെ ഒരുപക്ഷെ എല്ലാവരും ഒരേ കാര്യം അംഗീകരിച്ചു കൊള്ളണമെന്നില്ല. ആ വൈവിധ്യങ്ങൾ നിലനിർത്താനുള്ള അവകാശവും അവസരവും എല്ലാം തന്നെ ക്രൈസ്തവ വിഭാഗങ്ങൾക്കുള്ളിലുണ്ട്. എന്നാൽ ഔപചാരികമായ ഒരു സമിതിയാണ് കത്തോലിക്ക ബിഷപ്സ് കോൺഫറൻസ്, കാത്തലിക് ബിഷപ്സ് കോൺഫറൻസ് ഓഫ് ഇന്ത്യ എന്നത്. ഔപചാരികമായ ഈ കത്തോലിക്ക സഭകളുടെ മൊത്തത്തിലുള്ള ഒരു മെത്രാൻ സമിതിയാണ് അഖിലേന്ത്യാ തലത്തിൽ. ആ ഒരു സമിതി തീരുമാനിക്കുന്നു ഇപ്രാവശ്യത്തെ ക്രിസ്തുമസ് ആഘോഷത്തിൻ്റെ മുഖ്യ അതിഥി ഭാരതത്തിന് പ്രധാനമന്ത്രി ആയിരിക്കണം എന്ന് പറയുമ്പോൾ അതിൽ തെറ്റ് കാണാനാവില്ല. പ്രധാനമന്ത്രി എന്താണോ ഇതുപോലെയൊരു ആഘോഷ സമയത്ത്, ഉത്സവവേളയിൽ, ക്രിസ്തുമസ് ആഘോഷ സമയത്ത് സംസാരിക്കേണ്ടത് അത് സംസാരിച്ചു. അപ്പോൾ ക്രിസ്തു നൽകിയ സന്ദേശത്തെ ഒരിക്കൽ കൂടി ഓർമ്മിച്ചുകൊണ്ട്, അതിൻ്റെ കാലിക പ്രസക്തി കൂടി ഓർപ്പിച്ചുകൊണ്ട് സമാധാനവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ സംസാരിച്ചു. അവിടെ അതിനെ വേറിട്ട് കാണണം. അതിനെ മറ്റ് വിഷയങ്ങൾ ഇവിടെ ഉണ്ട്. ഞാൻ നേരത്തെ സൂചിപ്പിച്ചുവല്ലോ, ഇവിടെ അടിസ്ഥാനപരമായി വിഷയങ്ങളുണ്ട്. ക്രൈസ്തവ സഭയ്ക്ക് ആശങ്കയുണ്ടാക്കുന്ന വിഷയങ്ങളുണ്ട്. മിഷണറിമാരെ അറ്റാക്ക് ചെയ്ത സംഭവങ്ങളുണ്ട്. അതിലൊരു പക്ഷേ ചില തീവ്ര വികാരമുള്ള ചില ആളുകൾ ഇതിനകത്ത് ഉൾപ്പെട്ടിട്ടുണ്ടാവാം. മണിപ്പൂരിലെ വിഷയത്തിന് ഒരു വംശീയ പ്രതിച്ഛായയുണ്ട്. അതുപോലെ തന്നെ മതപരമായ ഒരു പരിപ്രേക്ഷ്യവും പലരും അതിൽ ചാർത്തി കൊടുക്കുന്നുണ്ട്. ബേസിക്കലി അതൊരു എത്നിക് കോൺഫ്ലിക്റ്റാണ്. കുക്കീസും മെയ്തീസും തമ്മിലുള്ള ഒരു ട്രൈബൽ അല്ലെങ്കിൽ എത്നിക് ഒരു വാർഫെയറാണ് അത്. പക്ഷേ ഈ രണ്ട് വിഭാഗങ്ങളും വ്യത്യസ്ത മതങ്ങളിൽ പെടുന്നവരായതുകൊണ്ട് പരസ്പരം ആരാധനാലയങ്ങൾ ആക്രമിച്ചു എന്ന ഒരു പരിപ്രേക്ഷ്യം അവിടെയുണ്ട്. അത് തീർച്ചയായും ഗവൺമെൻറ് ഓഫ് ഇന്ത്യയുടെ ചുമതലയാണ്, പ്രധാനമന്ത്രിയുടെ കൂടെ ചുമതലയാണ് ആ വിഷയം അഡ്രസ്സ് ചെയ്യുക എന്നത്. അഡ്രസ്സ് ചെയ്യുക എന്ന് പറയുന്നത് ബലപ്രയോഗം മാത്രം നടത്തുക എന്നതല്ല, അതൊരു സമവായത്തിൻ്റെ രീതിയിലേക്ക് വരേണ്ടതുണ്ട്. അപ്പോൾ ഇതെല്ലാം പ്രകടിപ്പിക്കാനായി ഇവിടെ ഔപചാരികമായ വേദികളുണ്ട്. രാഷ്ട്രീയ കക്ഷികളോ പ്രതിനിധികളോ പാർലമെൻറ്റിൽ അത് സൂചിപ്പിക്കും. പാർലമെൻറ്റിൽ അതേക്കുറിച്ച് പാർലമെൻറ്റ് നിർത്തിവെച്ചുകൊണ്ട് തന്നെ കഴിഞ്ഞ ലോക്സഭയുടെ സമയത്ത്, അവിശ്വാസ പ്രമേയ സമയത്ത് മണിപ്പൂർ വിഷയം ഉൾപ്പെടെ ചർച്ചയായതുമാണ്. അതുമാത്രമല്ല, ഇത് മാധ്യമങ്ങളിലൂടെ സംസാരിക്കാനും രണ്ട് വശത്തേക്കും ഭരണകർത്താക്കളോടും തിരിച്ചും സംസാരിക്കാനുള്ള അവസരവും അവകാശവുമുണ്ട്. ഇതെല്ലാം നിലനിൽക്കെ തന്നെ ഒറ്റപ്പെട്ട സംഭവങ്ങൾ, ഇത് കേവലം ഒറ്റപ്പെട്ട സംഭവങ്ങളല്ല എന്നാണ് ഇവിടുത്തെ ആരോപണം. അതായത് രണ്ട് സ്ഥലത്ത് നടന്ന സംഭവങ്ങളാണ് ഇവിടെ ഈ ചർച്ചയുടെ പ്രധാന കാരണം എന്ന് പറയുന്നത്. രണ്ട് സ്ഥലത്ത്, കേരളത്തിലെ പാലക്കാട് ജില്ലയിലെ രണ്ട് സ്ഥലങ്ങളിൽ, ഒന്ന് നല്ലേപ്പള്ളി എന്ന് പറഞ്ഞ സ്ഥലത്ത് ഒരു ക്രിസ്മസ് കാരോൾ സംഘത്തെ ആക്രമിച്ചു ഒരു വിഭാഗം. സാമൂഹ്യ വിരുദ്ധരെന്ന് ഞാൻ വിളിക്കാൻ ആഗ്രഹിക്കുന്ന ഒരു വിഭാഗം ആക്രമിച്ചു. അതുപോലെ തത്തമംഗലത്ത് സ്കൂളിൻ്റെ, രണ്ട് സ്കൂളുമായി ബന്ധപ്പെട്ടതാണ്, ഈ സ്കൂളിലെ ക്രിസ്മസ് ആഘോഷങ്ങളുമായി ബന്ധപ്പെട്ട് വലിയ ആക്രമണം പോലെ ഉണ്ടായി. അപ്പോൾ ഇത് തീർച്ചയായും ഒന്ന് ഗവൺമെൻറ് സ്കൂളാണ്. അപ്പോൾ ഇത് ആക്രമണം ഉണ്ടാകുമ്പോൾ ഈ എല്ലാ കാര്യങ്ങളും പൂർണ്ണമായും ഒരു നിയമവ്യവസ്ഥയുടെ കീഴിൽ നടക്കില്ല. എപ്പോഴും ഒരു മതവിഭാഗത്തിനുള്ളിൽ അല്ലെങ്കിൽ ഒരു രാഷ്ട്രീയ കക്ഷിക്കുള്ളിൽ അല്ലെങ്കിൽ ഒരു സാമുദായിക സംഘടനയ്ക്കുള്ളിൽ തീവ്ര വികാരങ്ങളായ റാഡിക്കലുകൾ ഉണ്ടാകും. അവരെ നിലക്ക് നിർത്തേണ്ടത് രാഷ്ട്രീയ കക്ഷികളുടെ ധർമ്മമാണ്. അപ്പം BJPയുടെ സംസ്ഥാന അധ്യക്ഷൻ അവരെ തള്ളിപ്പറഞ്ഞു. ഒരുപക്ഷെ അവർ BJP പ്രവർത്തകരോ പിന്നെ സംഘപരിവാറുമായി ബന്ധപ്പെട്ട ബജറാംഗ് ദളിൻ്റെയോ അല്ലെങ്കിൽ അതുപോലെയുള്ള ഗ്രൂപ്പുകളുടെ പ്രവർത്തകരോ ആയിരിക്കാം, അല്ലെങ്കിൽ മുൻകാല പ്രവർത്തകരായിരിക്കാം. ആ പ്രവർത്തകർ അതിന് ഉൾപ്പെട്ടിട്ടുണ്ടെങ്കിൽ അവരെ സംരക്ഷിക്കില്ല. അപ്പോൾ തീർച്ചയായും മാതൃകാപരമായ ഒരു പ്രസ്താവന നടത്തുമ്പോൾ അത് മുഖവിലേക്ക് എടുക്കാനുള്ളൊരു ചുമതല നമുക്കുണ്ട്. കാരണം അതിനെ ന്യായീകരിച്ചില്ല. BJPയുടെ സംസ്ഥാന നേതൃത്വം ആ സംഭവങ്ങളെ, ഈ ഹോളിഗനിസത്തെ, അവിടെ ക്രൈസ്തവ പിന്നെ ഒരു ക്രിസ്മസ് ആഘോഷത്തെ കലക്കാൻ ശ്രമിച്ചതിനെ സ്വാഗതം ചെയ്തില്ല. അതിനെ ശക്തമായി അപലപിക്കുന്ന നിലപാടാണ്. അത് മുഖവിലേക്ക് എടുക്കേണ്ടതാണ്. അത് മുഖവിലേക്ക് എടുത്തുകൊണ്ട് പ്രധാനമന്ത്രിയുടെ സന്ദർശനം, പ്രധാനമന്ത്രിയുടെ അത് ഇൻവിറ്റേഷൻ അനുസരിച്ചാണെന്ന് ഓർക്കണം. പ്രധാനമന്ത്രി വളരെ ഇൻഫോർമലായി അവിടെ കയറി ചെന്നതല്ല. പ്രധാനമന്ത്രിയെ
ഈ ബിഷപ്സ് കാത്തലിക് ബിഷപ്പ് കോൺഫറൻസിൻ്റെ ആളുകൾ ഔപചാരികമായി ക്ഷണിച്ചു. അദ്ദേഹം ക്ഷണം സ്വീകരിച്ചു, വന്നു, പങ്കെടുത്തു. 1.5 മണിക്കൂർ ആ സദസ്സ് പൂർണ്ണമായും പ്രധാനമന്ത്രിയെ കേട്ടിരുന്നു. 15 മിനിറ്റ് സംസാരം, 1.5 മണിക്കൂർ അദ്ദേഹത്തിന് ശാരീരിക സാന്നിധ്യമുണ്ടായി. ആഹാരം കഴിക്കുന്നതിന് തൊട്ട് മുമ്പുള്ള സമയത്ത് അദ്ദേഹത്തിന് പുറത്തോട്ട് പോകേണ്ടി വന്നു. അപ്പം അവിടെ പൂർണ്ണമായി പങ്കെടുക്കുമ്പോൾ ലഭിക്കുന്ന ഒരു സുരക്ഷാ ഫീലുണ്ട്. ക്രൈസ്തവ സഭയെ അത് മാറി നിൽക്കുകയല്ല. നിങ്ങളുടെ ക്ഷണം ഞാൻ സ്വീകരിക്കുന്നില്ല എന്ന് പറഞ്ഞുകൊണ്ട്, നിങ്ങളുമായി യാതൊരു ബന്ധവുമില്ല എന്ന് പറഞ്ഞുകൊണ്ട് ഒരു പ്രധാനമന്ത്രി മാറി നിന്നിരുന്നുവെങ്കിൽ പറയുന്നത് മറ്റൊന്നാകുമായിരുന്നു. അതല്ല, ഒരു ക്ഷണം ലഭിച്ചപ്പോൾ അത് പ്രോ ആക്റ്റീവായിട്ട് തന്നെ അതിനെ കണ്ടു. അവിടെ പ്രധാനമന്ത്രിയുടെ മുമ്പിൽ വെച്ച് തന്നെ ആൻഡ്രൂസ് താഴത്തിന് പറയാനുള്ളത് പറഞ്ഞു വെച്ചു. അത് പറഞ്ഞതിന് ഔചിത്യം അനൗചിത്യം ഒന്നും ഞാനിപ്പോൾ ചർച്ചയാക്കുന്നില്ല. പക്ഷേ പറയാനുള്ള ആശങ്കകൾ വളരെ മിതമായ വാക്കുകളിൽ പക്ഷേ ശക്തമായി തന്നെ അദ്ദേഹം പറഞ്ഞു. ആ പറഞ്ഞ കാര്യം അദ്ദേഹത്തിന് പത്രസമ്മേളനത്തിൽ ഇന്ന് വിശദീകരിക്കേണ്ടിയും വന്നു. അത് ചെയ്തു. അല്ലെ, ആ വിശദീകരിക്കേണ്ട ഗതികേട് വന്നു എന്ന് ഞാൻ പറയാം. അത് കാരണം അദ്ദേഹത്തെ സമ്മർദ്ദപ്പെടുത്തുകയാണ്. ആ സഭയുടെ തീരുമാനമാണ് പ്രധാനമന്ത്രിയെ വിളിക്കുക, ബിഷപ്പുമാരുടെ തീരുമാനമാണ്, വിളിച്ചു. അതിന് ഒരുപാട് പേർക്ക് മറുപടി പറയേണ്ടി വരുന്നത് ഒരു തരത്തിൽ പറഞ്ഞാൽ ഗതികേട് തന്നെയാണ്. അത് അദ്ദേഹം ചെയ്തു. അവിടെ ആശങ്കകൾ പൂർണ്ണമായി മാറേണ്ടതാണ്. ഇവിടെ നമ്മൾ വിമർശിക്കുന്നവരും അനുകൂലിക്കുന്നവരും എല്ലാം ഓർത്തിരിക്കേണ്ട ഒരു കാര്യമുണ്ട്. ദിസ് ഈസ് ക്രിസ്മസ് ടൈം. ഈ സമയത്തെ അല്ലറ ചില്ലറ കാര്യങ്ങൾ, നമുക്ക് മറ്റ് വൈരാഗ്യങ്ങളോ വാശിയോ തർക്കങ്ങളോ പീഡനങ്ങളോ മറ്റ് കഥകളോ എടുത്തിട്ട് അലക്കാം. അതിന് സമയമുണ്ട്, അതിന് വ്യവസ്ഥകളുണ്ട്. പക്ഷേ ക്രിസ്തുമസ് എന്ന് പറയുന്നത് മാനവരാശിയുടെ അടിസ്ഥാന വർഗത്തിൻ്റെ മോചനവും എല്ലാ സമസ്ത വിഭാഗങ്ങളുടെ, അത് യഹൂദൻ്റെ മാത്രമല്ല സകല ജനങ്ങൾക്കും അനുഭവവിദ്യമായ ദൈവസ്നേഹത്തിൻ്റെയും സമാധാനത്തിൻ്റെയും ഒരു ആഘോഷം എന്ന നിലയിലാണ് തിരുപ്പിറവിയെ നമ്മൾ കാണുന്നത്. ആ സമയത്ത് വിവാദങ്ങൾ കുത്തിപ്പൊക്കി മനഃപൂർവ്വമായി ആ വിവാദങ്ങളിലൂടെ ക്രിസ്തുമസിൻ്റെ ആഘോഷത്തെ പങ്കിലമാക്കാൻ ആര് ശ്രമിച്ചാലും അത് തെറ്റാണ്. നിയമത്തിൻ്റെ വഴിക്ക് പോകട്ടെ. അതാണ് പറയുന്നത്. നിയമത്തിൻ്റെ വഴിക്ക് പോകുമ്പോൾ ആശങ്കകളെല്ലാം തന്നെ അടങ്ങും. ഇവിടെ രാഷ്ട്രീയ മുതലെടുപ്പിനായി മതപരമായ ആചാരങ്ങളെയോ അനുഷ്ഠാനങ്ങളെയോ ഉത്സവങ്ങളെയോ ക്രിസ്തുമസ് പോലെയുള്ള ആഘോഷങ്ങളെയോ ഉപയോഗിക്കുന്നത് തീർച്ചയായും അനഭിലഷണീയമായ കാര്യമാണ്. ഇവിടെ ഏത് രാഷ്ട്രീയ കക്ഷിക്കും, ഞാൻ പറഞ്ഞല്ലോ, ഏത് രാഷ്ട്രീയ കക്ഷിക്കും, ഏത് നേതാവിനും, ഏത് ഭരണകർത്താവിനും തീർച്ചയായും മത സംഘടനകളുടെ, മതവിഭാഗങ്ങളുടെ അല്ലെങ്കിൽ ബിഷപ്പുമാരെ അവരെ ക്ഷണം സ്വീകരിച്ച് അവിടെ കടന്നു ചെല്ലാനുള്ള അവകാശമുണ്ട്. ക്ഷണമില്ലെങ്കിൽ പോലും അവിടെ ചെന്ന് അവരെ സന്ദർശിക്കുന്നതിൽ യാതൊരു കുഴപ്പമില്ല. ഇന്ത്യയുടെ മതേതരത്വം എന്ന് പറയുന്നത് മതങ്ങളെ ഒഴിവാക്കി നിർത്തിക്കൊണ്ടുള്ള മതേതരത്വമല്ല. മതനിരപേക്ഷതയുടെ ഉദാത്ത മാതൃക ഭാരതത്തിൻ്റെ ഭരണഘടന മുന്നോട്ട് വയ്ക്കുന്നത്, എല്ലാ കോടതി വിധികളിലും വിവക്ഷകളിലും എല്ലാം കാണുന്നത് മതങ്ങളെ എല്ലാം ചേർത്ത് പിടിച്ചുകൊണ്ട്. ഔദ്യോഗികമായി നമുക്കൊരു മതമില്ല എങ്കിലും എല്ലാ മതങ്ങളുടെയും സാരാംശം ഉൾക്കൊള്ളുകയും ജീവിതത്തിൽ മതത്തിൻ്റെ മൂല്യങ്ങൾ പ്രവർത്തിക്കുന്നതിന് മനുഷ്യരെ അനുവദിക്കുകയും ചെയ്യുന്നു. ഒരു മതപരമായ രീതിയിൽ ഒരു വിവേചനവും, തൊഴിലിൻ്റെ കാര്യത്തിലാകട്ടെ മറ്റു കാര്യങ്ങളിൽ മതം ഉപയോഗിച്ച് വിവേചനം പാടില്ല എന്ന് പറയുമ്പോൾ ആ സെക്യുലറിസത്തിൻ്റെ സ്പിരിറ്റിൽ എന്താണ്? അവിടെ ന്യൂനപക്ഷങ്ങൾ സംരക്ഷിതരാണ്. സംരക്ഷിക്കേണ്ട ചുമതല ഭരണഘടനാപരമായ സ്ഥാപനങ്ങൾക്കാണ്. പ്രധാനമന്ത്രി ഉൾപ്പെടെ, പ്രസിഡന്റ് ഉൾപ്പെടെ, കോടതി ഉൾപ്പെടെ ഭരണഘടനാപരമായ സ്ഥാപനങ്ങൾ ഉണർന്ന് പ്രവർത്തിക്കണം. അത് പ്രവർത്തിച്ചില്ലെങ്കിൽ ആ ഭരണഘടനാ സ്ഥാപനങ്ങളുടെ പ്രവർത്തനം ക്രമീകരിക്കാനായി അതിശക്തമായ പോരാട്ടങ്ങൾ നടത്തിയ ഒരു ചരിത്രമുണ്ട്. ഇപ്പോഴും പല പോരാട്ടങ്ങളും നടക്കുന്നു. അതെല്ലാം ഉണ്ട്. അവിടെയാണ് ഒരു പ്രധാനമന്ത്രി ക്രൈസ്തവ സഭയുടെ, അല്ലെങ്കിൽ ഇസ്ലാം ആയിക്കൊള്ളട്ടെ, അല്ലെങ്കിൽ വേറെ ബുദ്ധമതത്തിൻ്റെ ആയിക്കൊള്ളട്ടെ, ഒരു സമ്മേളനത്തിൽ വരുമ്പോൾ അത് ചെകഞ്ഞു പിടിച്ച് അവിടെ ഒരു പ്രശ്നമുണ്ട്. അദ്ദേഹം ഇവിടെ ഇങ്ങനെ പ്രശ്നങ്ങൾ നടക്കുമ്പോൾ തത്തമംഗലത്തും നല്ലേപ്പള്ളിയിലും തത്തമംഗലത്തും ഇത്രയും പ്രശ്നങ്ങൾ നടത്തുമ്പോൾ പ്രധാനമന്ത്രി അവിടെ എങ്ങനെ വരും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അങ്ങനെ പറഞ്ഞാൽ ഒരു പ്രശ്നവും തീരില്ല. ഇവിടെ ഒരു കാര്യം കൂടി എനിക്ക് പറയാനുണ്ട്. ഇവിടെ പ്രധാനമായും ആരോപണം വരുന്നത് ക്രൈസ്തവ സഭ മേലധ്യക്ഷന്മാർക്കെതിരെ ഉണ്ടാകുന്ന, പൊതുസമൂഹത്തിൻ്റെ ചില ഭാഗങ്ങളിലെങ്കിലും വിമർശകരുടെ ഭാഗത്തുണ്ടാകുന്ന ഒരു ആരോപണം എന്ന് പറയുന്നത് FCRA കുറിച്ചാണ്. അതായത് വിദേശ ഫണ്ടുകൾ ഇവിടെ വരികയും ആ ഫണ്ടുകൾ സുതാര്യമായി വരുന്നു എന്ന് ഉറപ്പുവരുത്തുകയും ചെയ്യാനുള്ള ഘടനാപരമായ സംവിധാനങ്ങളുണ്ട്. ഈ ഫണ്ടുകൾ മതപരിവർത്തനത്തിന് വേണ്ടി ഉപയോഗിക്കപ്പെടുന്നില്ല, അല്ലെങ്കിൽ നിർബന്ധിത മതപരിവർത്തനത്തിന് വേണ്ടി ഉപയോഗിക്കപ്പെടുന്നില്ല എന്നതാണ്. ഇവിടെ മതം പ്രചരിപ്പിക്കാനും ആഘോഷിക്കാനും വിശ്വസിക്കാനും വിശ്വസിക്കാതിരിക്കാനും മതപരിവർത്തനം നടത്താനും ഘടനാപരമായ രീതിയിൽ ചെയ്യാനുള്ള അവകാശം നമ്മുടെ ഭരണഘടന നൽകുന്നുണ്ട്. നിർബന്ധിതമായ ഫോഴ്സ്ഫുള്ളായ. അതെ, ഡോക്ടർ മോഹൻ വർഗീസ് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ് പറയുന്നത്. മതം പ്രചരിപ്പിക്കാനും അല്ലെങ്കിൽ മതപരമായ ആശയങ്ങൾ അതൊക്കെ
ജനങ്ങളിലേക്ക് എത്തിക്കാനും അതിൻ്റെ ആഘോഷങ്ങൾ നടത്താനും ഒക്കെ എല്ലാവർക്കും അവകാശമുണ്ട്. പക്ഷേ നിർബന്ധിത മതപരിവർത്തനം, അവിടെയാണ് ഈ സംഘർഷത്തിൻ്റെ സാധ്യതകൾ ഉടലെടുക്കുന്നത്. നമുക്ക് ഡോക്ടർ വസന്ത് സിറിയക്കിലേക്ക് വരാം. വളരെ പ്രധാനപ്പെട്ട കാര്യം കാസയുടെ പ്രതിനിധി പറഞ്ഞതിന് അങ്ങേക്ക് മറുപടി ഉണ്ടാകും എന്ന് എനിക്കറിയാം. ഒരുപക്ഷെ അദ്ദേഹത്തെ ക്രിസംഗി എന്ന് വിശേഷിപ്പിക്കാനും സാധ്യതയുണ്ട് എന്ന് ഞാൻ കാണുന്നു. അഡ്വക്കേറ്റ് വസന്ത് സിറിയക്ക്, ഇവിടെ നമ്മൾ പ്രധാനമായും ചർച്ച ചെയ്ത കാര്യം കെവിൻ പീറ്റർ പറഞ്ഞതുപോലെ ചില ആളുകളെ കോൺഗ്രസ്, ഇപ്പോൾ കോൺഗ്രസിൻ്റെ പ്രതിനിധി ആയതുകൊണ്ടാണ് ഞാൻ കോൺഗ്രസ് എന്ന് പറയുന്നത്, ഇടതുപക്ഷ പ്രതിനിധികൾ ഈ ചർച്ചയില്ലല്ലോ, അതുകൊണ്ടാണ് കോൺഗ്രസ് എന്നുള്ള പേര് ഉച്ചരിക്കുന്നത്. ചില സംഘടനകളെ കോൺഗ്രസ് ഭയക്കുന്നു. ചിലർ എന്തെങ്കിലും ഇതേപോലുള്ള പരിപാടികൾ നടത്തുമ്പോൾ യാതൊരു അനക്കവുമില്ല, യാതൊരു പ്രതികരണവുമില്ല, ഒരു ചർച്ചയിലും ഒന്നും ഒരു അഭിപ്രായവുമില്ല. ചില ക്രൈസ്തവ സംഘടനകളുടെ സ്കൂളുകളിൽ, ക്യാമ്പസുകളിൽ നിസ്കാരത്തിന് പ്രത്യേക സൗകര്യം ഒരുക്കണമെന്ന് ചില സംഘടനകൾ ഇവിടെ വാശി പിടിച്ചു. യാതൊന്നും പറഞ്ഞില്ല. മുനമ്പം വിഷയം, ക്രൈസ്തവ സമൂഹത്തെ, അവിടുത്തെ ദേവാലയം അടക്കം അവിടെ ഒഴിപ്പിക്കാനുള്ള വഖഫ് ബോർഡിൻ്റെ കയ്യേറ്റം, വിഷയം അതല്ല. ഞാൻ പറഞ്ഞു വന്നത് അവിടെയൊക്കെ തുടരുന്ന മൗനം ചില ഇടങ്ങളിൽ മാത്രം കോൺഗ്രസ് ഉയർത്തുന്നു. അവിടെയാണ് സംശയം. വസന്ത് സിറിയക്ക്. നേരത്തെ അങ്ങ് ഈ ചർച്ചയിൽ നിന്ന് പരസ്യത്തിന് പോകുന്ന സമയത്ത് അങ്ങ് പറഞ്ഞത് ഞാൻ ശ്രീ കെവിൻ പീറ്ററെ ക്രിസംഗി എന്ന് വിളിച്ചു കളഞ്ഞേക്കും എന്നങ്ങ് ഭയപ്പെട്ടാണ് ചർച്ചയിൽ നിന്ന് പോയത്. പക്ഷെ ഞാൻ അങ്ങനെ വിളിക്കില്ല. പക്ഷെ അങ്ങേ ഒരു തിരുത്തുണ്ട്. ക്രിസ്ത്യൻ സംഘടനകളുടെ പ്രതിനിധിയാണ്, ക്രിസ്ത്യൻ സംഘടനകളുടെ മുഴുവൻ ഒരു കോർഡിനേഷൻ ഫോമാണ് കാസ എന്നൊന്നും പറഞ്ഞു കളയണ്ട. കാര്യം ഞാനും ക്രിസ്ത്യാനിയാണ്. ഞാൻ കുറെ കാലം കാഞ്ഞിരപ്പള്ളി രൂപതയുടെ യുവജന വിഭാഗത്തിന്റെ പ്രസിഡന്റുമായിരുന്നാണ്. സഭയുമായോ സഭയുടെ യാതൊരു സംഘടനകളുമായോ കാസയ്ക്ക് ബന്ധമില്ല. കാസ ഒരു സ്വതന്ത്ര സംഘടനയാണ്. അവരവരുടെ നിലപാട് പറയുന്നതിൽ തെറ്റൊന്നുമില്ല. പക്ഷെ അവരെ എല്ലാവരെയും കൂടെ ക്രിസ്ത്യാനികളുടെ മുഴുവൻ വക്താക്കളായിട്ട് അങ്ങ് അവതരിപ്പിക്കുന്ന പരിപാടി അത് ഒഴിവാക്കുന്നതായിരിക്കും നല്ലത്. ക്രൈസ്തവരുടെ ഒരു സംഘടന, ക്രൈസ്തവരുടെ എല്ലാവരുടെയും സംഘടന, ക്രൈസ്തവരിൽപ്പെട്ട അല്ലെങ്കിൽ ക്രൈസ്തവ സമൂഹത്തിന്റെ ഒരു സംഘടനയാണ്. സഭയുമായി ബന്ധമുള്ള ചർച്ചുമായി യാതൊരു ബന്ധവും കാസയ്ക്കുണ്ടോ ഇല്ല എന്ന് കൃത്യമായി എന്റെ അവസരത്തിൽ ഞാൻ അതിന് മറുപടി തരാം. ഇടയ്ക്ക് കയറുന്നില്ല. ഓക്കെ കെവിൻ പീറ്ററിന് തരാം. അപ്പോ അല്ല, കാസ സ്വതന്ത്ര സംഘടനയാണ്. അവരവരുടെ നിലപാട് പറയുന്നതിൽ തെറ്റൊന്നുമില്ല, അത് പറയട്ടെ. പക്ഷേ ഇനി രണ്ടാമത് മറ്റൊരു കാര്യം, അങ്ങും ശ്രീ ഡോക്ടർ മോഹൻ വർഗീസും ഒക്കെ തെറ്റിദ്ധരിക്കപ്പെട്ടതോ തെറ്റിദ്ധരിച്ചോ പോയത്, ഞങ്ങളാരും പ്രധാനമന്ത്രി ക്രിസ്മസ് ആഘോഷത്തിൽ പങ്കെടുത്തതിനെ വിമർശിച്ചിട്ടില്ല. അത് ഞങ്ങളുടെ ദേശീയ നേതൃത്വമോ സംസ്ഥാന നേതൃത്വമോ എന്തിന് പ്രാദേശിക നേതൃത്വങ്ങൾ പോലും വിമർശിച്ചിട്ടില്ല, വിമർശിക്കാൻ ഉദ്ദേശിക്കുന്നുമില്ല. അതുകൊണ്ടാണ് ഡോക്ടർ മോഹൻ വർഗീസ് പറഞ്ഞതുപോലെ തന്നെ അതിന്റെ തുടക്കത്തിലെ ഞാൻ പറഞ്ഞല്ലോ, ഇന്ത്യയുടെ സെക്യുലറിസം അതൊരു ഇൻക്ലൂസീവ് സെക്യുലറിസമാണ്. പ്രധാനമന്ത്രി പങ്കെടുക്കട്ടെ, അമിത്ഷാ പങ്കെടുക്കട്ടെ, നല്ല കാര്യമാണെന്നേ. അവർ പങ്കെടുത്ത് നല്ല കേക്കും നല്ല വൈനും ഒക്കെ ഭക്ഷിച്ചും നല്ല ക്രിസ്മസ് സന്ദേശം നൽകി നല്ല കരോള് പാടിയൊക്കെ പോട്ടെ. നമുക്ക് ആർക്കും യാതൊരു പ്രശ്നമില്ല. നമ്മളെല്ലാം അതിനെ സ്വാഗതം ചെയ്യുകയാണ്. പക്ഷേ അതേ സമയത്ത് ഈ സംസ്ഥാനത്തും ഈ രാജ്യത്തും നടക്കുന്ന ക്രൈസ്തവ പീഡനങ്ങളെ കാണാതിരിക്കാൻ പറ്റില്ല എന്നാണ് പറഞ്ഞത്. നേരത്തെ കെവിൻ പറഞ്ഞു എന്താണ് UCF, അത് നക്സലറ്റ് സംഘടനയുമായി ബന്ധപ്പെട്ടതാണ്. അങ്ങനെയാണെങ്കിൽ നിങ്ങളെ പ്രധാനമന്ത്രി അല്ലെങ്കിൽ ഈ രാജ്യത്തിന്റെ ആഭ്യന്തര വകുപ്പ് കൈകാര്യം ചെയ്യുന്ന അമിത്ഷാ അമ്പേ പരാജയമാണ് എന്ന് വേണം പറയാൻ. ഈ രാജ്യത്ത് നിരോധിക്കപ്പെട്ട നക്സലറ്റ് സംഘടനകളുടെ ഒരു സംഘടിത ഫോമിലൂടെ പ്രവർത്തിക്കാനും അവർക്ക് വർഷാവർഷം അവരുടെ റിപ്പോർട്ട് പ്രത്യേകിച്ച് നിങ്ങളുടെ സർക്കാരിനെതിരെ പുറത്തുവിടാനും സാധിച്ചിട്ടും ആ സംഘടന ഇവിടെ നിലകൊള്ളുന്നെങ്കിൽ അത് നിങ്ങളുടെ പ്രധാനമന്ത്രിയുടെ പരാജയമാണ്. പിന്നെ അദ്ദേഹം പറഞ്ഞ മറ്റൊരു കാര്യം എന്താണ്, ഈ രാജ്യത്ത് മധ്യപ്രദേശിൽ, ഞാൻ അതുകൊണ്ടാണ് ഇടപെട്ടത്. ശ്രീ കെവിൻ, ഞാൻ പറയുന്നത് വസ്തുതാപരമായി തെറ്റാണെങ്കിൽ അങ്ങ് ഇടപെട്ടോളൂ. അങ്ങ് അത് പറയുമ്പോൾ ഞാൻ ഇടപെടും. അത് എന്റെ ശൈലിയാണ്. അങ്ങ് അത് പുറത്തു നൽകിയേ മതിയാവൂ. അങ്ങ് പറഞ്ഞത് അവിടെ അങ്ങനെ ഉണ്ടെങ്കിൽ എങ്ങനെയാണ് ചർച്ച നടക്കുക? അല്ല, അങ്ങ് ഇടപെട്ടോളൂ. കാര്യം അതെന്റെ രീതിയല്ല. അല്ല, അരമണിക്കൂർ വസ്തുതാപരമായ തെറ്റ് പറഞ്ഞു പോയിട്ട് കാര്യമില്ലല്ലോ. അത് കേട്ടിരിക്കാൻ ഏതായാലും സമയമുണ്ടാവില്ല. അങ്ങ് പറഞ്ഞത് മധ്യപ്രദേശിന്റെ ഗവൺമെന്റ് ഓർഡർ അവിടുത്തെ ക്രിസ്ത്യൻ കുട്ടികളെ ഉദ്ദേശിച്ചല്ല. അങ്ങനെയാണെങ്കിൽ അപ്പോഴാണ് ഞാൻ ഗവൺമെന്റ് ഓർഡർ എടുത്ത് അങ്ങേക്ക് കാണിച്ചത്. ഹിന്ദിയിൽ ഉള്ള മധ്യപ്രദേശിലെ ഗവൺമെന്റ് ഓർഡർ അങ്ങേക്ക് ഞാൻ വാട്സപ്പിൽ അയച്ചു തരാം ഈ ചർച്ചയ്ക്ക് ശേഷം. ആ ഓർഡറിൽ ഒരിടത്തും ക്രിസ്ത്യൻ കുട്ടികൾ ഈ പറയുന്ന ഓതറൈസേഷൻ ലെറ്റർ കൊണ്ടുവരണ്ട എന്ന് പറയുന്നില്ല. ക്രിസ്ത്യൻ കുട്ടികളടക്കം ക്രിസ്ത്യാനികളായ ക്രിസ്ത്യൻ വിഭാഗത്തിൽ കരോളും പുൽക്കൂടും ക്രിസ്മസ് ആഘോഷങ്ങളും നടത്താൻ പൊട്ടശല്യ വിഭാഗങ്ങളുണ്ട്. അപ്പൊ അവരുടെ കൺസെന്റ് ചെയ്യണ്ടേ? അല്ലെങ്കിൽ ചോദിക്കുന്നു, എന്നോട് ചോദിക്കുന്നത് എന്റെ മകളെ കരോൾ വേഷം സാന്താക്ലോസിന്റെ വേഷം കെട്ടിക്കേണ്ട എന്താണ് സ്കൂൾ അധികൃതരോട് ചോദിച്ചാലോ? അതുകൊണ്ട് ക്രിസ്ത്യൻ വിഭാഗത്തെ ഉൾപ്പെടുത്തണം. അതെന്താണത്തേക്ക്? ഓക്കെ, ശ്രീ കെവിൻ പറയുന്നത് പ്രൊട്ടസ്റ്റന്റ് ഗ്രൂപ്പുകളെ പറ്റിയാണ്. അങ്ങനെയാണെങ്കിൽ അതൊരിക്കലും കത്തോലിക്ക വിഭാഗം അവര് ക്രിസ്ത്യാനികളല്ലേ? ക്രിസ്ത്യാനികൾ എന്ന് പറഞ്ഞാൽ മതി. കത്തോലിക്ക വിഭാഗം മാത്രമല്ലേ മധ്യപ്രദേശിൽ പഠിക്കുന്നത്.
കാത്തലിക് സ്റ്റുഡൻസ് കൊണ്ടുവരണമെന്ന് പറയുന്നത് മധ്യപ്രദേശിൽ ഏറ്റവും നിങ്ങൾ പറയുന്നത് തെറ്റാണ്. താങ്കൾ പറയുന്നത് തെറ്റാണ്. എല്ലാ ക്രിസ്ത്യാനികളും പറയുന്ന പ്രൊട്ടസ്റ്റന്റ് വിഭാഗങ്ങളും ഇത് യഹോവ സാക്ഷികളും എല്ലാവരും ഉൾപ്പെടും. വിവിധ വിശ്വാസങ്ങളാണ്. പ്രൊട്ടസ്റ്റന്റ് വിഭാഗങ്ങൾ കരോളോ പുൽക്കൂടോ ആഘോഷിക്കുന്നില്ല, അവർ ആഘോഷിക്കുന്നില്ല. അവരുടെ ആഘോഷം മറ്റു രീതിയിലാണ് ക്രിസ്മസ്. റൺ ചെയ്തത് നിങ്ങൾ പറയുന്നത് തെറ്റാണ്. നിങ്ങൾ പറയുന്നത് തെറ്റാണ്. കണ്ടിന്യൂ ചെയ്തോളൂ. ഞാൻ ഇടയ്ക്ക് കയറുന്നില്ല. നിങ്ങൾ ഈ പറഞ്ഞത് തെറ്റാണ്. ഓക്കെ. മധ്യപ്രദേശിൽ ഏറ്റവും കൂടുതൽ ഗവൺമെന്റ് കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ സ്കൂളുകൾ റൺ ചെയ്യുന്നത് കാത്തലിക് ചർച്ചാണ്. ആ കാത്തലിക് അതുകൊണ്ട് പ്രൊട്ടസ്റ്റന്റ് പഠിക്കാൻ പാടുന്ന നിയമമുണ്ടോ? നിങ്ങൾ അങ്ങനെ പറയില്ല. അടുത്ത വിഷയത്തിലേക്ക് പോവാം. വെറുതെ അത് പ്രൊട്ടസ്റ്റന്റാണ് നിങ്ങൾ പറയുന്നത്. ഗവൺമെന്റ് ഓർഡറിൽ സ്പെസിഫൈ ചെയ്യണം പ്രൊട്ടസ്റ്റ് എന്നുള്ളതാണെങ്കിൽ സ്പെസിഫൈ. അങ്ങനത്തെ കാര്യമില്ല. ക്രിസ്ത്യാനി എന്ന് പറഞ്ഞാൽ എല്ലാ വിഭാഗവും പ്രൊട്ടസ്റ്റന്റ് ചെയ്യേണ്ട കാര്യമില്ല. അത് നിങ്ങൾ പറയുന്ന പ്രൊട്ടസ്റ്റന്റാണ്. അടുത്ത ഇതിലേക്ക് വരും. വെറുതെ അത് കളിച്ചതൊന്നും സമയം കളയല്ലേ. ഒരുപാട് വൈറ്റ് വാഷ് വേണ്ടി വരും. ഒരു വൈറ്റ് വാഷും വേണ്ട. താങ്കൾ പറയുന്നത് പൊട്ടത്തെറ്റാണ്. വേറെ ഒരു വൈറ്റ് വാഷിന്റെ കാര്യമില്ല. സ്റ്റുഡൻസ് എന്ന് എഴുതി വെച്ചില്ലല്ലോ നിങ്ങളുടെ ഗവൺമെന്റ് ഓർഡറിൽ. അതായത് എന്റെ കുട്ടി വേണ്ടത് ക്രിസ്ത്യാനി എന്ന് പറഞ്ഞാൽ അതിനകത്ത് എല്ലാ വിഭാഗങ്ങളും ഉൾപ്പെടുന്നു. പിന്നെ അത് ഓരോ യാക്കോബൈനും ഓർത്തഡോക്സും പ്രൊട്ടസ്റ്റന്റും എഴുതിക്കേണ്ട കാര്യമില്ല. താങ്കളുടെ ബുദ്ധിമോശത്തിനോടാണ് താങ്കൾ ഇതൊക്കെ നോക്കുന്നത്. താങ്കൾ അടുത്ത വിഷയത്തിലേക്ക് വരും. കെവിനൊന്ന് വായിച്ചു നോക്ക്. കെവിൻ അത് പറയുന്നുണ്ടോ ആ ഓർഡറിൽ ക്രിസ്ത്യൻസ്? അതിന്റെ ആവശ്യമില്ല എന്ന് എല്ലാ ക്രിസ്ത്യാനികളും എല്ലാ വിഭാഗങ്ങളും ഉണ്ടെന്ന് അതാണ് പ്രശ്നം. അങ്ങനെ നിങ്ങൾ പറയുന്ന വിഡ്ഢിതനമാണ്. അടുത്ത വിഷയത്തിലേക്ക് വരൂ. അല്ല, അങ്ങനല്ലോ. നിങ്ങൾ രാഹുൽ ഗാന്ധിയെ പോലെ ആണല്ലേ, നിങ്ങളുടെ നേതാവിനെ പോലെ ആണല്ലേ, അടുത്ത വിഷയത്തിലേക്ക് വരും. സംസാരിക്കണമെന്ന് ഞാനാണ് തീരുമാനിക്കുന്നത്. അതിൽ അങ്ങ് ഇടപെടണ്ട. അങ്ങ് ഞാൻ സംസാരിക്കുമ്പോൾ അല്ല, താങ്കൾ പറയുന്നത് ഞാനത് മറുപടി പറഞ്ഞിരിക്കും. കേൾക്കുന്നവർക്ക് ബുദ്ധിമുട്ടാണ്. താങ്കൾ ഈ വിഷയത്തെ കുറിച്ച് മറുപടി ഞാൻ പറഞ്ഞോണ്ടിരിക്കും. നമുക്ക് വരാം. കെവിൻ പീറ്ററിലേക്ക് വരാം. വസന്ത് സിറിയൊക്കെ പറഞ്ഞത് പൂർത്തീകരിക്കൂ. മധ്യപ്രദേശിൽ പഠിച്ചാൽ, ഞാൻ കത്തോലിക്ക സഭയിൽ വിശ്വസിക്കുന്ന ആ സഭയുടെ ഭാഗമായ ഒരാളാണ്. എന്റെ കുട്ടി മധ്യപ്രദേശിൽ പഠിക്കുന്നെങ്കിൽ, അവിടുത്തെ ഒരു സ്കൂളിൽ പഠിക്കുന്നെങ്കിൽ, കാത്തലിക് ചർച്ച് നടത്തുന്ന സ്കൂളിൽ പഠിക്കുന്നെങ്കിൽ, അവിടുത്തെ ക്രിസ്മസ് ആഘോഷത്തിൽ അവന് പങ്കെടുക്കണമെങ്കിൽ ഞാൻ ഓതറൈസേഷൻ ലെറ്റർ കൊടുത്തു വിടണം. അതിന്റെ ആവശ്യം എന്താ? അത് ഇതുവരെ ഈ രാജ്യത്തുണ്ടായിരുന്നോ? ഇനി UCF-നെ നിങ്ങൾക്ക് വിശ്വാസമില്ലെങ്കിൽ, നേരത്തെ ശ്രീ രാമകൃഷ്ണ മേനോൻ കൂടി പറഞ്ഞു, UCF ചില കണക്കുകൾ അത് നമുക്ക് അക്സെപ്റ്റബിൾ അല്ല എങ്കിൽ, അങ്ങനെയാണെങ്കിൽ നിങ്ങളുടെ കേന്ദ്ര ഗവൺമെന്റിന്റെ തന്നെ ഏജൻസിയാണല്ലോ നാഷണൽ ക്രൈം റെക്കോർഡ്സ് ബ്യൂറോ. അതിനെ വിശ്വാസം കാണുമല്ലോ. നാഷണൽ ക്രൈം റെക്കോർഡ്സ് ബ്യൂറോ വളരെ കൃത്യമായി ആഭ്യന്തര വകുപ്പ് ഭരിക്കുന്ന അമിത്ഷായുടെ കീഴിലുള്ള വകുപ്പല്ലേ, സംഘമല്ലേ? അവർ പറയുന്നത് പ്രകാരം ഈ രാജ്യത്ത് കഴിഞ്ഞ 7 വർഷക്കാലത്തിനിടയിൽ ക്രിസ്ത്യൻ സമൂഹത്തിന് നേരെയുള്ള ആക്രമണങ്ങൾ വർദ്ധിച്ചിരിക്കുന്നത് 5%. നാഷണൽ ക്രൈം റെക്കോർഡ്സ് ബ്യൂറോയുടെ കണക്കാണ്. ഇനി അത് തെറ്റാണെങ്കിൽ നിങ്ങൾ അമിത്ഷായ്ക്ക് ഒരു ലെറ്റർ അയക്കണം, അല്ലെങ്കിൽ ഒരു മെയിൽ അയച്ചാലും മതി. ശ്രീ രാമകൃഷ്ണ മേനോൻ BJPയുടെ ഏറ്റവും പ്രധാനപ്പെട്ട സംസ്ഥാനത്തെ ഒരു നേതാവാണ്. അദ്ദേഹത്തിന് അതിനുള്ള ആക്സസ് ഒക്കെ ഉണ്ട്. അപ്പൊ അങ്ങ് അത് അയക്കണം. ഇങ്ങനെ ഒരു തെറ്റുണ്ട് എന്നുള്ളത് അങ്ങ് ചൂണ്ടിക്കാണിച്ചാൽ ഉണ്ടാവും. പിന്നീട് കെവിൻ പറഞ്ഞ ഒരു കാര്യം കൂടി, കെവിൻ ഒരുപാട് സാഹചര്യങ്ങൾ ചൂണ്ടിക്കാണിച്ചു. അവിടെ ഇങ്ങനെ പ്രശ്നമുണ്ടായി, നിങ്ങൾ പ്രതികരിച്ചോ, ഇവിടെ ഇങ്ങനെ പ്രശ്നമുണ്ടായി. അപ്പൊ എല്ലാവരും അടിക്കുന്നുണ്ട്, എന്നാൽ RSS സംഘപരിവാരം കൂടെ നമുക്ക് അടിച്ചോട്ടെ എന്നുള്ള നിലപാടാണോ നിങ്ങളുടേത്? അത് ശരിയല്ലല്ലോ. നിങ്ങളുടെ ഇരട്ടത്താപ്പാണ് ഞാൻ ചൂണ്ടിക്കാണിച്ചത്. അവിടെ കെവിൻ പീറ്റർ പറഞ്ഞ ഒരു കാര്യം, വസന്ത് സിറിയക്ക് ആ പോയിന്റിലേക്ക് വരണം. കെവിൻ പീറ്റർ പറഞ്ഞത് ചില സമൂഹത്തിൻ്റെ ആരാക്രമണം നടത്തിയാലും നമ്മൾ അതിനെ അനുകൂലിക്കുന്നില്ല. ഹിന്ദു ആയാലും മുസ്ലിം ആയാലും ക്രിസ്ത്യൻ ആയാലും അതിനെയൊന്നും അനുകൂലിക്കുന്നില്ല. പക്ഷേ ചില വിഭാഗങ്ങളുടെ അക്രമങ്ങളെ മാത്രം പേരെടുത്ത് അല്ലെങ്കിൽ അതിനെതിരെ രംഗത്ത് വരികയും ചിലർ അങ്ങനെയൊക്കെ കാണിച്ചാൽ കമാന്ന് മിണ്ടാതിരിക്കുകയും ചെയ്യുന്ന ഒരു രാഷ്ട്രീയം നിങ്ങളുടെ കയ്യിലുണ്ട് വസന്ത് സിറിയക്ക്. അതങ്ങ് സമ്മതിച്ച് തരണം. അത് അങ്ങേക്ക് തോന്നുന്നതാണ്. അല്ല, പ്രകടമാണല്ലോ. മുനമ്പം വിഷയത്തിലടക്കം പ്രകടമാണ്. ക്രൈസ്തവ സഭയുടെ സ്കൂളിൽ ക്യാമ്പസിൽ ചില സമുദായം നിസ്കരിക്കാൻ സ്ഥലം വേണമെന്ന് പറഞ്ഞപ്പോൾ അതിനെതിരെ നിങ്ങൾ മിണ്ടിയില്ല. മുനമ്പം വിഷയത്തിൽ നിങ്ങൾ ഇടതുപക്ഷത്തിനൊപ്പം പോയി അവിടെ ഈ പറഞ്ഞ വഖഫ് ബോർഡിന്റെ ഭേദഗതി വേണ്ട എന്ന് പറഞ്ഞ് കൈപൊക്കിയ നേതാക്കളാണ് നിങ്ങൾക്കുള്ളത്. നിങ്ങൾക്ക് ഒരു സമുദായത്തെ, ഒരു വിഭാഗത്തെ പേടിയാണ് മിസ്റ്റർ. ശ്രീ വിനോദ്, അങ്ങേതായാലും തിരുവനന്തപുരത്തല്ലേ? എന്റെ നാട്ടിൽ നിന്ന് ഒരു 10-20 കിലോമീറ്റർ ഉള്ളൂ നിങ്ങൾ ഈ പറയുന്ന മൂവാറ്റുപുഴയിലെ നിർമ്മല കോളേജിലേക്ക്. അവിടെ വിഷയത്തിൽ കൃത്യമായി ഇടപെട്ടത്, അവിടുത്തെ വിഷയത്തിൽ കൃത്യമായ നിലപാട് കേരളത്തിന്റെ പ്രതിപക്ഷ നേതാവ് പറഞ്ഞു പോയതാണ്. ആ സ്റ്റേറ്റ്മെന്റ് ജനം ടിവിയിൽ ഉണ്ടാവും. അങ്ങനെ നിങ്ങളുടെ ആർക്കൈവ്സ് എടുത്താൽ മതി. ഈ കേരളത്തിന്റെ പൊതു മനസാക്ഷിയും പൊതു സമാധാന ബോധത്തെയും തകർക്കാൻ ആര് ശ്രമിച്ചാലും ഞങ്ങൾ അതിന് എതിർപ്പാണ് എന്ന് കൃത്യമായി അവിടെ പ്രതിപക്ഷ നേതാവും പറഞ്ഞു. അവിടുത്തെ KSUവും കൃത്യമായി പറഞ്ഞു. ഞാൻ പറഞ്ഞ ഈ വിഷയങ്ങളിൽ കോൺഗ്രസ് ഇടപെട്ടിട്ടുണ്ടോ എവിടെയെങ്കിലും?
സ്റ്റേറ്റ്മെന്റ് അയച്ചുതരാം. രാധാകൃഷ്ണനിലേക്ക് വരാം. രാധാകൃഷ്ണ മേനോൻ ഈ പറയുന്ന ഈ വസന്ത് സിറിയക്ക് പറഞ്ഞ ഈ പോയിന്റ് രാധാകൃഷ്ണ മേനോൻ ഒരു കാര്യം കൂടി പറയൂ. മുനമ്പത്ത് പറഞ്ഞു നോക്കട്ടെ, ആടിയട്ടെ. നാളെ മുനമ്പത്ത് ഈ എറണാകുളം ജില്ലയിലെ പ്രതിപക്ഷ നേതാവും മാത്യു കുഴൽനാടൻ അടക്കമുള്ള എറണാകുളം ജില്ലയിലെ കോൺഗ്രസിലെ എല്ലാ MLA-മാരും MP-മാരും ജനപ്രതിനിധികളും DCC പ്രസിഡന്റ് മുഹമ്മദ് ഷിയാസ് അടക്കം നാളെ മുനമ്പത്ത് അവിടുത്തെ സമരസമിതിക്കൊപ്പമാണ് ഞങ്ങൾ ക്രിസ്മസ് ഒരു കാര്യമില്ല വസന്ത് സിറിയക്ക്. നിലവിലുള്ള വഖഫ് വിഷയം നമ്മുടെ വിഷയം മാറിപ്പോകും. നമ്മുടെ വിഷയം ക്രിസ്മസ് ആണ്. ക്രിസ്മസിനിടയ്ക്ക് വഖഫ് അത് സ്വാഭാവികമായി കടന്നു വന്ന രാധാകൃഷ്ണ മേനോൻ ഇവിടെ വസന്ത് സിറിയക്ക് പറയുന്ന ഒരു കാര്യം, ഇവിടെ ചില സമുദായങ്ങൾ അല്ലെങ്കിൽ ചില വിഭാഗങ്ങൾ പ്രതിഷേധം ഉയർത്തുമ്പോൾ അതിനെതിരെ മൗനം ദീക്ഷിക്കുകയും ചില സമൂഹങ്ങൾ മാത്രം ഇതേപോലുള്ള അക്രമം അത് ഒരിക്കലും അനുകൂലിക്കാനും കഴിയില്ല. അങ്ങനെ ഒരാളുടെ ആഘോഷത്തെയും, അത് ക്രിസ്മസ് ആയിക്കോട്ടെ, നബിദിനമായിക്കോട്ടെ, ശ്രീകൃഷ്ണ ജയന്തി ആയിക്കോട്ടെ, അതിനെ ഒന്നും തടസ്സപ്പെടുത്താൻ പാടില്ല. നമ്മുടെ രാജ്യത്തെ എല്ലാ മതങ്ങളെയും ഒരേപോലെ പരിഗണിക്കുന്ന രാജ്യമാണ്. അക്രമങ്ങളെ ഒരു തരത്തിലും പ്രോത്സാഹിപ്പിക്കാനാവില്ല. അപ്പോൾ ചില സമൂഹങ്ങളിൽ നിന്ന് വരുന്ന അക്രമങ്ങളെ മൗനത്തോടു കൂടി മിണ്ടാതിരിക്കുകയും ചില വിഭാഗങ്ങളുടെ മാത്രം ഉയർത്തിക്കാട്ടി ഇതെല്ലാം സംഘപരിവാറിൻ്റെ കുഴപ്പമാണ് എന്ന് വരുത്തി തീർക്കാനുമുള്ള കോൺഗ്രസിൻ്റെ കപട നീക്കങ്ങളെ ക്രൈസ്തവ സമൂഹം കൃത്യമായി തിരിച്ചറിയുന്നുണ്ട്. അതല്ലേ അതിൽപ്പെട്ട ഒരു സംഘടനയുടെ, എല്ലാവരുടെയും അല്ല, അതിൽപ്പെട്ട ഒരു സംഘടനയുടെ കാസയുടെ പ്രതിനിധിയുടെ അദ്ദേഹത്തിൻ്റെ പരാമർശത്തിൽ നിന്നും അതല്ലേ മനസ്സിലാക്കേണ്ടത് രാധാകൃഷ്ണന്? ഇല്ല, തീർച്ചയായിട്ടും ഇത് ക്രൈസ്തവ വിഭാഗങ്ങൾ എന്ന് പറഞ്ഞാൽ നമ്മളിപ്പോൾ ഇവിടെ ചർച്ച ചെയ്യുമ്പോൾ ഇന്നലെ പ്രധാനമന്ത്രി പങ്കെടുത്തത് കാത്തലിക് ബിഷപ്സ് കോൺഫറൻസ്, അതായത് കാത്തലിക്സ് ആ സ്വഭാവത്തിലുള്ള അവര് ഏകോപനമായി നടത്തിയിട്ടുള്ള ഒരു പ്രോഗ്രാമിലാണ്. അപ്പൊ അതേപോലെ തന്നെ ഈ ഭാരതത്തിൽ ആകെ എത്ര ക്രൈസ്തവ വിഭാഗങ്ങളുണ്ട് എന്ന് പരിശോധിച്ചു കഴിഞ്ഞാൽ ഒരുപാട് ക്രൈസ്തവ വിഭാഗങ്ങളുണ്ട്. അപ്പൊ അവരുടെ എല്ലാം താല്പര്യങ്ങൾ സംരക്ഷിക്കുവാൻ പ്രധാനമന്ത്രിക്ക് ബാധ്യതയുണ്ട്. ക്രൈസ്തവരല്ലാത്ത മുസൽമാന്മാരുടെ താല്പര്യം സംരക്ഷിക്കുവാൻ ബാധ്യതയുണ്ട്. ഇതര വിഭാഗങ്ങളുടെ താല്പര്യം സംരക്ഷിക്കുവാൻ ബാധ്യതയുണ്ട്. അപ്പൊ തീർച്ചയായിട്ടും ഇതെല്ലാം പരിഗണിച്ചുകൊണ്ടുള്ള സമീപനമാണ് ആത്യന്തികമായി ഇത്തരത്തിലുള്ള വിഷയങ്ങളിലെല്ലാം കേന്ദ്ര സർക്കാർ സ്വീകരിച്ചു വരുന്നത്. പക്ഷെ ഇവിടെ കോൺഗ്രസിനെ സംബന്ധിച്ച് കോൺഗ്രസ് കാലങ്ങളായി അനുഭവിച്ചിരുന്ന ഒരു പ്രിവിലേജ് പോലെയാണ് ഈ ഇന്ത്യ മഹാരാജ്യത്തെ മൈനോറിറ്റികളെ, അത് ഞങ്ങളുടെ ചിറകിന്റെ കീഴിലാണ്, ഞങ്ങളാണ് നിങ്ങളുടെ സംരക്ഷണം, മറ്റുള്ളവരൊക്കെ നിങ്ങളെ ഇല്ലായ്മ ചെയ്യാൻ വരുന്നത്. ഈ തരത്തിലുള്ള ഒരു കള്ളപ്രചരണത്തിലൂടെ കാലങ്ങളായി ഭാരതത്തിൽ കോൺഗ്രസ് രൂപപ്പെടുത്തിയിട്ടുള്ള ഒരു സമീപനം തകരുമ്പോൾ അതിന്റെ ഒരു വെപ്രാളമാണ് ഇപ്പോ കാണുന്നത്. കാരണം ക്രൈസ്തവ വിഭാഗത്തിലെ എല്ലാവരും അത് പൂർണ്ണമായും തിരിച്ചറിഞ്ഞു എന്നൊന്നും ഞാൻ പറയുന്നു. പക്ഷെ ക്രൈസ്തവ വിഭാഗത്തിലെ നല്ല ഒരു വിഭാഗം ഈ യാഥാർത്ഥ്യങ്ങൾ തിരിച്ചറിഞ്ഞിരിക്കും. ഇപ്പോ സെന്റ് തോമസ് കോളേജിൽ പാലാ ബിഷപ്പിന്റെ നേരെ, പാലാ സെന്റ് തോമസ് കോളേജിന് സമീപത്തുള്ള ബിഷപ്പ് ഹൗസിന് നേരെ അക്രമം ഉണ്ടായപ്പോൾ കോൺഗ്രസ് എടുത്ത നിലപാടെന്ന്. ഇപ്പൊ ഈ മുനമ്പത്ത് തന്നെ നാളെ ഇപ്പോ ഇവിടെ കോൺഗ്രസിന്റെ പ്രതിനിധി പറഞ്ഞല്ലോ, ഞാൻ അദ്ദേഹത്തെ സ്വാഗതം ചെയ്തു. മുനമ്പത്ത് പോയി നാളെ ക്രിസ്മസ് ആഘോഷിക്കുന്ന തയ്യാറാവുന്നു എന്ന് പറയുമ്പോൾ അതിനുള്ള അവകാശം അവർക്കുണ്ട്. എന്തായാലും വൈകിയാണെങ്കിലും വൈകി വന്ന വിവേകത്തിൽ അവരെ പ്രത്യേകമായി അനുമോദിക്കുന്നു. കാരണം അവരാദ്യം മുനമ്പത്തിന്റെ വിഷയത്തിൽ അടക്കമെടുത്ത സമീപനം എന്താ? ഈ നാട്ടിലെ എല്ലാ വിഭാഗം ജനങ്ങൾക്കും തുല്യനീതി കൊടുക്കുവാൻ ബാധ്യതപ്പെട്ട രാഷ്ട്രീയ പാർട്ടിയുടെ ഏറ്റവും കൂടുതൽ കാലം ഇന്ത്യ മഹാരാജ്യം ഭരിച്ച രാഷ്ട്രീയ പാർട്ടിയാണ് കോൺഗ്രസ്. അവര് രാജ്യത്തെ ഓരോ പ്രശ്നവും ഉണ്ടാകും. അതാണല്ലോ വിനോദ് ചോദിച്ച ചോദ്യത്തിന്റെ പ്രസക്തമായ ഭാഗം. അപ്പൊ ആ ഒരു വിഷയങ്ങളിൽ അവരൊരു ചില പ്രത്യേക വിഭാഗങ്ങളുടെ സംരക്ഷകരായി അവര് മാറുന്നു. അവര് ആ ചില പ്രത്യേക വിഭാഗങ്ങളുടെ വോട്ടിനെ തങ്ങളുടെ പെട്ടിയിലാക്കാൻ വേണ്ടി വടക്കേ ഇന്ത്യയിൽ നിൽക്കുന്ന തങ്ങളുടെ ഏറ്റവും ഉന്നത നിലയിലുള്ള നേതാക്കളെ വരെ ഈ കേരളത്തിലേക്ക് ക്ഷണിച്ചുകൊണ്ടുവന്ന് മത്സരിപ്പിക്കുന്നു. കാരണം അല്ലാതെ അവർക്ക് രാജ്യത്ത് നിലനിൽക്കാൻ നിർവാഹമില്ലാത്ത, അല്ലെങ്കിൽ അവരുടെ ആ ഉന്നത നേതാക്കന്മാർക്ക് പാർലമെന്റിൽ എത്താൻ നിർവാഹമില്ല എന്ന് തിരിച്ചറിവിൽ അവരെ ഇവിടേക്ക് കൊണ്ടുവരേണ്ട അവസ്ഥ എന്താ കോൺഗ്രസിനുണ്ടായത്? അവകാശമില്ല എന്നല്ല ഞാൻ പറഞ്ഞു. പക്ഷെ ആ നിലയിൽ കോൺഗ്രസ് ഒരു ചില പ്രത്യേക വിഭാഗങ്ങളോട് അടിപ്പെട്ട് പ്രവർത്തിക്കുകയും എന്നാൽ അതേസമയം എല്ലാ വിഭാഗത്തോടും തുല്യനീതി കാണിക്കുന്നതിൽ പരാജയപ്പെടുകയും ചെയ്യുമ്പോൾ അത് ക്രിസ്തീയ വിഭാഗമായാലും മുസ്ലിം വിഭാഗമായാലും ഇതര വിഭാഗങ്ങളായാലും ഒക്കെ ഘട്ടം ഘട്ടമായി തിരിച്ചറിയുകയാണ്. ഇപ്പൊ നോർത്ത് ഇന്ത്യയിൽ പല ഭാഗത്തും
മുസ്ലിം ജനവിഭാഗങ്ങളും ഇതേപോലെ കോൺഗ്രസിന്റെ ഈ തെറ്റായ സമീപനത്തെ തിരിച്ചറിഞ്ഞ് കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പ് കാലത്തും അതിനു മുമ്പ് നിയമസഭാ തെരഞ്ഞെടുപ്പ് കാലത്തും ഒക്കെ വോട്ട് ചെയ്തിട്ടുണ്ട്. അപ്പൊ കോൺഗ്രസ് എല്ലാ കാലത്തും ഈ തരത്തിൽ ആളുകളെ തെറ്റിദ്ധരിപ്പിക്കാനും വിഡ്ഢികളാക്കാനും വിഡ്ഢിവേഷം കെട്ടിക്കാനും വേണ്ടിയുള്ള ഒരു രാഷ്ട്രീയം കൈകാര്യം ചെയ്യും. അതിനെ തുറന്നു കാണിക്കുന്നതിൽ ഇന്ന് ഭരണ നേതൃത്വം കൊടുക്കുന്ന ഭാരതീയ ജനതാ പാർട്ടിയും അതുമായി ബന്ധപ്പെട്ട സംവിധാനവും എല്ലാം വിജയിക്കുന്നു. ഇതിന്റെ അങ്കലാപ്പാണ് ഈ പ്രചരണം. ഇവിടെ തന്നെ മധ്യപ്രദേശിലെ സ്കൂളില് ഇവിടെ കോൺഗ്രസിന്റെ പ്രതിനിധി ചോദിക്കുന്നതായിട്ട് അവിടെ കത്ത് കൊടുത്തു എന്നുള്ളത് ഒരു വലിയ പ്രശ്നമാണ്. ആ കാരണം കത്ത് കൊടുക്കണം എന്ന് പറയുമ്പോൾ അവിടെയാണ് ഞാൻ പറഞ്ഞത്. ഇപ്പോ പ്രധാനമന്ത്രിയെ വിളിച്ച് സമ്മേളനം നടത്തിയ ക്രൈസ്തവ വിഭാഗങ്ങളിൽ ഇന്ത്യയിലെ എല്ലാ ക്രൈസ്തവരും ആ കൗൺസിലിന്റെ ഭാഗമാണ് എന്ന് നമുക്ക് പറയാൻ പറ്റും. പക്ഷെ അവരൊരു വലിയ വിഭാഗമാണ്. ഈ ഭാരതത്തിൽ ക്രൈസ്തവ താല്പര്യങ്ങൾക്ക് വേണ്ടി നിലപാടെടുക്കുന്ന ക്രൈസ്തവ സമൂഹത്തിന്റെ പ്രാതിനിധ്യമുള്ള ഏറ്റവും വലിയ സംഘടനയാണ്. അപ്പൊ അവരെ അംഗീകരിച്ചുകൊണ്ട് പ്രധാനമന്ത്രി അവിടെ എത്തി. പക്ഷെ മധ്യപ്രദേശിൽ സ്കൂൾ നടത്തിയ എല്ലാ അവകാശവും കൊടുത്തു. ആ വിഭാഗമാണ് അവിടെ ഏറ്റവും കൂടുതൽ സ്കൂൾ നടത്തുന്നു എന്ന് പറയുമ്പോൾ അതെല്ലാം ഇവിടെ അനുവദിച്ചിരിക്കുന്നു. മധ്യപ്രദേശ് BJP ഭരിക്കുമ്പോഴും അവർക്ക് എല്ലാ ആനുകൂല്യവും കൊടുക്കുന്നു. എന്നാൽ ആ സ്കൂളിൽ പഠിക്കുന്ന കുട്ടികൾ മുഴുവൻ ആ ഒരു വിഭാഗത്തിൽപ്പെട്ടവരല്ലല്ലോ. ആ സ്കൂളിൽ എല്ലാ വിഭാഗത്തിൽപ്പെട്ട കുട്ടികൾ പഠിക്കുന്നില്ല. അവിടെ എല്ലാ വിഭാഗത്തിലും പെട്ട ആളുകൾക്ക് അവരുടെ കുട്ടികളെ പഠിപ്പിക്കാനുള്ള അവകാശമില്ല. അങ്ങനെ പഠിക്കുന്ന കുട്ടികളെ മുഴുവൻ ഏതെങ്കിലും ഒരു പ്രത്യേക ആഘോഷത്തിന്റെ ഭാഗമാക്കണം എന്ന് കർശനമായി നിഷ്കർഷിക്കാൻ നമുക്ക് പറ്റുമോ? അപ്പൊ തീർച്ചയായിട്ടും അത്തരം കാര്യങ്ങളെ തിരിച്ചറിയാൻ നമുക്ക് സാധിക്കണം. അത്തരം കാര്യങ്ങളെ തിരിച്ചറിഞ്ഞ് ഇടപെടാൻ നമുക്ക് സാധിക്കണം. ആ ഇടപെടലാണ് ഇന്ന് നമ്മുടെ നാട്ടിൽ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. ആ ഇടപെടലിനെ നമ്മൾ എതിർത്തിട്ട് കാര്യമില്ല. ആ ഇടപെടൽ രാജ്യം ഭരിക്കുന്ന രാഷ്ട്രീയ പാർട്ടി ആ നിലയിലുള്ള സമീപനം സ്വീകരിച്ച് രാജ്യത്ത് സൽഭരണം നടപ്പാക്കുമ്പോൾ എല്ലാ വിഭാഗത്തിനും അവരുടെ ജീവിത നിലവാരം മെച്ചപ്പെടുന്നു എന്ന് മാത്രമല്ല, അവരുടെ മതവിശ്വാസത്തിൽ അടിയുറച്ചു നിന്നുകൊണ്ട് അവരുടെ വിശ്വാസത്തെ കൂടുതൽ ശക്തിപ്പെടുത്താനും അവരുടെ വിശ്വാസത്തെ പ്രചരിപ്പിക്കാനും അവരുടെ വിശ്വാസത്തെ ചേർത്ത് പിടിക്കാനും എല്ലാമുള്ള അവകാശം ഇവിടെ അനുവദിച്ചു കൊടുക്കുന്നു. അതെ, അവരുടെ എല്ലാ ആഘോഷങ്ങളും നടത്താനുള്ള എല്ലാ സാഹചര്യവും ഒരുക്കി കൊടുക്കുന്നു. അതെത്ര സമാധാനപരമായി നടത്താം, അതിനെന്തെല്ലാം നടപടി സ്വീകരിക്കാം, അത് മാത്രമാണ് സ്വീകരിക്കുന്നത്. ഒരാഘോഷങ്ങളെയും തടയുന്നില്ല. നമുക്ക് കാസർഗോഡ് പ്രതിനിധിയിലേക്ക് വരണം. അങ്ങല്ല ആ സംഘടന ക്രൈസ്തവ സഭയുമായി ഒരു ബന്ധവുമില്ല എന്നൊക്കെ വസന്ത് സിറിയക്ക് പറഞ്ഞിട്ടുണ്ട്. അതിൻ്റെ മറുപടി കൂടി ഞങ്ങൾക്ക് കേൾക്കാനുണ്ട്. അഡ്വക്കേറ്റ് വസന്ത് സിറിയക്കിന് ക്രിസ്മസ് ആഘോഷത്തിൽ പള്ളിയിൽ പങ്കെടുക്കേണ്ടതിനാൽ അദ്ദേഹം ചർച്ചയിൽ നിന്ന് പോയിട്ടുണ്ട്. അത് പ്രതിഷേധിച്ച് പോയതല്ല, അദ്ദേഹത്തിന് പള്ളിയിൽ ചടങ്ങുള്ളത് കൊണ്ട് പോയതാണ്. എന്നാലും കെവിൻ പീറ്റർ മറുപടി പറയണം. അദ്ദേഹം അത് കേട്ടുകൊള്ളും. അത് നമ്മുടെ യൂട്യൂബിൽ വരുന്ന മറുപടി അദ്ദേഹം കണ്ടുകൊള്ളും. അദ്ദേഹം പറഞ്ഞതിന് ചില മറുപടികൾ ആവശ്യമുണ്ട്. ക്രൈസ്തവ സഭയുമായി ബന്ധമില്ല എന്നുള്ള പറഞ്ഞ കാര്യം. പിന്നീട് ഈ പറഞ്ഞ അവിടുത്തെ മധ്യപ്രദേശിലെ കത്ത്, അത് ഓരോ സഭയും തിരിച്ച് പ്രത്യേക കത്തിറക്കണമെന്നൊക്കെയുള്ള നടപ്പാക്കാൻ പറ്റാത്ത കാര്യങ്ങളാണ് അദ്ദേഹം പറയുന്നത്. ശ്രീ കെവിൻ പീറ്റർ, ഇതില് ഇപ്പോ വസന്ത് സിറിയക്ക് പറഞ്ഞാല് ഒരു പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത്, അദ്ദേഹം പറഞ്ഞത് കാസയ്ക്ക് സഭയുമായിട്ട് ബന്ധമില്ലെന്നുള്ളതാണ്. സഭയെന്ന് പറയുന്നത് ഞങ്ങൾ തന്നെയാണ്, അല്ലാതെ കുറച്ച് വൈദികരും പിതാക്കന്മാരും ദീപിക പത്രവും ചേർന്നതല്ല സഭയെന്ന് പറയുന്നത്, ഞങ്ങൾ കൂടെ ഉൾപ്പെട്ടതാണ്. പിന്നെ കാസ എന്ന് പറയുന്ന സംഘടന കേരളത്തിലെ യഹോവ സാക്ഷികൾ എന്ന് പറയുന്ന ഒരു സഭാ വിഭാഗം ഒഴികെ കേരളത്തിലുള്ള സർവ്വ ക്രിസ്ത്യൻ സഭകളിലെയും വിശ്വാസികളുടെ ഏകീകൃത സംഘടനയാണ്. ഞാൻ ആ എല്ലാ സഭകളുടെയും ലാറ്റിൻ, സീറോ മലബാർ, ഓർത്തഡോക്സ്, യാക്കോബായ, പ്രൊട്ടസ്റ്റന്റ് ഇതുപോലുള്ള എല്ലാ സഭകളുടെയും വിശ്വാസികളെ പ്രതിനിധീകരിച്ചാണ് ഞാനിവിടെ സംസാരിക്കുന്നത്. പിന്നെ സഭയ്ക്ക് അംഗീകാരമൊന്നും ഞങ്ങൾക്ക് ആവശ്യമില്ല. ഞങ്ങൾ അംഗീകാരം ചോദിച്ചാൽ അങ്ങോട്ട് പോയിട്ടുമില്ല. ആരുടെ അംഗീകാരം ഞങ്ങൾക്ക് വേണ്ട, ആരെ ഇനി അംഗീകാരത്തിനായിട്ട് ഞങ്ങൾ സമീപിക്കുകയുമില്ല. കാര്യം ഇത് എല്ലാ സഭയിലെയും വിശ്വാസികളുടെ സ്വതന്ത്ര സംഘടനയാണ്. അപ്പോ പിന്നെ അദ്ദേഹം എന്ന് പറയുന്നത് SMIM എന്ന് പറയുന്ന സീറോ മലബാർ സഭയുടെ യൂത്ത് വിങ്ങിന്റെ ഒരു യുവജന സംഘടനയുടെ അംഗമായിരുന്നു അദ്ദേഹം. പക്ഷെ അതുപോലെയല്ല, ഞാൻ കേരളത്തിലെ സർവ്വ സഭാ വിഭാഗങ്ങളെയും പ്രതിനിധീകരിക്കുന്ന വിശ്വാസികളുടെ ഏകീകൃത സംഘടന ആളാണ്. അപ്പോൾ ഇത് അദ്ദേഹം പറഞ്ഞത് തെറ്റാണ്. അതുപോലെ തന്നെ ഇദ്ദേഹം മറ്റൊരു കാര്യം പറഞ്ഞു, മധ്യപ്രദേശിലെ കാര്യം. അതിന്റെ ഉദാഹരണം എന്ന് പറയുന്നത്, പ്രൊട്ടസ്റ്റന്റ് വിഭാഗങ്ങൾ ഈ കരോളോ പുൽക്കൂടോ ഒന്നും ഉപയോഗിക്കുന്നവരല്ല. അവരത്തരം ആഘോഷങ്ങളൊന്നും അവർക്കില്ല. അവർക്ക് ഇന്നത്തെ ദിവസം രാത്രിയിൽ പ്രത്യേക പ്രാർത്ഥന മാത്രമേ ഉണ്ടാവുള്ളൂ, അതല്ലാതെ മറ്റൊരു ആഘോഷവും അവർക്കില്ല. അപ്പോ മധ്യപ്രദേശിലെ സ്കൂളിൽ
ക്രിസ്ത്യൻ കുട്ടികളുടെ കൂടെ മാതാപിതാക്കളുടെ കൂടെ അവരുടെ സമ്മതപത്രം കൊണ്ടുവരണമെന്ന് പറഞ്ഞാൽ ഒരു തെറ്റുമില്ല. അവിടെ ഒരു യഹോവ സാക്ഷിക്കാരനോ അല്ലെങ്കിൽ പ്രൊട്ടസ്റ്റന്റുകാരനോ മക്കളെ നാളെ സ്കൂളിൽ വന്നിട്ട് ചോദിക്കുന്നു, ഞങ്ങളോട് ചോദിക്കാതെ ഞങ്ങളുടെ കുട്ടിയെ മറ്റൊരു രീതിയിലുള്ള ആചാരത്തിൽ എന്തിനാണ് പങ്കെടുപ്പിച്ചതെന്ന് ചോദിച്ചാൽ അതിന്റെ പേരിൽ അവിടെ പ്രശ്നം ഉണ്ടാവും. മുസ്ലിങ്ങളും പ്രശ്നം ഉണ്ടാക്കാം, ഹിന്ദുക്കളും പ്രശ്നം ഉണ്ടാക്കാം. അപ്പൊ അത് ആർക്കും പ്രശ്നം ഉണ്ടാകാതിരിക്കാനാണ് അത്തരത്തിലൊരു സമ്മതപത്രം കൊണ്ടുവരണമെന്ന് ആവശ്യപ്പെട്ടു. ഞാൻ പറയുന്നത് അത് ഭാരതത്തിലുടനീളം നടപ്പിലാക്കണം. അപ്പൊ ഒരു സ്കൂളുകളിലും പ്രശ്നം ഉണ്ടാകില്ല. സമ്മതമുള്ളവർ പങ്കെടുത്തു, ഒരു പ്രശ്നമില്ല. സ്കൂൾ അധികൃതർക്കും പ്രശ്നമില്ല, ആർക്കും പ്രശ്നമില്ല. സമ്മതമില്ലാത്തവർ, താല്പര്യമില്ലാത്തവർ അത് പങ്കെടുക്കണ്ട, അല്ലെങ്കിൽ മാറി നിൽക്കട്ടെ, അല്ലെങ്കിൽ അന്നത്തെ ദിവസം ലീവ് എടുക്കട്ടെ, പ്രശ്നം തീർന്നു. ഇതൊക്കെ വളരെ നല്ലൊരു കാര്യമാണ്, നല്ലൊരു ഇത് തന്നെയാണ് ചെയ്തത്. പിന്നെ ഇപ്പൊ അദ്ദേഹം പറഞ്ഞിട്ട് പോയി, മുനമ്പത്തിന്റെ കാര്യം പറഞ്ഞിട്ട് പോയി. അന്ന് കഴിഞ്ഞ പ്രാവശ്യം ഏറ്റവും അവസാനം വി.ഡി. സതീശൻ മുനമ്പത്ത് വന്നു നിന്ന് കയ്യടി മേടിച്ചിട്ട് പറഞ്ഞത് എന്താണ് പറഞ്ഞതെന്നറിയാവോ? അവിടുത്തെ അച്ഛൻ വളരെ സങ്കടത്തോടു കൂടിയാണ് അദ്ദേഹം ഒരു റിക്വസ്റ്റ് നടത്തിയത്. 25-ാം തീയതി ക്രിസ്മസ്, ലോകമെമ്പാടും ക്രിസ്ത്യാനികൾ ക്രിസ്മസ് ആഘോഷിക്കുമ്പോൾ ഈ പാവങ്ങൾ ഭക്ഷണം കഴിക്കാതെ നിരാഹാരം ഈ പള്ളിമുറ്റത്ത് ഇരിക്കേണ്ടി വരരുത്, അതുകൊണ്ട് നിങ്ങൾ ഈ വിഷയം പരിഹരിക്കണം എന്ന് പറഞ്ഞപ്പോൾ വി.ഡി. സതീശൻ കൊടുത്ത വാഗ്ദാനം എന്താണെന്ന് അറിയാവോ? 25-ാം തീയതിക്കുള്ളിൽ ഈ പ്രശ്നം പരിഹരിക്കാൻ സാധിച്ചില്ലെങ്കിൽ ഞാനും വന്നവിടെ ഇരിക്കുന്നതാണ്. എന്താണ് നാളെ സതീശൻ വരാത്തത്? സതീശൻ വരണം, സതീശനും കൂടെ വന്നിരിക്കണം, അവിടുത്തെ ആളുകളോട് മറുപടി പറയണം. അന്ന് അച്ഛൻ റിക്വസ്റ്റ് ചെയ്തിട്ട് ഈ 25-ാം തീയതിക്കുള്ളിൽ പ്രതിപക്ഷമായി നേതാവായിരിക്കുന്ന വി.ഡി. സതീശൻ ആ വിഷയം പരിഹരിക്കുന്നതിൽ എന്ത് നിലപാടാണ് സ്വീകരിച്ചത്? അദ്ദേഹം ഒരു പ്രവർത്തനം നടത്തിയിട്ടില്ല. അദ്ദേഹം ലീഗിന്റെ നിലപാടുകൾക്ക് കീഴ്പ്പെട്ടുകൊണ്ട് അദ്ദേഹം പറഞ്ഞ കാര്യത്തിൽ നിന്ന് മലക്കം മറിയാൻ മാത്രമാണ് ചെയ്തത്. അദ്ദേഹം പറഞ്ഞു, ഞങ്ങളിവിടെ സമര പരിപാടികൾ ആരംഭിക്കും. എവിടെയാണ് ഈ കേരളത്തിൽ, എവിടെയാണ് മുനമ്പം ജനതയ്ക്ക് വേണ്ടി കോൺഗ്രസ് സമരം നടത്തിയത്? എന്നിട്ട് നാളെ ഒരു ഉളുപ്പുമില്ലാതെ അവിടെ ചെന്ന് അനുയായികളെ പറഞ്ഞു വിട്ടിരിക്കുന്നു. വി.ഡി. സതീശൻ അവരോട് ചെല്ലാൻ നാണമാണോ, അതോ മത്സ്യത്തൊഴിലാളികൾ പ്രതികരിക്കുന്ന ഭയമാണോ? അപ്പൊ ഇതൊക്കെ ഇവരുടെ തട്ടിപ്പാണ്. അപ്പോൾ ഇവിടെ സംഭവിക്കുന്നത് എന്ത് പറഞ്ഞാൽ, ഇപ്പൊ തന്നെ മോഹൻ വർഗീസ് സാഹ് ഒരു തെറ്റായ കാര്യം പറഞ്ഞു. ഞാൻ ആ പാലക്കാട് നടന്ന വിഷയത്തെ കുറിച്ച് നേരിട്ട് ഞങ്ങളുടെ സംഘടനാ പ്രവർത്തകർ വഴിയും അല്ലാതെ അത് അന്വേഷിച്ചാണ്. അവിടെ അത്തരത്തിലൊരു കരോൾ സംഘത്തെ ആക്രമിക്കുകയോ അവിടെ മറ്റു പ്രശ്നങ്ങളോ ഒന്നും തന്നെ ഉണ്ടായിട്ടില്ല. ഈ പറയുന്ന ആ സ്കൂളിൽ ഉണ്ടായ സംഭവം എന്ന് പറയുന്നത്, അവർ നടന്നു വന്ന വഴി ആ കരോൾ നടക്കുന്നത് കണ്ട് അവിടുത്തെ ചില അധ്യാപകരുമായി വാഗ്വാദം ഉണ്ടായി. അവരുടെ ഭാഗത്തുനിന്ന് ഒരു എതിർപ്പ് സ്വരം ഉണ്ടായപ്പോൾ അവർ ഹെഡ്മിസ്ട്രസിനെ കയറി കണ്ട് സംസാരിച്ചെന്നുള്ളല്ലാതെ അവിടെ ഒരുവിധ ക്രിസ്മസ് ആഘോഷങ്ങളും തടസ്സപ്പെട്ടിട്ടില്ല. നമ്മൾ ക്രൈസ്തവരായ നമ്മൾ ഈ ക്രിസ്മസ് ദിനത്തിൽ എന്തിനാണ് കളവ് പറയുന്നത്? അതിന്റെ ആവശ്യമില്ല, അത് മറ്റുള്ളവരെ തെറ്റിദ്ധരിപ്പിക്കാം. അതെ, അതിന്റെ വാർത്തകൾ പുറത്തു വന്നതുമാണ്. കൃത്യമായി അന്വേഷണം നടത്തി കുറ്റവാളികളെ കണ്ടെത്തണമെന്ന് തന്നെയാണ് കെ സുരേന്ദ്രനും അദ്ദേഹം വയനാട് ബിഷപ്പിനെ സന്ദർശിച്ച ശേഷം അദ്ദേഹം പറഞ്ഞത് അതാണ്. നമുക്ക് ഒരു ഇടവേള കൂടി ആവശ്യമുണ്ട്. അതിനുശേഷം ഡോക്ടർ മോഹൻ വർഗീസിലേക്ക് വരാം. അതിൻ്റെ പ്രധാനപ്പെട്ട കാര്യം, ഇത്തരം ആഘോഷങ്ങൾ ഭാരതം പോലെ വളരെ വൈവിധ്യങ്ങൾ നിറഞ്ഞ, നിരവധി മതവും നിരവധി ജാതിയും നിരവധി സമൂഹവുമൊക്കെയുള്ള നമ്മുടെ ഈ രാജ്യത്ത് ഇത്തരം ആഘോഷങ്ങളിൽ മറ്റു മതങ്ങളുമായി ചേർന്ന്, അല്ലെങ്കിൽ അവരുടെ ആഘോഷങ്ങളിലേക്ക് ഓരോ മതവിഭാഗവും കടന്നു ചെല്ലുകയും തിരികെയും ഒക്കെ വരുന്നത് നമ്മുടെ രാജ്യത്തെ സൗഹാർദ്ദപരമായ മുന്നോട്ട് പോക്കിന് ഏറെ സഹായകരം തന്നെയാണ്. അത് പ്രധാനമന്ത്രി പറഞ്ഞതുകൊണ്ട്, BJP പറഞ്ഞതുകൊണ്ട് അതൊന്നും വേണ്ട എന്ന് പറയുന്ന നടപടി നമുക്ക് അംഗീകരിക്കാനാവില്ലല്ലോ. ഡോക്ടർ മോഹൻ വർഗീസ്, സമയക്കുറവുണ്ട്, വളരെ ചുരുക്കി കാര്യങ്ങൾ പറഞ്ഞാൽ ഉപകാരം. അതായത് ഞാൻ നേരത്തെ പറഞ്ഞത്, നമ്മുടെ ഈ രാജ്യത്ത് മതപരമായ ഇത്തരം ആഘോഷങ്ങളിൽ അതാര് പറഞ്ഞാലും അതിനെ പ്രോത്സാഹിപ്പിക്കേണ്ടതല്ലേ? അതിൽ രാഷ്ട്രീയം കാണേണ്ട കാര്യമില്ലല്ലോ. കാരണം BJP പറഞ്ഞതുകൊണ്ട് അത് തെറ്റായ കാര്യമല്ലല്ലോ. ക്രിസ്മസ് ആഘോഷത്തിൽ ഹൈന്ദവ സമൂഹവും അല്ലെങ്കിൽ മുസ്ലിം സമൂഹവും അവർക്കൊപ്പം നിന്ന് ആഘോഷിക്കുക. തിരികെ വിഷു വരുമ്പോഴും അല്ലെങ്കിൽ നബിദിനം വരുമ്പോഴും ക്രൈസ്തവ സമൂഹവും അവർക്കൊപ്പം നിന്ന് ആഘോഷങ്ങൾ പങ്കെടുക്കുക. അതല്ലേ വേണ്ടത്? അങ്ങനെ തന്നെയാണ് വേണ്ടത്. ഒരു കാലത്ത് ഉണ്ടായിരുന്നതും അതാണ്. കേരളത്തിൻ്റെ മുൻകാലങ്ങളിൽ തീർച്ചയായും പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ആഘോഷങ്ങളിൽ പങ്കെടുക്കുന്ന ഒരു പാരസ്പര്യം ഉണ്ടായിരുന്നു. പക്ഷേ ഇവിടെ റാഡിക്കലൈസേഷൻ, ഓരോ മതവിഭാഗങ്ങൾക്കിടയിലും റാഡിക്കലൈസേഷൻ നടക്കുന്നു. അതുമാത്രമല്ല, രാഷ്ട്രീയ നേട്ടത്തിന് വേണ്ടി മതത്തെ ഉപയോഗിക്കുന്ന ഒരു രീതി വ്യാപകമാകുമ്പോൾ ഇവിടുത്തെ പരമ്പരാഗതമായ വോട്ട് ബാങ്ക് പോളിറ്റിക്സ് അപ്സെറ്റ് ആകുന്നു എന്ന ഒരു പരിഭവം ചില കക്ഷികൾക്കെങ്കിലുമുണ്ട്. അതുകൊണ്ടാണ് ഈ പറയുന്ന വിവാദങ്ങളുടെ എല്ലാം അടിസ്ഥാനം രാഷ്ട്രീയം തന്നെയാണ്. ഞാനിവിടെ രാഷ്ട്രീയ നിരീക്ഷകൻ എന്ന രീതിയിലാണ് റെപ്രസെൻ്റ് ചെയ്യുന്ന ക്രൈസ്തവ മത വിഭാഗങ്ങളെ അല്ല ഞാൻ പ്രതിനിധീകരിക്കുന്നത്. ഇവിടെ രാഷ്ട്രീയമായി ഇതിനെ നോക്കിക്കാണുമ്പോൾ എല്ലാ രാഷ്ട്രീയ കക്ഷികൾക്കും അവകാശമുണ്ട്, അവസരമുണ്ട് മതവിഭാഗങ്ങളുമായി സന്ധി ചെയ്തു പോകാൻ, അവരുടെ ആഘോഷങ്ങളിലേക്ക് കടന്നു ചെല്ലാൻ, സമരസപ്പെട്ടു പോകാനുള്ള അവകാശമുണ്ട്. അത് ഏതെങ്കിലും ഒരു രാഷ്ട്രീയ കക്ഷിയുടെ കുത്തകയായി കാണാനാവില്ല. അതുമാത്രമല്ല, ഒരു മതവിഭാഗത്തെയും ഒരു അവാന്തര വിഭാഗത്തെയും തങ്ങളുടെ വോട്ട് ബാങ്കായി എക്കാലത്തും കൈവശം വെക്കാനും ഒരു രാഷ്ട്രീയ കക്ഷിക്കും കഴിയില്ല.
അപ്പോൾ വസ്തുതകൾ, തർക്കങ്ങളുണ്ടാകും, ആക്രമണങ്ങളുണ്ടാകും, അതൊക്കെ അത് വസ്തുതാപരമായി തന്നെ കാണണം. ആ വസ്തുതകളെ വസ്തുതാപരമായി കാണണം. ഒരു ആക്രമണം ഉണ്ടായിക്കഴിഞ്ഞാൽ അത് സാമൂഹ്യ വിരുദ്ധർ ചെയ്താലും രാഷ്ട്രീയ കക്ഷികൾ ചെയ്താലും അതാരാണ് എന്ന് കണ്ടുപിടിക്കണം, അതിന് പരിഹാരമുണ്ടാകണം. അതിന് ന്യായീകരണങ്ങളല്ല വേണ്ടത്, പരിഹാരങ്ങളാണ് വേണ്ടത്. ഇവിടെ നല്ലൊരു സമയമാണ് ക്രിസ്തുമസ് എന്ന് പറഞ്ഞാൽ. ഇന്ന് ക്രിസ്തുമസ് സായാഹ്നം, ക്രിസ്മസ് ഈവാണ്. അതുകൊണ്ട് തന്നെയാണ് നമ്മൾ ഈ വിഷയം ഏറ്റവും കാലികമായ ഈ വിഷയം ചർച്ചയ്ക്കെടുത്തത്. പ്രസക്തിയില്ല എന്ന എൻ്റെ അഭിപ്രായം ഒരിക്കൽ പറയുന്നു. തീർച്ചയായും ഈ ക്രിസ്മസിൻ്റെ ഈ അവസാന വേളയിൽ അല്ലെങ്കിൽ ക്രിസ്മസിലേക്ക് കടക്കുന്ന ഈ മുഹൂർത്തത്തിൽ നമ്മൾ അതുകൊണ്ട് തന്നെയാണ് ഈ വിഷയം എടുത്തത്. രാധാകൃഷ്ണ മേനോൻ കൂടി. മേനോൻ, ഒരു കാര്യം, ഈ BJP അങ്ങ് നേരത്തെ പറഞ്ഞു, AB വാജ്പേയി പ്രധാനമന്ത്രിയായിരുന്നപ്പോൾ എൻ്റെ ഓർമ്മയിലുള്ളത് അങ്ങ് കോട്ടയം ജില്ലാ പ്രസിഡൻ്റാണെന്ന്. അന്ന് കുമരകത്ത് അദ്ദേഹം അവിടെ വന്ന് താമസിക്കുകയും അവിടുത്തെ അന്നത്തെ കാര്യം അങ്ങ് പറയുകയും ചെയ്തു. പക്ഷേ BJP നരേന്ദ്രമോദി സർക്കാർ അധികാരത്തിൽ വന്ന ശേഷമാണ് ഇത്തരത്തിൽ ക്രൈസ്തവ സഭകൾക്ക് ഒരു ക്രിസ്മസ് സന്ദേശം നൽകാൻ ബിഷപ്പ് ഹൗസിലേക്കൊക്കെ പോകുന്നതും വിഷുവിന് അവരെയൊക്കെ ഇങ്ങോട്ടേക്ക് ക്ഷണിക്കുന്നതും. ഇതൊക്കെ അല്പം വൈകിപ്പോയതുകൊണ്ടല്ലേ ഈ വിമർശനങ്ങളൊക്കെ ഏൽക്കേണ്ടി വരുന്നത്? രാധാകൃഷ്ണ മേനോൻ. അല്ല വിനോദേ, ഇതിപ്പോ BJPയെ സംബന്ധിച്ച് BJP ഈ രാജ്യത്ത് രൂപം കൊണ്ട കാലം മുതൽ സ്വീകരിച്ചിട്ടുള്ള സമീപനം ഇത് തന്നെയാണ്. എന്നാൽ ഇപ്പോ BJP ഇപ്രാവശ്യം നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിലുള്ള ഭരണം അധികാരത്തിൽ വന്നതിന് ശേഷം മോദിയെ പ്രതിക്കൂട്ടിലാക്കാൻ വേണ്ടി ഇപ്പോ അദ്ദേഹം അധികാരത്തിൽ വരുന്നതിന് മുമ്പ് തന്നെ വലിയ പ്രചരണമല്ലേ. ആ നിലയില് അത് മതന്യൂനപക്ഷങ്ങൾക്ക് എതിരാണ് എന്നുള്ള നിലയിലുള്ള പ്രചരണം കൊടുമ്പിരിക്കൊണ്ടപ്പോ അതിനെ സ്വാഭാവികമായിട്ടും അതല്ല എന്ന തിരിച്ചറിവ് ഇന്ന് സമൂഹത്തിനുണ്ടായി. BJPയും അത് കൂടുതൽ കരുത്തോടുകൂടി ആ യാഥാർത്ഥ്യങ്ങൾ സമൂഹത്തിലേക്ക് എത്തിക്കാൻ. കാരണം BJP അധികാരത്തിൽ വരുമ്പോൾ, വീണ്ടും അധികാരത്തിൽ വന്നപ്പോൾ, അടൽ ബിഹാരി വാജ്പേയിയുടെ കാലത്ത് വന്നപ്പോൾ അസ്വസ്ഥത ഉണ്ടായിരുന്നു. എങ്കിലും വീണ്ടും ഒരു തുടർ ഭരണം നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിൽ വരുമ്പോൾ അതിനെ ഭീതിയോടെ കണ്ടതിന്റെ പരിണിത ഫലമാണ്. അപ്പൊ തീർച്ചയായിട്ടും അത് BJPയുടെ ദൗത്യമായി ഏറ്റെടുത്തിട്ടുണ്ട്. എല്ലാ വിഭാഗം ജനങ്ങളിലും ആ സാഹോദര്യത്തിന്റെ സന്ദേശം എത്തിക്കാൻ വേണ്ടിയുള്ള തീവ്രമായ പരിശ്രമം. ഇത് യഥാർത്ഥത്തിൽ വിനോദേ, ഇത് BJPയുടെയോ അല്ലെങ്കിൽ RSSന്റെയോ സ്വഭാവമല്ലോ, ഭാരതത്തിന്റെ പൊതു സ്വഭാവമാണ്. ഞാനിപ്പോ ചർച്ചയിൽ പങ്കെടുക്കുന്നത് ചങ്ങനാശ്ശേരിയിൽ. ചങ്ങനാശ്ശേരിയില് നാളെ ക്രിസ്മസ്, ഇന്നത്തെ ക്രിസ്മസ്, ഈ ക്രിസ്മസിന്റെ ഇതേ വേളയിൽ വലിയ പള്ളിയിലെ ക്രിസ്മസും കാവിലമ്പലത്തിലെ ചിറപ്പും ഒപ്പം ചങ്ങനാശ്ശേരി പുതൂർപ്പള്ളിയിലെ ചന്ദ്രക്കുളവും ഒരുമിച്ച് ആഘോഷിക്കുകയല്ലേ. എല്ലാ വിഭാഗം ആളുകളുമില്ലേ. അപ്പൊ ഇത് നമ്മുടെ നാടിന്റെ സംസ്കാരമാണ്. ആ സംസ്കാരമാണ് BJPയുടെ സംസ്കാരം. ആ സംസ്കാരമാണ് ഭാരതീയ ജനതാ പാർട്ടി അതിന്റെ അടിസ്ഥാന ആശയത്തിലൂടെ സമൂഹത്തിൽ എത്തിക്കാൻ വേണ്ടി പരിശ്രമിക്കുന്നത്. അപ്പൊ ആ സംസ്കാരത്തെ ഇല്ലായ്മ ചെയ്യുന്ന സമീപനമാണ് കോൺഗ്രസും അതുമായി ബന്ധപ്പെട്ടവരും കാലങ്ങളായി സ്വീകരിക്കുന്നത്. അവരെ മതങ്ങളെ പ്രത്യേകമായി തരംതിരിച്ച് ന്യൂനപക്ഷങ്ങളിൽ ഭീതി ഉണ്ടാക്കി നിലനിർത്തുന്ന അന്തരീക്ഷം, അതിനറുതി വരുത്തുന്ന ഒരു പരിശ്രമം ഇന്നുണ്ടായിട്ടുണ്ട്. അതിൽ വേവലാതി പൂണ്ടിട്ടാണ് ഇപ്പൊ തന്നെ സുരേഷ് ഗോപി തൃശ്ശൂരിൽ വിജയിച്ചത് മതന്യൂനപക്ഷങ്ങളുടെ വലിയ പിന്തുണയോടെയാണ്. അതിനെ മറച്ചു പിടിക്കാൻ വേണ്ടി ഇപ്പൊ പുതിയ പ്രചരണം തുടങ്ങിക്കൊണ്ടിരിക്കുകയാണ്. ഏതാണ്ട് പൂരം കലക്കിയിട്ടാണ് പറഞ്ഞത്. ഇതൊരു ഹിഡൻ അജണ്ടയാണ്. യഥാർത്ഥത്തിൽ കേരളത്തിന്റെ പൊതുസമൂഹത്തിന്റെ മുഴുവൻ പിന്തുണയിലാണ് സുരേഷ് ഗോപി വിജയിച്ചത്, ന്യൂനപക്ഷങ്ങളുടെ പിന്തുണയിലാണ്. എന്തിന് മൂവാറ്റുപുഴയിൽ ദശാബ്ദങ്ങൾക്ക് മുമ്പ് PC തോമസ് വിജയിച്ചത് എങ്ങനെയാ? അപ്പൊ BJPയെയോ NDAയെയോ ഒരിക്കലും ഇവിടുത്തെ ക്രൈസ്തവ സമൂഹമോ ന്യൂനപക്ഷങ്ങളോ അകറ്റി നിർത്തിയിട്ടില്ല. ഒപ്പമാണ്. അതെ, ന്യൂനപക്ഷങ്ങൾ അകറ്റി നിർത്തിയിട്ടില്ല എന്നതിന്റെ പ്രകടമായ ഉദാഹരണം തന്നെയാണ് തൃശ്ശൂരിൽ സുരേഷ് ഗോപിക്കുണ്ടായ വിജയം എന്നുള്ളത്. അതിൻ്റെ ഏറ്റവും പ്രത്യക്ഷമായ ഉദാഹരണം തന്നെയാണ്. ഈ ക്രിസ്മസ് വേളയിൽ എല്ലാവർക്കും ഐശ്വര്യവും അതേപോലെ തന്നെ യേശുദേവൻ്റെ സന്ദേശത്തിൽ അടിയുറച്ചു നിന്നുകൊണ്ടുള്ള ഒരു മുന്നേറ്റവും നമുക്ക് നേടാം എന്ന് തന്നെയാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്നലെ ക്രൈസ്തവ സഭാ മേലധ്യക്ഷന്മാരോട് പറഞ്ഞത്. അതിൽ ആത്മാർത്ഥത വളരെ 100% ഉണ്ട് എന്ന് വ്യക്തവുമാണ്. അതുകൊണ്ട് ഹാപ്പി ക്രിസ്മസ് അൺഹാപ്പി ക്രിസ്മസ് ആക്കാൻ നടത്തുന്ന ശ്രമം ഈ രാജ്യത്ത് വിജയിക്കില്ല എന്ന് തന്നെയാണ് ഈ ചർച്ച വിലയിരുത്തുന്നത്. രാഷ്ട്രീയ നിരീക്ഷകൻ ഡോക്ടർ മോഹൻ വർഗീസ്, BJPയിൽ നിന്ന് ശ്രീ B രാധാകൃഷ്ണ മേനോൻ, കോൺഗ്രസിൽ നിന്ന് ശ്രീ വസന്ത് സിറിയക്, ക്രൈസ്തവ സംഘടനയായ കാസയുടെ പ്രതിനിധി ശ്രീ കെവിൻ പീറ്റർ എന്നിവരാണ് ഈ ചർച്ചയിൽ പങ്കെടുത്തത്. ജനൻ ഡിബേറ്റ് ഇവിടെ പൂർണ്ണമാവുന്നു. നമസ്തേ.